വ്യക്തിതലത്തിലും സമൂഹതലത്തിലും നമ്മളെയെല്ലാം അല്ലെങ്കിൽ മനുഷ്യനെ പൊതുവായി ആകർഷിക്കുന്ന എല്ലാത്തരം ലഹരികളോടും നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം പുലർത്തണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ പ്രധാനപ്പെട്ട 4 ലഹരികളെ ഉദ്ദേശിക്കുമ്പോൾ, ഒന്ന് മദ്യപാനം, പുകവലി, ഡ്രഗ്സ്, മയക്കുമരുന്ന്, മതം. ഈ 4 ലഹരികളാണ് പ്രധാനമായും മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം ബാധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. മതവിശ്വാസം ആശ്വാസം നൽകുമോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം ഇതാണ്: അത് ആശ്വാസം നൽകില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം വിനാശകരമാണ് വ്യക്തിക്കും സമൂഹത്തിനും. ഞാൻ ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ അത് സംബന്ധിച്ച് പൊതുവായ ചില പോയിന്റുകൾ മാത്രം പറഞ്ഞു വെക്കാം. ആദ്യമായി, മതവിശ്വാസം മനുഷ്യൻ എന്നുള്ള പദത്തിന് തന്നെ അപമാനകരമാണ്. കാരണം മനുഷ്യൻ എന്ന് കഴിഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നാണ് അർത്ഥം. എല്ലാത്തരം ചിന്തകളെയും റദ്ദാക്കുകയും അറിയുന്നത് അപമാനമാണെന്നും ചിന്തിക്കുന്നത് കുറ്റമാണെന്നും സംശയിക്കുന്നത് പാപമാണെന്നും മനുഷ്യനെ ബോധിപ്പിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മതം. മതം ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ളത് ശാസ്ത്രത്തെയാണ്. നമ്മളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് മതത്തിൻ്റെ പിടിയിൽ അമർന്നതുകൊണ്ടും വളരെയധികം വൈകി ഓടുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ സയൻസ് ഇസ് ആക്ച്വലി എ ട്രെയിൻ റണ്ണിങ് ലേറ്റ് ബൈ 1500 years ബിക്കോസ് ഓഫ് റിലീജിയൻ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മോഡേൺ ഗാഡ്ജറ്റ്സ് പലതും ഒരുപക്ഷെ 1500 വർഷത്തിന് മുമ്പ് നമ്മളുടെ പിൻഗാമികൾ ഉപയോഗിക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരുന്നു. രണ്ടാമത്തെ പോയിന്റ്, മതം സമൂഹത്തെയും വല്ലാതെ വിഭജിക്കുന്നു. ഇറ്റ് ഡിവൈഡ്സ് പീപ്പിൾ. ദൈവങ്ങൾ പലതാണ്, മതങ്ങൾ പലതാണ്, മതത്തിനുള്ളിൽ ആന്തരിക വിഭാഗങ്ങൾ പലതാണ്. മതം സമൂഹത്തെ വിഭജിക്കുന്നതിനാൽ അത് വ്യക്തിയെയും വല്ലാത്ത സംഘർഷത്തിലാക്കുന്നുണ്ട്. 2 തരം ഓപ്ഷൻസാണ് മതം മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് മതപരമായ സംഘർഷവും, 2 മതസൗഹാർദ്ദവും. മതപരമായ സംഘർഷം തുടർച്ചയായി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലപ്പോഴും മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു അനിവാര്യതയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നുണ്ട്. അത് മതമുള്ളതുകൊണ്ടാണ്. ഒരു മുക്രിയും ഒരു പൂജാരിയും ഒരു പുരോഹിതനും തമ്മിൽ ആലിംഗനം ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന മതസൗഹാർദ്ദം. ഇവർ തമ്മിൽ ആലിംഗനം ചെയ്താൽ എന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. എന്താണ്, ഒരു ചെന്നായും ഒരു കുറുക്കനും തമ്മിൽ ആലിംഗനം ചെയ്യുന്നത് പോലെയുള്ള ഒരു അത്ഭുതം പലരുടെയും മുഖത്ത് കാണാൻ കഴിയും. പക്ഷേ ഈ മതമില്ലെങ്കിൽ ഇവരെല്ലാം മനുഷ്യരാണ്. ഇവരുടെ ആലിംഗനം ഒരു വാർത്തയല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം അയൽപക്കത്ത് താമസിക്കുന്ന ആരാണ് എന്നുള്ള ബോധം, തൻ്റെ സുഹൃത്ത് ആരാണ് എന്നുള്ള ബോധം, പലപ്പോഴും വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം വ്യക്തിക്ക് അടിസ്ഥാനപരമായി ഒരുപാട് സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അവൻ്റെ യഥാർത്ഥ ഫ്രണ്ടിനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. മൂന്നാമത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മതം ധാർമ്മികമായ മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് മൊറാലിറ്റി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു ബോധമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. എന്താണ് മൊറാലിറ്റി? മൊറാലിറ്റി ഈസ് ഡൂയിങ് റൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് യു ആർ ടോൾഡ്. നിങ്ങളോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് വിരുദ്ധമായോ അല്ലെങ്കിൽ അനുകൂലമായോ നിങ്ങൾ ശരി ചെയ്യുന്ന തീരുമാനിക്കുകയാണെങ്കിൽ അത് ധാർമ്മികതയാണ്. പക്ഷെ മതം എന്താണോ ശരി അല്ലെങ്കിൽ എന്താണോ തെറ്റ് എന്ന് നോക്കാതെ ഡൂയിങ് വാട്ട് യു ആർ ടോൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, ശരി ഏത് തെറ്റ് ഏത് എന്നുള്ളത് പരിഗണിക്കാതെ നിങ്ങളോട് പറഞ്ഞത് ചെയ്യുക എന്നാണ് മതം പറയുന്നത്. സൗദി അറേബ്യയിലെ 2001 വന്നൊരു വാർത്ത നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഏതാനും കുട്ടികൾ ഒരു തീപിടുത്തം സ്കൂളിലുണ്ടായപ്പോൾ അവർ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ വേഷവിധാനം വളരെ കൃത്യമായിരുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അവരെ മുത്തവീൻ പോലീസ് തിരിച്ചുവിടുകയും അവർ വീണ്ടും പോയി ശരിയായ വസ്ത്രധാരണം നടത്തിയിട്ട് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ 16 കുട്ടികൾ അഗ്നിബാധക്കിരയായി എന്നുള്ളൊരു കഥ BBC ഒക്കെ റിപ്പോർട്ട് ചെയ്ത 2001 വാർത്ത. ഇതാണ് മതം മുന്നോട്ട് വെക്കുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്യൂഡോ മൊറാലിറ്റി, വ്യാജ മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു മൊറാലിറ്റിയാണ്. 4, മതം എന്ന് പറയുന്നത് മാറാത്തത് എന്തോ അതാണ് മതം അല്ലെങ്കിൽ മതവിശ്വാസം. വിശ്വാസം പലപ്പോഴും മനുഷ്യൻ്റെ പുരോഗമനത്തെ അല്ലെങ്കിൽ അവൻ്റെ ചിന്താപരമായിട്ടുള്ള ഉന്നതിയെ തടയുന്നുണ്ട്. പടം വരയ്ക്കാൻ പാടില്ല, സംഗീതം കേൾക്കാൻ പാടില്ല, അങ്ങനെ നിരന്തരമായിട്ടുള്ള ഫത്വകളും വിലക്കുകളും ശാസനങ്ങളും. നിങ്ങൾക്ക് പാടം നികത്താം, കുന്നിടിക്കാം, കൃഷി കളയാം, പശുവിനെ വിൽക്കാം, പക്ഷേ നിലവിളക്കിനോട് നിങ്ങൾ ഇതിനു വേണ്ടി നിലവിളിക്കണം എന്നുള്ള ഒരു ബോധം മനുഷ്യന്. ഇത് സംസ്കാരത്തിന് വേണ്ടിയുള്ള നിലവിളിയല്ല, മറിച്ച് നിലവിളക്ക് ഒരു മതചിഹ്നമായതുകൊണ്ട് മാത്രമാണ് അതിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഒരു ഫാനോ ഒരു വിസ്രി എന്ന് പറയുന്ന സാധനം ഫാൻ വേറെ ഉപയോഗിച്ചിരുന്നു. ഇന്നാർക്കും വിസ്രി വേണ്ട, കാര്യം അത് മതം ഓമനിക്കുന്ന ഒരു വസ്തുവല്ല. 5,
മതവിശ്വാസം പലപ്പോഴും വ്യക്തിയെ യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. അവൻ്റെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്നുണ്ട്. നിങ്ങൾ കാണുന്ന മിക്കവാറും എല്ലാ മതവിശ്വാസികളും നോക്കുക, അവരെല്ലാം വികാര ജീവികളാണ്. ഏറ്റവും വലിയ മതവിശ്വാസികൾ എന്ന് പറയുന്ന സന്യാസി വര്യന്മാർ പോലും, അത് ദുർവാസാവായാലും വിശ്വാമിത്രനായാലും വസിഷ്ഠനായാലും വിഭാണ്ഡകനായാലും രാംദേവ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ സ്വാമി ശാശ്വതീകാനന്ദയായാലും അല്ലെങ്കിൽ ആശ്രമങ്ങളായാലും, നമ്മൾ കാണുന്നൊരു വാർത്ത അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു പക്വത പലപ്പോഴും കാണാറില്ല. അവരതുണ്ട് എന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യനുള്ള രീതിയിലുള്ള ഒരു ആത്മനിയന്ത്രണ ബോധം അവർക്കുണ്ടാവാറില്ല. കാരണം പലപ്പോഴും അവർക്ക് പുറത്തുള്ള ശക്തികളിൽ വിശ്വസിക്കുകയാണ്. സ്വയം പണയപ്പെടുത്തുകയും സ്വയം നിസാരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് തനിക്ക് അപ്പുറത്തുള്ള ഉത്തരങ്ങൾ തേടുന്നതിനാൽ ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം സഫലീകരിക്കാനോ സാർത്ഥകമായ ഒരു ജീവിതം നയിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അതിന് ഏറ്റവും ഒരു ഉദാഹരണം അടുത്തിടെ വന്നത് നമ്മുടെ അമൃതാനന്ദമയ മഠത്തിലെ ഒരു മുൻ അനുയായി. അവർ എന്ത് കോലത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് ഊഹിക്കാം. മതം നശിപ്പിച്ച അല്ലെങ്കിൽ വിശ്വാസം നശിപ്പിച്ച ഒരു വ്യക്തിയാണ്. മറ്റൊന്നുള്ളത്, മതമെന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണ്. എവറി റിലീജിയൻ ഈസ് ആന്റി വിമൻ. മതം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മതവിശ്വാസം എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ഉൽപ്പന്നമാണ്. പുരുഷന് വേണ്ടി പുരുഷൻ രചിച്ച പുരുഷന്റെ ഉൽപ്പന്നമാണ് മതം. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിന് വലിയ തോതിലുള്ള ഒരു ഇനീക്വാലിറ്റി അല്ലെങ്കിൽ അസമത്വം സമൂഹത്തിൽ സൃഷ്ടിക്കുകയും സ്ത്രീകളുടെ പലപ്പോഴും കഥകൾ, അവർക്ക് കുറെ കഥകൾ കൊടുത്ത് അത് അവർ വിശ്വസിച്ചുകൊണ്ട് അവർ വ്യാജമായിട്ടൊരു ലോകത്തിലാണ്. അവർക്കറിയില്ല എന്തെല്ലാം കഥകളാണ് അവരുടെ കെണിയായി മാറുന്നത്. അത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയെ കൂടിയായി വിശ്വാസം വർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിന് വളരെയധികം വിനാശകരമാണ്. 6, നമ്മളുടെ സമൂഹത്തിൽ പലതരം മിക്ക വിശ്വാസങ്ങളും രൂപം കൊള്ളുന്നത് അടിസ്ഥാനപരമായി ഇറ്റ്സ് ലൈക്ക് ആൻ ഇമ്പോസിഷൻ, ഇറ്റ്സ് നോട്ട് എ കോമ്പോസിഷൻ. അതൊരു അടിച്ചേൽപ്പിക്കലാണ്. നിങ്ങളുടെ മുത്തച്ഛൻ്റെ മതം മുതുമുത്തച്ഛൻ്റെ മതം മുത്തച്ഛനും, മുത്തച്ഛൻ്റെ മതം പിതാവിനും, പിതാവിൻ്റെ മതം നിങ്ങൾക്കും കിട്ടുമ്പോൾ നിങ്ങൾ അതേ മതം എടുത്ത് നിങ്ങളുടെ മകൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കണം. ഒരു കോൺക്രീറ്റ് വ്യവസായത്തിലൊക്കെ പലപ്പോഴും ഈ ചട്ടിയിലിങ്ങനെ വാർപ്പ് കൈമാറുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ബാല്യത്തിൽ തന്നെ പ്രേതം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ പ്രേതവിശ്വാസത്തെ ചോദ്യം ചെയ്യാനും അതിനെ വിശകലനം ചെയ്യാനുമായിട്ടുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേതത്തെ നിങ്ങൾക്ക് കൈയഴിയാൻ സാധിക്കുന്നുണ്ട്. മതമല്ല, റിലീജിയൻ ഈസ് ഹെവിലി സ്പോൺസേഡ് ദാറ്റ് യു ആർ നോട്ട് അലൗഡ് ടു തിങ്ക്. തനിക്ക് കിട്ടിയ കഥ, പലർക്കും പല കഥകളുണ്ട്, പക്ഷെ തനിക്ക് കിട്ടിയ കഥകൾ പിടിച്ചു കിടക്കുക അല്ലെങ്കിൽ അതിനോട് ആലിംഗനബദ്ധമായി എപ്പോഴും നിലകൊള്ളുക, തൻ്റെ പ്രാണനാണ് അത് എന്ന നിലയിൽ ചിന്തിക്കുക, തൻ്റെ കഥകളെ അംഗീകരിക്കാത്തവരെ വളരെ ബോധപൂർവ്വം ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം സാമൂഹ്യപരമായിട്ടുള്ള അധമബോധങ്ങൾക്ക്, അധമ നിലപാടുകൾക്ക് മതം കാരണമാകുന്നുണ്ട്. ഇനി എനിക്ക് അവസാന പോയിന്റായിട്ട് പറയാറുണ്ട്, പലപ്പോഴും മതം വിശ്വാസം പലരും അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥമായിട്ടൊക്കെ കൊണ്ട് കാണാറുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫാമിലിയിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മതമില്ല, നിങ്ങൾ വേറൊരു കഥയായിരിക്കും കൊണ്ടുപോകുന്നത്. ആ കഥയും നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥം നൽകുന്നു എന്നുള്ളൊരു വ്യാജ വിശ്വാസം ഉണ്ടാകും. നിങ്ങൾ ഇസ്രായേലിലാണെങ്കിൽ ഒരു ജൂതനായിട്ടും, ഇന്ത്യയിലാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഹിന്ദു ആയിട്ടും, ഇറാഖിലാണെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടും പിറക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു കഥയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്. ആ കഥ നിങ്ങൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ആ കഥ അവസാനത്തെ കഥയല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പലതരം കഥകൾ, ഒരുപാട് ദൈവങ്ങൾ, ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് അനുഷ്ഠാനങ്ങൾ ലോകമെമ്പാടും നിലനിൽപ്പുണ്ടെന്നും ആ ആചാരങ്ങളെല്ലാം തന്നെ അതാത് കാലഘട്ടത്തിലെ അതാത് സ്ഥലത്തെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ആശ്വാസങ്ങൾ അല്ലെ വ്യാജമായിട്ടുള്ള ഫാൾസ് പ്ലഷേഴ്സ്, വിനോദങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം എൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്, എല്ലാ ലഹരി വസ്തുക്കളും അതിൻ്റെ ഉപഭോക്താക്കളെ ആനന്ദിപ്പിക്കാറുണ്ട്, അവർക്ക് ആശ്വാസം കൊടുക്കാറുണ്ട്. മദ്യം കൊടുക്കാറുണ്ട്, മയക്കുമരുന്ന് കൊടുക്കാറുണ്ട്, പുകവലി കൊടുക്കാറുണ്ട്. ഇവരെല്ലാം തന്നെ അതിന് വിട്ടൊഴിയാനും അവർക്ക് മനസ്സില്ല. പക്ഷെ ഇതുണ്ടാക്കുന്ന ആഘാതം വളരെയധികം കനത്തതായിരിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, മതം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പകരം വെക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്. ഞാൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, മതത്തിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് അയിത്തത്തിന് പകരം എന്താണ് വേണ്ടത്? ദാരിദ്ര്യത്തിന് പകരം എന്താണ് വേണ്ടത്? പകർച്ചവ്യാധിക്ക് പകരം എന്താണ് വേണ്ടത്? ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നീക്കം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. മതം ചെയ്യുന്ന എന്തെങ്കിലും നന്മയോ നല്ലതോ ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ആന്തരികമായ നന്മയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ചെയ്യാൻ മതമില്ലെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് മനുഷ്യന് അത് ചെയ്യാൻ കഴിയും. മതവിശ്വാസികളായിട്ടും വളരെ നല്ല ഉന്നതമായിട്ടുള്ള ജീവിതവും മൂല്യബോധവും സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ അർത്ഥം മതത്തിനും തകർക്കാൻ കഴിയാത്ത ഒരു മൂല്യബോധം മനുഷ്യനിൽ ഉണ്ട് എന്നാണ്. ആദരണീയനായ മോഡറേറ്റർ,
ബഹുമാനപ്പെട്ട രവിചന്ദ്രൻ സാർ, പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുഹമ്മദ് ഖാൻ, ആദ്യം തന്നെ മലയാളം നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനെയും ഇത് സംഘടിപ്പിച്ച യുക്തിചിന്തകരെയും അഭിനന്ദിക്കുന്നു. പലപ്പോഴും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ചർച്ചകളും സംവാദങ്ങളും കൂടുതൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും അത്തരം കാര്യങ്ങൾ, ബൗദ്ധികമായ സംവാദങ്ങൾ, എതിരഭിപ്രായം നിൽക്കുന്നവരോട് പോലും ആദരവോടുകൂടി സംവദിക്കുന്ന ഒരു സംസ്കാരം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മൾ പുസ്തകം വായിച്ചാൽ അറിയാം. പക്ഷെ ഇന്നതില്ല. അത് വളർന്നു വരേണ്ട ആവശ്യം വളരെയധികമാണ്. അതുകൊണ്ട് ഇതിന് മുൻകൈ എടുത്ത എല്ലാ യുക്തിചിന്തകരെയും, യുക്തിവാദികളെന്ന് ഞാൻ പറയുന്നില്ല, യുക്തിചിന്തകരെയും, ശാസ്ത്രവും യുക്തിയും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും അഭിനന്ദിക്കുന്നു. രവീന്ദ്രൻ സാറിനോടൊപ്പം മുമ്പ് ഇരുന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. വളരെ ഷാർപ്പ് സ്പീക്കറായ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മുഹമ്മദ് ഖാൻജിയെ കൊണ്ട് ഒരു വാക്ക് പറയാതെ പോയാൽ അത് മോശമാവും. ഞങ്ങൾ ചർച്ചാ തൊഴിലാളികളാണ്. അദ്ദേഹം മാത്രമല്ല, ഞങ്ങൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരല്ല സ്ഥിരം ഈ ചർച്ചാ തൊഴിലാളികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അടുത്ത പരിചയവും സൗഹൃദവും ഒക്കെയാണ്. പ്രിയപ്പെട്ട ശ്രീ നവനീത് അടക്കമുള്ള ഇത് സ്പോൺസർ ചെയ്ത എല്ലാ വ്യക്തികളും, പൊതുവെ ഇത്തരം പരിപാടികളിൽ സ്പോൺസർ ചെയ്യാൻ ആൾക്കാർക്ക് പലപ്പോഴും അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് കുറവാണ്. ഇത്തരം പരിപാടികൾ സ്പോൺസർ ചെയ്ത എല്ലാവരെയും വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു. ഈ ഗീതാ മാഡം ഉണ്ട്, തീർത്ഥം അടക്കമുള്ള ആയുർവേദിക് സംവിധാനത്തിന്റെ വ്യക്തികളോട് പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള 9 മിനിറ്റ് ഞാൻ തുടങ്ങും. ഒന്ന്, ഞാനൊരു മതവാദിയല്ല, ഞാനൊരു മിതവാദിയാണ്. അപ്പം ഏത് കാര്യവും മിതമായി കാണണം എന്ന് വിശ്വസിക്കുന്ന, അമിതമാക്കാതെ രണ്ട് സൈഡിലെയും എക്സ്ട്രീം പൊസിഷൻസിലേക്ക്, നിലപാടുകളിലേക്ക് പോകരുതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അപ്പം പോയിന്റഡ് ആയിട്ട് തന്നെ മറുപടി തുടങ്ങാം. ഒന്ന്, സാറ് പറഞ്ഞതിലൂടെ ഞാൻ യോജിക്കുകയാണ്. സാറ് 4 ലഹരികളെ കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ 5 ലഹരികളാണ് സമൂഹത്തിലുള്ളത്. അത് മദ്യം, മയക്കുമരുന്ന്, പുകവലി, മതം, പ്രത്യയശാസ്ത്രം. ഈ 5 കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന്റെ തലയ്ക്ക് പണ്ടേ പിടിച്ചിട്ടുള്ളതാണ്. എത്ര കോടി ആൾക്കാരെയാണ് നമ്മൾ മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ കൊന്നിട്ടുള്ളത്? അതിൻ്റെ ഇരട്ടി ആൾക്കാരെയാണ് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ കൊന്നിട്ടുള്ളത്. മാവോ ആണെങ്കിലും, ലെനിൻ ആണെങ്കിലും, ഹിറ്റ്ലർ ആണെങ്കിലും, സ്റ്റാലിൻ ആണെങ്കിലും അടക്കം പ്രത്യയശാസ്ത്രവും വിശ്വാസവും മതവും എല്ലാം ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മോശമാണെന്നല്ല, മനുഷ്യനെ അത്ര ആഴത്തിൽ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വിശ്വാസത്തെ അങ്ങനെ മാത്രമാണോ കാണേണ്ടത്? വിശ്വാസം ആശ്വാസമാണ്. പക്ഷേ വിശ്വാസം ആശ്വാസം മാത്രമല്ല, വിശ്വാസം ഒരു അന്വേഷണം കൂടിയാണ്. അതിനെ വിശ്വാസം എന്ന വാക്കിലേക്ക് ചുരുക്കാമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് റിലീജിയൻ എന്ന വാക്ക് ഒരുപാട് ലോഡഡ് ആയിട്ടൊരു വാക്കാണ്. വിശ്വാസം ഒരുപാട് ലോഡഡാണ്. ഞാൻ സ്പിരിച്വാലിറ്റിന്നോ എൻക്വയറിന്നോ ഫിലോസഫിന്നോ ഒക്കെ എന്നെ ഉപയോഗിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അതൊരു അന്വേഷണം കൂടിയാണ്. ആശ്വാസമാണ്, അതോടൊപ്പം ഒരു അന്വേഷണം കൂടെയാണ്. മതം എന്താണ്? ഈ മതം എന്ന വാക്കിന് അർത്ഥം എന്താ? അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മതം അല്ലാതെ മതം മനോഭാവം എന്ന് പറയാം, അഭിപ്രായം എന്ന് പറയാം, ഒപ്പീനിയൻ. നിന്റെ മതം എന്താണ് ആ കാര്യത്തിൽ? പണ്ഡിത മതം എന്ന് പറഞ്ഞാൽ പണ്ഡിതനൊരു മതം ഉണ്ടെന്നല്ല, പകരം പണ്ഡിതന്റെ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു മതവിഭാഗത്തിനിടെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലേ? ഹൈന്ദവ ജനതയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരില്ലേ? ഹൈന്ദവ ജനതയിലെ സന്യാസിമാരുടെ ഇടയ്ക്ക് ഭയങ്കര ഈഗോ ഉള്ളവരാണ്. എനിക്ക് പേഴ്സണലി അറിയാം. ഇവരെ സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു പേപ്പറിൽ താഴെ പേര് വെച്ചാൽ പോലും വരില്ല, അതുകൊണ്ട് ചുറ്റി വെക്കേണ്ടി വരും. കാര്യം അങ്ങനെ അഭിപ്രായമുള്ളവരില്ലേ? ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ലേ? അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം മതം എന്ന് പറയുന്നത് ഒരു ഏകശില ഹോമോജനിക് എൻറ്റിറ്റി ഒന്നുമല്ല. എല്ലാ മതവിഭാഗങ്ങളിലും ഇസ്ലാം, ക്രിസ്ത്യൻ, ഹിന്ദു, ബൗദ്ധ അടക്കം എല്ലാത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് കാടടച്ച് മതം എന്നൊരു വാക്കിലേക്ക് എല്ലാ തെറ്റുകളും ആവാഹിക്കുന്നത് ശരിയാണോ? എനിക്ക് സംശയമാണ്. 2, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. മതം എന്ന് അദ്ദേഹം വിളിക്കുന്ന പലപ്പോഴും സയൻസിനെതിരെ നിൽക്കുന്ന ഒരു കാര്യം ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കൂ. നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ജാതി സമ്പ്രദായം, സതി പോലുള്ള ആചാരങ്ങൾ. പക്ഷെ ഒരിക്കലെങ്കിലും ഒരു ശാസ്ത്രജ്ഞനെ ഇന്ത്യയിൽ കല്ലെറിഞ്ഞായിട്ട് കാണാവൂ? ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്ന് പറയുക എങ്ങനാരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു പറയുകയും ചെയ്തുകൊണ്ട് വീട്ടുതടങ്കലിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനെയെങ്കിലും ആദരിക്കാതെ, ബഹുമാനിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടോ? പണ്ടേ അവരെ ഫിലോസഫേഴ്സ് എന്നും ഋഷിമാരെന്നും ഒക്കെ വിളിച്ച് ചാർവാകനെ പോലും മഹർഷി എന്ന് വിളിക്കുന്ന ഒരു കൾച്ചറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബേസ് ഒരു വെസ്റ്റേൺ സെമിറ്റിക് ബേസിൽ നിന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഭാരതത്തിൽ ഒരിക്കലും ധർമ്മം അല്ലെങ്കിൽ മതം എന്ന് വിളിക്കാമെങ്കിൽ മതം അല്ലെങ്കിൽ ധർമ്മം ശാസ്ത്രത്തിനെതിരെ നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ പരിപോഷിപ്പിക്കുന്ന ശക്തിയായിട്ട് തന്നെയാണ് നിന്നത്. കാലാന്തരത്തിൽ വിശ്വാസികൾ തന്നെയാണ് റിഫോമേഴ്സ് ആയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സതി മാറ്റിയത് ഒരു അവിശ്വാസിയല്ല, വിശ്വാസിയായ രാജാറാം മോഹൻ റോയിയാണ്. നമ്മുടെ ജാതീയതയ്ക്കെതിരെ പോരാടിയത് വിശ്വാസിയായ പ്രതിഷ്ഠകളടക്കം നടത്തിയ ഏറ്റവും വലിയ ഫിലോസഫറായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അല്ലെങ്കിൽ വിവേകാനന്ദനെ പോലുള്ളവരും. വിവേകാനന്ദൻ അവിശ്വാസികളെ അല്ല ഇതിനൊക്കെ വട്ടാണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ ജാതി അനാചാരങ്ങളും കൊണ്ട് നടന്നിരുന്നവരോട് ഒരു സന്യാസിയായ 29 വയസ്സുകാരനായ ഒരു വിവേകാനന്ദൻ പറഞ്ഞതാണ്, നിനക്കൊക്കെ വട്ടാണ്. ഈ കേരളം ഭ്രാന്താലയം എന്ന് പോളിഷായിട്ടൊന്നുമല്ല പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ പച്ച വാക്കുകളാണ്, യു ആർ ലുനാറ്റിക്സ് ആൻഡ് യുവർ പ്ലേസ് ഇസ് എ ലുനാറ്റിക് അസൈലം. നിനക്കൊക്കെ വട്ടാണ്, നീ താമസിക്കുന്ന സ്ഥലം വട്ടിന്റെ കേന്ദ്രമാണെന്ന് പറയാൻ കഴിഞ്ഞതും ഒരു വിശ്വാസിക്കാണ്. ഇനി 2 മതമാണോ പ്രശ്നം? നമ്മുടെ രാജ്യം വിഭജിക്കാൻ കാരണമായ ഹിന്ദു മുസ്ലിം വർഗീയത എടുത്തു നോക്കൂ.
അല്ലെങ്കിൽ അതിന് അവരുടേതായ ന്യായീകരണങ്ങൾ അവർക്ക് കാണാം. അല്ലെങ്കിൽ ആധുനിക ഇസ്ലാമിക രാഷ്ട്രവാദത്തിന്റെ പിതാവായ ജിന്ന പന്നിയിറച്ചി അടക്കം കഴിക്കുന്ന, മദ്യം കഴിക്കുന്ന, വിശ്വാസിയല്ലാത്ത മുസ്ലിമാണ്. അല്ലെങ്കിൽ ആധുനിക ഹിന്ദുത്വത്തിന്റെ പിതാവായ സവർക്കർ നിരീശ്വരവാദിയാണ്. എന്നാൽ ഏറ്റവും വലിയ വിശ്വാസിയായ, അമ്പലങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന, രാമനും റഹീമും ഒന്നാണെന്ന് പറഞ്ഞ വിശ്വാസിയായ ഗാന്ധിജി, ഒരു റാമെന്ന് പേരുള്ള ആളുടെ വെടിയേറ്റ് വീണ ഹേ റാമെന്ന് പറഞ്ഞ് മരിച്ച ഗാന്ധിജി ഏറ്റവും വലിയ വിശ്വാസിയാണ്. അദ്ദേഹം ആ യോജിപ്പിന് വേണ്ടി നിന്നത്. അപ്പം വിശ്വാസമാണോ പ്രശ്നം? അദ്ദേഹമാണ് ഏറ്റവും വലിയ ഐക്യത്തിന്റെ ചിഹ്നം. 1893 ലോക മതമഹാസമ്മേളനത്തിൽ ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിയതും ഏകം സത് വിപ്ര ബഹുധാ വദന്തി, സത്യം ഒന്നാണ്, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത പ്രവാചകന്മാർ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ വിവേകാനന്ദൻ വിശ്വാസിയാണ്. അപ്പൊ ആ രീതിയിൽ മതേതരത്വവും മതസൗഹാർദ്ദവും ലോകത്തിന് കൊടുത്തതും. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, പലപ്പോഴും ആധുനിക കാലത്ത് ഒരു സ്യൂഡോ സെക്കുലറിസം ഉണ്ട്. അതായത് ഞാൻ രാഷ്ട്രീയപരമായ സ്യൂഡോ സെക്കുലറിസം അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാവിയിട്ടാളും ഒരു പള്ളിയിലച്ഛനും ഒരു മുസൽമാനും കൂടി ഒരുമിച്ച് നിന്നാൽ അത് മതസൗഹാർദ്ദമാവുമെന്ന് വിശ്വസിക്കുന്നത്. ഇന്നത്തെ കാലത്തെ പോട്ടെ, ഇന്നത്തെ കാലത്ത് തന്നെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം. എരുമേലി പള്ളിയിൽ പോകുമ്പോൾ പലപ്പോഴും ആൾക്കാർ പള്ളി അമ്പലം കൊണ്ട് വലിയ മതസൗഹാർദ്ദമെന്ന് പറയും. അതിനപ്പുറമുള്ളൊരു കാര്യം അതിനകത്തുണ്ട്. അവിടുത്തെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ തൊട്ട് ഫ്രണ്ടിൽ ഈ ബാബർ എന്ന് പറയുന്ന, ബാബർ എന്നാ പുള്ളിയുടെ പേര്, ബാബർക്ക് വേണ്ടി ഒരു നടയുണ്ട്. ഈ നടയിൽ ഒരു വിഗ്രഹമോ പ്രതിമയോ ഒന്നും വെച്ചിട്ടില്ല, വെറും ഒരു ആർച്ച് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മുത്തശ്ശനോട് ചോദിക്കേണ്ടത്, മുത്തശ്ശൻ എന്താ അതിന് കാരണം? പുള്ളി എവിടെ കുളിക്കാൻ പോയോ, നീരാടാൻ പോയോ? ഹിന്ദുക്കൾ അങ്ങനെയാണ്, നമ്മുടെ അമ്പലങ്ങളും ദൈവങ്ങളും എല്ലാം ഇങ്ങനെ കുളിക്കാൻ പോകും, ചുറ്റിക്കറങ്ങാൻ പോകും. അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്ത് പറ്റിയതാണ്? അപ്പം മുത്തശ്ശനോട് പറഞ്ഞു, അത് ഇസ്ലാമിക വിശ്വാസപ്രകാരം വിഗ്രഹാരാധന പാടില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രതിനിധിയായ ഒരു വ്യക്തിയെ വെച്ചപ്പോൾ അവിടെ വിഗ്രഹമില്ലാതെ ആർച്ച് മാത്രം വെച്ചതാണ്. മതസഹിഷ്ണുതയെ നമ്മൾ വിശ്വസിക്കുന്നില്ല, വിവേകാനന്ദൻ പറയുന്നത് പോലെ. കാര്യം നമ്മൾ മതസൗഹാർദ്ദത്തിലാണ് വിശ്വസിക്കുന്നത്. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം ഇൻടോളറൻസ് ആണ്. അതായത് നീ വേറെ ഞാൻ വേറെ, നീ നരകത്തിൽ പോകും, പക്ഷേ നമ്മൾ വെളിയിൽ കാണുമ്പം ചിരിക്കും എന്ന് പറയുന്നതാണ് ഒരു ടോളറൻസ്. പക്ഷേ വിവേകാനന്ദൻ പറയുന്നത് മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ്. ഒരു പടി കൂടെ കളഞ്ഞാൽ ഇതുപോലത്തെ മതസമന്വയത്തെക്കുറിച്ചാണ്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 1000 വർഷങ്ങളായി വാവരുസ്വാമിക്ക് വേണ്ടി ഒരു നട ശബരിമല ക്ഷേത്രത്തിനുള്ളിലുണ്ട്. അവിടെയും കോടിക്കണക്കിന് വിശ്വാസികൾ പോകുന്നുണ്ട്. അവിടെയും ഒരു വിഗ്രഹമല്ല വെക്കുന്നത്, വാവരുസ്വാമിയുടെ വാളാണ്. അതാണ് ഭാരതം. അല്ലെങ്കിൽ ആർത്തിങ്കൽ ക്രിസ്ത്യന്റെ വെളുത്തച്ഛന്റെ പള്ളിയിൽ കയറിയിട്ട് പോകുന്ന ആ മതധാരയും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇന്നും യേശുദാസിനെ ഗുരുവായൂർ കയറ്റാത്ത, കടുംപിടുത്തം പിടിക്കുന്ന ഒരു ഫാസിസ്റ്റ് സമീപനമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ വ്യത്യസ്തതകൾ കാണാതെ കണ്ണടച്ച് എല്ലാവരും ഒരുപോലാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലാ രംഗത്തും നല്ലവരും ചീത്തവരും ഉള്ളതുപോലെ, ഡോക്ടർമാരിൽ വ്യാജന്മാരുള്ളതുപോലെ, അല്ലെങ്കിൽ ലോയേഴ്സിൽ തെറ്റായ കേസുകൾ വാദിക്കുന്ന ചീത്ത ആൾക്കാരുള്ളതുപോലെ എല്ലാവരിലും നല്ലതും ചീത്തയുണ്ട്. ഇതിലും അതുണ്ടെന്ന് കരുതുന്നതല്ലേ? ലോകം ആദരിക്കുന്ന, ആരാധിക്കുന്ന വിവേകാനന്ദൻ വിശ്വാസത്തിന്റെ ഭാഗത്തിൽ നിൽക്കുന്നവരല്ലേ? പിന്നെ ഇനി ഒരു ക്ലാരിഫിക്കേഷനും കൂടെ. നബി തിരുമേനിയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ലോകത്ത് തന്നെ ആദ്യമായി സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണ്ടി ഏറ്റവും വലിയ ഉദ്ഘോഷം ചെയ്ത നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ 1500 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു കോണ്ടെക്സ്റ്റിലെടുത്ത് വിമർശിക്കുന്നതിന് എന്തർത്ഥമാണ്? ഇവരെല്ലാം ചരിത്രത്തിലൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിലല്ലേ നമ്മൾ കാണേണ്ടത്? ഒരു 5000 വർഷം മുമ്പ്, 1600, ഏകദേശം AD 600 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 500 അവസാന കാലഘട്ടങ്ങളിൽ ഇത്രയും കാലം അല്ലെങ്കിൽ 5000 വർഷം മുമ്പ് നടന്ന സാമൂഹിക സാഹചര്യങ്ങളോട് ചേർത്ത് വെക്കാതെ അടർത്തി മാറ്റി ഇന്നത്തെ യാർഡ് സ്റ്റിക്സിൽ 5000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളോ 1000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളോ കാണുമ്പോൾ നമുക്ക് ന്യൂനതകൾ കണ്ടേക്കാം. നാളെ ഒരുപക്ഷെ ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആകുകയും ലോ ആകുകയും ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് അങ്ങനെ വലിയ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആളാണെങ്കിൽ യേശുദേവൻ എന്തുകൊണ്ട് പുള്ളി ഹോമോസെക്ഷൽസിന് വേണ്ടി വാദിച്ചില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നബിയോ കൃഷ്ണനോ വിവേകാനന്ദൻ എന്തുകൊണ്ട് ഹോമോസെക്ഷൽസിന് വേണ്ടി വാദിച്ചില്ല? അതുകൊണ്ട് പിന്നെ ഒരു കാര്യം ഇതിൽ വ്യക്തമായി വേർതിരിക്കാനുള്ളത്, അതായത് നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് യുക്തി വേണം, യുക്തിയോടൊപ്പം ഭക്തിയും വേണം. വിവേകാനന്ദൻ കൃത്യമായിട്ട് പൊസിഷൻ പറയുന്നുണ്ട്. അതായത് ഭക്തി 2 തരത്തിലുണ്ട്. ഒന്ന് യുക്തിക്ക് താഴെ, ഒന്ന് യുക്തിക്ക് മേളിൽ. ഒന്ന് യുക്തിയുടെ ഇറ്റ്സ് എ ബിലോ ലോജിക്കൽ, ഒന്ന് വിച്ച് ഈസ് ബിയോണ്ട് ലോജിക്കൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് റാഷണൽ ആയിട്ടുള്ള സ്പിരിച്വലിസമാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള റാഷണലിസമാണ്. ഇത് ചേരാത്ത പദങ്ങളാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇത് സമന്വയിക്കുകയാണ് ഏറ്റവും വലിയത്. അത് തന്നെയാണ് നമുക്ക് വിവേകാനന്ദനിൽ കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് നമുക്ക് വിവേകാനന്ദനിൽ കാണാൻ പറ്റുന്നത്, ഐൻസ്റ്റീനിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ചൂഷണങ്ങൾ നമ്മുടെ മതസമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ചൂഷണങ്ങളുള്ളത് എനിക്ക് പറയാൻ യാതൊരു മടിയില്ല, ഒരു ഹൈന്ദവ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ അത്തരം ചൂഷണം വരുന്നത്. കാര്യം 80 രൂപയ്ക്ക് ഒരു കാവ് മേടിച്ച് ആർക്ക് സന്യാസിയാവാം? അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സ്ട്രക്ചർ ഇല്ല, ചെക്സ് ആൻഡ് ബാലൻസസ് ഇല്ല. 12 വർഷം ഒരു പള്ളിയിലച്ഛനെ പോലെ പഠിച്ചു വരേണ്ടയില്ല, പെട്ടെന്ന് സ്വന്തമായിട്ട് അങ്ങ് അനൗൺസ് ചെയ്താൽ മതി. അതിനെതിരെയൊക്കെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ചെക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐൻസ്റ്റീനെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ ഓർത്തുകൊണ്ട്. സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റാണ്. ഇത് തന്നെയാണ് വിവേകാനന്ദൻ മറ്റു പല വരികളിലും പറഞ്ഞിട്ടുള്ളത്. അതായത് മതമില്ലാത്ത ശാസ്ത്രം, അല്ലെങ്കിൽ ആത്മീയത, മതം എന്ന വാക്ക് നമുക്ക് വിടാം, ആത്മീയത, അന്വേഷണപരത എന്നൊക്കെ എടുക്കാം. സയൻസ് വിത്തൗട്ട് സ്പിരിച്വാലിറ്റി ഈസ് ലെയിം ആൻഡ് സ്പിരിച്വാലിറ്റി വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്.
അപ്പോൾ ഇവർ രണ്ടും ഒരുമിച്ച് ചേരുന്ന, യുക്തിയോടുള്ള ഭക്തിയും റാഷണലിസവും സ്പിരിച്വലിസവും ഒരുമിച്ച് ചേരുന്ന, രണ്ടും മനുഷ്യന്റെ നന്മയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ചിന്തയിലേക്ക് യുക്തിവാദികളും നിരീശ്വരവാദികളും വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് ചൂഷണത്തെ എതിർത്ത് സത്യസന്ധതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ആകണം. അതിന് ഇത്തരം ചർച്ചകൾ ഗുണം ചെയ്യട്ടെ. അത്തരം സമന്വയത്തിലാർന്ന, അത്തരം ബാലൻസ്ഡ് വ്യൂ പോയിന്റ്, എക്സ്ട്രീംസിലേക്ക് പോകാതെ അല്ലെങ്കിൽ പരസ്പരം സ്കോർ ചെയ്യാൻ, കരിവാരിത്തേക്കാൻ നോക്കാതെ ബാലൻസ്ഡ് ആയ വ്യൂ പോയിന്റ്സ്, അതാണ് നമ്മുടെ രാജ്യത്തിന് കുറവുള്ളത്. അത് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തും. താങ്ക് യു രാഹുൽ ഈശ്വർ ആൻഡ് ഡോക്ടർ അരുൺ. ഞാൻ ആദ്യം പറഞ്ഞ 8 പോയിന്റുകളെ കുറിച്ചുള്ള ഒരു വിസ്താരമാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാൻ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞു. മതവിശ്വാസികൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യം, അവർക്ക് ഉന്നതമായിട്ടുള്ള മൂല്യബോധമുണ്ട്, ധാർമ്മികതയുണ്ടെന്ന്. നിങ്ങൾക്കറിയാം, മതങ്ങൾ ആഘോഷിക്കുന്ന കഥകളിൽ പലതും മനുഷ്യന്റെ മൂല്യബോധത്തെ ചോദ്യം ചെയ്യുന്നവയും അതിനെ പരിഹസിക്കുന്നവയാണ്. ബൈബിളിലൊക്കെ അതുപോലെ തന്നെ ഖുറാനിലും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആഘോഷിക്കുന്ന ഒരു കഥയാണ്. ഒരു പിതാവ് സ്വന്തം ദൈവപ്രീതിക്ക് വേണ്ടി, ദൈവത്തിൽ നിന്ന് തനിക്ക് പ്രീതി കിട്ടാനായിട്ട് സ്വന്തം മകനെ കൊണ്ടുപോയി ഒരു പർവ്വതത്തിന്റെ മേളിൽ കൊണ്ടുപോയി തലവെട്ടുക എന്നുള്ളത്. അത് ഒരു ഭക്തന്റെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളൊരു മകനാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഇതേപോലെ ഒരു മലയുടെ മേളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും നിങ്ങളുടെ തല വെട്ടിയിട്ട് അദ്ദേഹത്തിന് പ്രീതി നേടാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ള ചോദ്യമുണ്ട്. യഥാർത്ഥ ബലി എന്ന് പറയുന്നത് സ്വയം നശിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം ബലി കൊടുക്കുകയാണ്. അല്ല സ്വന്തം മകനെയോ മകളെയോ നാത്തൂനെയോ ഒന്നും വെട്ടിയല്ല അത് ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല, പലപ്പോഴും മതത്തിന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ സ്യൂഡോ മൊറാലിറ്റിയും പലപ്പോഴും വളരെ ഹൊറിബിളുമാണ്. ഇപ്പൊ പരശുരാമനോട് അദ്ദേഹത്തിന്റെ പിതാവ് ആവശ്യപ്പെടുന്നത് സ്വന്തം അമ്മയുടെ കഴുത്ത് വെട്ടാനാണ്. അത് അദ്ദേഹം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ആഘോഷിക്കുന്നതിലൂടെ, കഥകളെ ആഘോഷിക്കുന്നതിലൂടെ ഈ മതവിശ്വാസികൾക്ക് മതത്തിൽ നിന്ന് കിട്ടുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സഹജമായ മൊറാലിറ്റിക്ക് വിരുദ്ധമായവയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ച് പോകാത്തതെന്നുള്ള ചോദ്യമുണ്ട്. അത് നമുക്ക് മാനവികതയിലൂടെ, മനുഷ്യൻ എന്നുള്ള ഒരു സ്പീഷീസ്, അവന് സ്വന്തമായ ഒരു മൊറാലിറ്റി, മാൻ ഈസ് എസെൻഷ്യലി മോറൽ, ഹീസ് ബോൺ മോറൽ. അവന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും അവന്റെ പരിണാമപരമായിട്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കണം. അത് വെറുതെ കിട്ടിയ സാധനമൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ സത്യം ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നത്, സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെ, കരുണ ഉണ്ടാകുന്നത്, ഇതിനെല്ലാം പരിണാമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളുണ്ട്. പക്ഷെ മതം പലപ്പോഴും ഇതിന് വിരുദ്ധമായിട്ടുള്ള മാനവിക സന്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ മതവിശ്വാസത്തിന് വലിയ പങ്ക് ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നോക്കുക, ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രീയ പ്രശ്നത്തിന്റെ അടിസ്ഥാനം മതമാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് കാശ്മീരിലെ പ്രശ്നം അല്ലെങ്കിൽ ജെറൂസലേമിലെ പ്രശ്നം. എന്തുകൊണ്ടാണ് ജെറൂസലേമിലെ പ്രശ്നം ഒരു വ്രണമായി എപ്പോഴും പൊട്ടിയൊലിക്കുന്നത്? വിട്ടുവീഴ്ച ചെയ്യാത്ത ക്ലോസ് മൈൻഡഡ് ആയിട്ടുള്ള റിലീജിയസ് വ്യൂസ് ആണ്. അവരെല്ലാം ഒരു പുസ്തകവുമായി പറഞ്ഞവരാണ്. ഒരു പുസ്തകത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ വളരെ അപകടകാരിയായിട്ടാണ് വിലയിരുത്തേണ്ടത്. എന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ല, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നില്ല. ജെറുസലേം ആയാലും കാശ്മീർ ആയാലും, ഇപ്പൊ കൂട്ടക്കൊലകളുടെ കാര്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മതമാണ് ലോകത്തെ ഏറ്റവും വലിയ കൊലയാളി. മതം കൊല തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അത് പ്രത്യക്ഷമായി, കുരിശുയുദ്ധങ്ങളൊക്കെ പ്രത്യക്ഷമാണ്. പരോക്ഷമായി എത്രയോ കൊലകൾ നടക്കുന്നു. ഈവൻ ഓണർ കില്ലിംഗ് എന്ന് പറയുന്നത്, സ്വന്തം മകൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു സ്ത്രീ, അവർക്ക് എന്തെങ്കിലും മാനഹാനി വന്നു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിന് വേണ്ടി കൊന്നുകളയുക എന്ന് പറയുന്ന പല സിസ്റ്റംസും നിലവിലുള്ള മതങ്ങളുണ്ട്. ഓണർ കില്ലിംഗ്. അപ്പൊ ഇതൊക്കെ പരോക്ഷമായിട്ടുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ മക്കയിൽ പോയി ചവിട്ടുകൊണ്ട് മരിക്കുക, ശൗര്യയിലെ പോയി ചവിട്ടുകൊണ്ട് മരിക്കുക, ഇത് അടിസ്ഥാനപരമായി മതം തന്നെ കൊല്ലുന്നതാണ്. ഇത് യുദ്ധങ്ങൾ ആവശ്യമോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ മതം പ്രത്യക്ഷമായും പരോക്ഷമായും വളരെയേറെ കൊല്ലുന്നുണ്ട്. പിന്നെ ഡോഗ്മാസ്, ഓഫ് കോഴ്സ്, മതാത്മകമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഈ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ മതാത്മകമായിട്ടുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾ മനുഷ്യനെ ചിന്തിക്കുന്നതിൽ നിന്ന് തടയുകയും അവനെ എന്താണ് പറയുക, ഒരു ബക്രീദിനൊക്കെ നമ്മൾ കാളയൊക്കെ അടിച്ചുകൊണ്ട് പോയി ഇറക്കുന്നത് പോലെ കൂട്ടം കൂടാൻ, അത് ട്രൈബൽ ഫീലിങ്സിലേക്ക്, നമ്മൾ എന്തിൽ നിന്നാണോ മോചിതമായ ആ ഫീലിങ്സിലേക്ക് നമ്മളെ തള്ളിവിടുന്നുണ്ട്. അതും കൊല്ലുന്നുണ്ട്. പക്ഷേ മതത്തിന്റെ മുന്നിൽ അത് ഒന്നുമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്നാലോചിച്ചാൽ ലാദനിൽ നിന്ന് അല്ലെങ്കിൽ തടിയന്റെ ഇവിടെ നസീറിൽ നിന്ന് അവന്റെ മതവിശ്വാസം മാറ്റിക്കഴിഞ്ഞാൽ അവരൊരു പക്ഷേ നല്ല മനുഷ്യരായിരിക്കും. എന്തിനാണ് ഈ മുഹമ്മദ് അത്തയടക്കമുള്ള ആൾക്കാർ ഈ 9/11 ഈ വിമാനങ്ങൾ കൊണ്ടുവന്ന് അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് നേരെ പായിച്ചത്? അവരൊരു സ്വർഗം മുന്നിൽ കാണുന്നുണ്ട്, അവിടെ ചെന്നുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് അവരുടെ കഥാപുസ്തകത്തിലുള്ളതാണ്. ഈ സാധനം മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊരുപക്ഷെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും. അപ്പം മതം മനുഷ്യനെ എന്തുമാത്രം ഭ്രാന്തനാക്കുന്നു, അവന് വിശ്വാസമല്ല കൊടുക്കുന്നു, അവന്റെ മസ്തിഷ്കത്തിലെ കളങ്കിതമാക്കുകയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇനി ശാസ്ത്രം, മതം എല്ലാ കാലത്തും ശാസ്ത്രവിരുദ്ധമായിട്ടുണ്ട്. ഇന്ത്യയിൽ അടിസ്ഥാനപരമായ ഒരു മതം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം.
ഇന്ത്യയിൽ പലപ്പോഴും ഉണ്ടായിരുന്നത് നമുക്കറിയാം, ഒരു കാസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്. അതിന് ഒരു സെമറ്റിക് മതം എന്ന് പറയുന്ന ഒരു സെമറ്റിക് കൺസെപ്റ്റാണ് ബേസിക്കലി. ഇന്ത്യയിൽ ഒരു മതമാക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങിയത് സെമറ്റിക് മതങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സിന്ധു നദിയുടെ അപ്പുറം ജീവിക്കുന്ന ആൾക്കാരെ പേർഷ്യക്കാർ വിളിച്ചിരുന്നതാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മതമാക്കാനായിട്ടുള്ള ശ്രമം ഇറ്റ്സ് ആക്ച്വലി റിലീജിയൻ ഇൻ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മതമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇങ്ങനെ ഒരു കൂട്ടർ, ആ കൂട്ടർ, ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിൽ ഒരു ഫത്വ ഓറിയന്റഡ് റിലീജിയൻ അല്ല ഹിന്ദുമതം. എല്ലാവരും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം ഹിന്ദുമതത്തിനില്ല. അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിനെതിരെയൊക്കെ അങ്ങനെ വാളെടുക്കാൻ കഴിയാത്തത്. പക്ഷേ ഇന്ത്യൻ്റെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നോക്കുക, വരാഹമീരനെ അല്ലെങ്കിൽ ആര്യഭട്ടനെയൊക്കെ ശരിക്കും ഒരുപാട് തിളക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹത്തിന് പോലും ഈ ബ്രാഹ്മണ മേധാവിത്വത്തിന് വേണ്ടി സ്വന്തം അഭിപ്രായങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. വരാഹമീരൻ ഗ്രഹണത്തിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ചന്ദ്രന്റെ നിഴലിനെ കുറിച്ചും ചന്ദ്രന്റെ വ്യാസത്തെക്കുറിച്ചും ഒക്കെ കണക്ക് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു രാഹുവും കേതുവാണ് ഇത് വിഴുങ്ങുന്നതെന്ന്. കാര്യം എന്താണ്? രാഹുവും കേതുവും വിഴുങ്ങിയെങ്കിൽ മാത്രമേ ബ്രാഹ്മണർ പറയുന്ന കഥ ശരിയാവുള്ളൂ. അപ്പം സത്യം അറിഞ്ഞിട്ട് പോലും അത് മതത്തിന് വേണ്ടി ബലികഴിക്കേണ്ടി വന്ന ശാസ്ത്രജ്ഞന്മാരാണ് ബ്രഹ്മഗുപ്തൻ, വരാഹമീരൻ. ആര്യഭട്ടനൊക്കെ അവസാനം ജ്യോതിഷത്തിന് അനുകൂലമല്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആര്യഭട്ടനെയൊക്കെ ബ്രഹ്മഗുപ്തനൊക്കെ വളരെ മോശമായ ഭാഷയിൽ ഭർസിക്കുന്നുണ്ട്. അപ്പം മതം എപ്പോഴും അടിസ്ഥാനപരമായ ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രവും മതവുമായിട്ട് ഒരു എന്താ പറയുക അനുരഞ്ജനം വേണമെന്ന് ആവശ്യപ്പെടുന്നവർ എല്ലായ്പ്പോഴും അവർ മതവിശ്വാസികളാണ്. കാര്യം മതത്തിന്റെ ശാസ്ത്രം വേണം, ശാസ്ത്രത്തിന് മതം ഒരു ബാധ്യതയാണ്. അതാണ് അടിസ്ഥാനമായിട്ടുള്ളത്. ഇനി വേദന സഹിക്കാനും ആശ്വാസത്തിനും പ്രാർത്ഥനകൾ സഹായിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഒന്ന് ആലോചിക്കുക, പലപ്പോഴും നിങ്ങളെ ഒരു വ്യാജമായിട്ട് ഒരു കള്ളനോട്ട് കയ്യിലിരിക്കുന്നവൻ്റെ ആത്മവിശ്വാസം, അവൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 രൂപയുടെ കള്ളനോട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ 1000 രൂപ ഉണ്ട് എന്നാണ്. പക്ഷെ അത് മാറാൻ ചെല്ലുമ്പോഴാണ് നിങ്ങൾ അതിന്റെ ഫലം അറിയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വ്യാജ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഭാര്യ സുചരിതയാണ് എന്നുള്ള വിശ്വാസം ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ സത്യം അറിയുമ്പോൾ നിങ്ങൾക്കത് വിരുദ്ധമായിട്ടുള്ള ഒരു അനുഭവം നൽകിയെന്നിരിക്കാം. കാരണം ഒരു സത്യമല്ലാത്ത വ്യാജമായിട്ടുള്ള ഒരു ക്യാൻസർ രോഗി മരിക്കാൻ കിടക്കുന്ന ആളുടെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ രക്ഷപ്പെടുക, എല്ലാം റെഡിയായി കഴിഞ്ഞു, പക്ഷെ ടെർമിനൽ ക്യാൻസർ ആണ്. അത് തെറ്റായ ഒരു സന്ദേശമാണ്. കാര്യം ഇത്തരത്തിലുള്ള വ്യാജമായ വിശ്വാസങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് മനുഷ്യൻ എന്താണ് സംഭവിക്കുക? അവന് യാഥാർത്ഥ്യത്തെ, ഇപ്പോൾ പ്ലാസിബോ എന്ന് പറയുന്ന സാധനം തന്നെ ആ രോഗം ചികിത്സിക്കപ്പെടാതിരിക്കുകയാണ്. നമ്മൾ യാഥാർത്ഥ്യത്തെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഒരു പ്രതീതി കിട്ടുകയാണ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു, യഥാർത്ഥത്തിൽ നിങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമ്മുടെ സമൂഹത്തിന്റെ ആതുരതയുടെ അടിസ്ഥാന കാരണമാണിത്. ഇപ്പോൾ മദർ തെരേസയുടെ ആശ്രമത്തിൽ ഹോസ്പിറ്റൽ പോലെ അവർ നടത്തിയിരുന്ന വെറും തറയിൽ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ആതുരാലയത്തിൽ പല രോഗികളും വേദന സംഹാരികൾ മാത്രമാണ്, ശരിക്കും മരുന്നുകൾ കൊടുക്കില്ല. ക്രിസ്ത്യൻസ് മിഷണറി പ്രസിഡന്റിൽ എഴുതിയിട്ടുണ്ട്. അവരിൽ പലരും വേദന കൊണ്ട് വളയുമ്പോൾ മദർ തെരേസ പറയുമായിരുന്നു, ഈ വേദന എന്ന് പറയുന്നത് പ്രഭുവിന്റെ ചുംബനങ്ങളാണ്. അതുകൊണ്ട് ഓരോ തവണ വേദന വരുമ്പോഴും നിങ്ങൾ ആലോചിക്കുക പ്രഭു നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ ഇത് വളരെയധികം വിറ്റുപോയെങ്കിൽ ഒരിക്കലും രോഗി ചോദിച്ചായിട്ട് കിച്ചൻസ് എഴുതുന്നുണ്ട്, പ്രിയപ്പെട്ട മദർ, എന്നെ ചുംബിക്കുന്നത് നിർത്താൻ നിങ്ങളുടെ പ്രഭുവിനോട് ഒന്ന് ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള മായികമായിട്ടുള്ള അബദ്ധധാരണകളിലേക്ക് വ്യക്തിയെ കൊണ്ടുപോവുകയും അവനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് മതവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം. ഇനി പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇപ്പോൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ആശ്വാസം കിട്ടുന്നു, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിങ്കൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പലപ്പോഴും സൈബർ ലോകത്തൊക്കെ തമാശയായിട്ട് പറയുന്നത് ഒരു പാരഡി ദൈവമാണ്. ഞാൻ പറയുന്നു, ദൈവം ആരാണ്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ കഥ, എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഇപ്പോൾ ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലോട്ട് മാറിയാലും പ്രശ്നമില്ല, നിങ്ങൾ ആ മതം പഴയ ദൈവം ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഏതൊരു പ്രാർത്ഥന നടത്തിയാലും അതിന് 5 ഫലങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവും. ജോലിക്കയറ്റം, പണം, സന്തോഷം, കല്യാണം, ഇങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ടാവും. കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ നീളുന്ന ആവശ്യങ്ങൾ, ഒരു ഡിമാൻഡ് ലിസ്റ്റ്, ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും. ഈ വിഷ് ലിസ്റ്റുമായിട്ട് നിങ്ങളൊരു പൊങ്കാല ഇട്ടെന്നിരിക്കട്ടെ, ചിട്ടി അടിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ ഈ വിഷ് ലിസ്റ്റിൽ കുറേ എണ്ണം ഫുള്ളി പോസിറ്റീവ് ആയിരിക്കും, നടന്നിരിക്കും. കുറേ എണ്ണം പാർഷ്യലി പോസിറ്റീവ് ആയിരിക്കും, കുറച്ച് നടക്കുന്നതായിട്ട് തോന്നും. കുറേ എണ്ണം ന്യൂട്രൽ ആയിരിക്കും, എന്ന് വെച്ചാൽ നടക്കുകയില്ല, അതിനകത്ത് യാതൊരു മാറ്റമില്ല. ചിലത് പാർഷ്യലി നെഗറ്റീവ് ആയിരിക്കും, കാര്യം വെച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു അതിന് വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. ചിലത് ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വർഷം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിട്ടി അടിക്കും. സഹജവും സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. ഈ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു കൈ മുറിഞ്ഞ ഒരു മനുഷ്യന്റെ കൈ വളരണം എന്ന് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ ഒരു വർഷം മുഴുവൻ, ആ കൈ വളരില്ല. പക്ഷെ അതൊരു പല്ലിക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ സാധിക്കും. കാരണം പല്ലിയുടെ മെക്കാനിസത്തിൽ ഈ സാധനം ഉണ്ട്, വളരുക എന്നുള്ള സാധനം ഉണ്ട്.
അതിൻ്റെ സഹജമായിട്ടുള്ള പ്രോഗ്രാമാണത്. മനുഷ്യൻ അങ്ങനെയല്ല. സഹജവും സാധ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ ഈ 5 കാര്യങ്ങൾ നടക്കണം, 5 രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളൊരു കുട്ടയെ നോക്കി ദിവസവും ഇതേ കണക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും മുഴുവൻ നടക്കും. ചിലത് ഭാഗികമായി നടക്കും, ചിലത് നടക്കില്ല, ചിലത് വിരുദ്ധമായിട്ട് നടക്കും, ചിലത് പൂർണ്ണ വിരുദ്ധമായിട്ട് നടക്കും. ഇത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ലായ്മയാണ്. നിങ്ങൾക്കൊരിക്കലും ഇപ്പോൾ പ്രാർത്ഥിച്ച് പറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പല പോട്ടെ പോലെയുള്ള ദാനകേന്ദ്രങ്ങൾ എന്താണ് ശാസ്ത്രവിരുദ്ധമെന്ന് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ പലരും ആളുകൾ ചെല്ലുമ്പോൾ രോഗം നുള്ളിയെടുക്കാറുണ്ട്, പ്രാർത്ഥിച്ച് മാറ്റാറുണ്ട്. ഈ രോഗികളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇത്രയധികം കൊടിയ രോഗങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റുന്ന വിശ്വാസ ചികിത്സ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആൾക്കാരല്ല, അപ്പോൾ ബ്രദർ ദിനകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 4 ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. അയാൾ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം നക്കിയെടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്രയധികം രോഗങ്ങൾ ഇവിടെ മാറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള പോപ്പ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ, കാത്തലിക്സിന്റെ ഏറ്റവും വലിയ തമ്പുരാനായ പോപ്പ് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സ്വന്തം ജോലി പോലും കളഞ്ഞിട്ട് പോയത്. അദ്ദേഹം ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഇവിടെ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് രോഗം മാറ്റി കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഈ രോഗം മാറ്റി കൊടുക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വ്യാജ പ്രതീതിയാണ്. ഇതൊരു ആശ്വാസമല്ല, യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റിക്കലാണ്. ഇറ്റ്സ് ആക്ച്വലി ചീറ്റിംഗ്, ആക്ച്വലി ഫൂളിംഗ് ആൻഡ് ചീറ്റിംഗ്. ഈ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതെങ്ങനെയാണ് അത് ആശ്വാസമായി മാറുക? ഇനി പ്രാർത്ഥന അടിസ്ഥാനപരമായി, അല്ലെ ദൈവം അല്ലെങ്കിൽ മതം പറയുന്ന പ്രാർത്ഥന അടിസ്ഥാനപരമായി ദൈവനിഷേധം കൂടിയാണ്. കാര്യം ഏതൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം അനുസരിച്ച് ദൈവമാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾക്ക് തരുന്ന ഓരോ കിട്ടുന്ന കാര്യങ്ങളും ദൈവമാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒരു മൂക്ക് ഒരു ചപ്പ മൂക്കാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ ആകാൻ ആഗ്രഹിച്ചു എന്നാണ്, അവൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് തേർഡ് റാങ്ക് ആണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ 3rd ക്ലാസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ അവന്റെ പദ്ധതിയാണ്. കുട്ടികൾ ഉണ്ടെങ്കിൽ പദ്ധതിയാണ്. നിങ്ങളുടെ ഭാര്യ വഴക്കാളിയാണെങ്കിൽ അവന്റെ പദ്ധതിയാണ്. അവനൊരു പദ്ധതി ഉണ്ട് എന്നാണ് വിശ്വാസി കരുതേണ്ടത്. പക്ഷെ അവനെന്താണ് ചെയ്യുന്നത്? ഈ പദ്ധതി അവന് സ്വീകാര്യമല്ല, അവന് സ്വാർത്ഥത. എന്റെ മൂക്ക് ഇങ്ങനെ പോരാ, എനിക്ക് മാർക്ക് ഇത് പോരാ, എനിക്ക് കുട്ടി ഇത് പോരാ, അവന്റെ മാർക്ക് ഇത് പോരാ, എനിക്ക് പണം ഇത് പോരാ, എന്റെ അയൽക്കാരൻ മാറണം. ഇവൻ ദൈവത്തിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി എ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ വെരി വിൽ ഓഫ് ഗോഡ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിനും അല്ലെങ്കിൽ ദൈവചിന്തയ്ക്കും എതിരാണ് എന്നുള്ളതാണ് മറ്റൊരു രസം. ദൈവത്തെ അംഗീകരിക്കുകയാണെങ്കിൽ എന്താണ്? അവൻ തരുന്നത് വാങ്ങുക. ഇപ്പോൾ KS ചിത്രയെ പോലെയുള്ള ഒരു അനുഗ്രഹീത ഗായിക, അവരുടെ ഒരു കുട്ടി മരിച്ചു. അത് വളരെ വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. നമ്മൾ വളരെ ദുഃഖം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അവർ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതേ കണക്കൊരു ടീച്ചർ 65ാമത്തെ വയസ്സിൽ അവർക്കൊരു കുട്ടി ഉണ്ടായി, അതും ബക്കറ്റിൽ മറിഞ്ഞു മരിച്ചു. അതൊക്കെ ഞെട്ടലോളെ നമ്മൾ കാണുന്ന കാര്യം. അവർ റിലീജിയസ് ആയതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചു, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു സാധ്യത. അപ്പോൾ ശബരിമലയിൽ പോകുന്ന ആൾക്കാരെല്ലാം വണ്ടി ഇടിച്ച് മരിക്കുന്നില്ല. ചോറ്റാനിക്കര ഊണ് കഴിഞ്ഞിട്ട് വരുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു എന്ന് പറയുന്നത് ശബരിമല പോയതുകൊണ്ടോ ചോറ്റാനിക്കര പോയതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് റെക്ലെസ് ഡ്രൈവിംഗ് ആണ്. അല്ലെങ്കിൽ നേരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ വരുന്ന ഫലമാണ്. അതൊരു യുക്തിബോധം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കാര്യഗൗരവം ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അത് മതത്തിന്റെ പ്രശ്നമല്ല. ഇപ്പൊ ചിത്ര എന്താണ് പറഞ്ഞത്? ചിത്ര നേരെ ചൊവ്വ എന്നുള്ളൊരു പരിപാടിയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് അതെ അവർ പറഞ്ഞ ഇതാണ്, ഞാനിനി പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല, വരാനുള്ളതൊക്കെ വരട്ടെ എന്ന് പറയുന്നത് മതവിരുദ്ധമാണ്. വരാനുള്ളത് ഒരു വിധിവിശ്വാസമാണ്. ഈ വിധിവിശ്വാസം എന്ന് പറയുന്ന സാധനവും മതവിശ്വാസവുമായിട്ട് അടിസ്ഥാനപരമായി താത്വികമായി പൊരുത്തപ്പെടില്ല. നിങ്ങളുടെ വിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. പലപ്പോഴും ഹിന്ദുമതത്തിലെ വിശ്വാസം അനുസരിച്ച് മുൻജന്മത്തിലെ പാവങ്ങളാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് പുണ്യങ്ങളാണ് നിങ്ങളുടെ ഈ ജന്മം നിർവചിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ നോക്കുക, നാസ്തികരുടെ കാര്യം നോക്കുക. നാസ്തികർ ഒരുപക്ഷെ ദൈവം പണ്ട് പലപ്പോഴും ഒരു കഥയുണ്ട്, കുരിപ്പയുടെ ഒരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. ദൈവത്തോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പണ്ടൊരു നാസ്തികനായിരുന്നു, പക്ഷേ ഈ മനുഷ്യരെ മനസ്സിലായതിനു ശേഷം ഞാൻ എൻ്റെ അടവ് മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ നാസ്തികനായിരിക്കുക എന്ന് പറയുന്നത് വലിയ ഗുണമുള്ള കാര്യമല്ല. അപ്പം ഞാനും പണ്ടേ നാസ്തികനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എങ്ങനെയാണോ നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്, അതേ അനുസരിച്ച് ജീവിക്കുന്ന ഏക വിഭാഗം, ഞാൻ വെറുതെ തമാശയായിട്ട് പറയാണ്, നാസ്തികരാണ്. കാര്യം ദൈവം അവർക്കൊരു കാര്യം കൊടുക്കുന്നു, അവർ പറയുന്നു ഓക്കെ ദൈവമേ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ദൈവം അവർക്ക് 3rd റാങ്ക് കൊടുക്കുന്നു, മതി 3rd റാങ്ക് മതി. നമ്മൾ പ്രാർത്ഥിച്ച് ശല്യപ്പെടുത്തുന്നില്ല, പ്രാർത്ഥന പുകകളെടുത്ത് ഉയർത്തിക്കൊണ്ട് ഈ ദൈവത്തെ ഇങ്ങനെ പുകച്ച് ചാടിക്കാനൊന്നും പോകുന്നില്ല. ദൈവത്തിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങൾ ശിരസാ വഹിക്കുകയും ചെയ്യുന്നവരല്ലേ നാസ്തികരും. മതവിശ്വാസി യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ ദൈവത്തിന്റെ ഓരോ തീരുമാനവും ചോദ്യം ചെയ്യുന്നുണ്ട്. എനിക്കിത് പോരാ, എനിക്കിത് മാറിക്കിട്ടണം,
അപ്പം മതവിശ്വാസം എന്ന് പറയുന്നത് അവരെന്താണോ പറയുന്നത് അതിന് വിരുദ്ധമാണ്. ഇനി മതവിശ്വാസത്തിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? വിശ്വാസം ആശ്വാസമോ എന്നുള്ള ചോദ്യത്തിൽ ഇപ്പോ ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും എന്താണ് സാധാരണ ഇതിൽ ചെയ്യുക? സാധാരണഗതിയിൽ ഒരു വിശ്വാസി ചെയ്യുക പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു അഭൗമികമായിട്ടുള്ള ഒരു ശക്തിയോ ഒരു അതീത ശക്തിയോ ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാമാണ് അവർ ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾ, അയാൾ താൻ പാതി ദൈവം പാതി എന്നുള്ള ഒരു തിയറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, പ്രാർത്ഥനയും വേണം അധ്വാനവും വേണം എന്നാണെങ്കിൽ ചില പറയാനുണ്ട് താൻ പാതി ദൈവം പാതി, നമ്മൾ ₹1 ഇടുക ദൈവം ₹1 ഇടുക മൊത്തം ₹1 എന്നുള്ള ഒരു തിയറി ആണല്ലോ മൊത്തത്തിൽ അവിടെ വരുന്നത്. ₹2 ഇല്ല, കാണാനില്ല. അപ്പോൾ ആരും പകുതി പഠിച്ചിട്ട് പോകാറില്ല, പകുതി എഴുതി വെച്ചിട്ട് ഇറങ്ങി വരാറുമില്ല, മൊത്തം എഴുതും. എന്നിട്ട് എന്താ സംഭവിക്കുക? ആനയെ വരയ്ക്കാനാണ് ചോദ്യമെങ്കിൽ വിശ്വാസി ഒരു ആനയെ വരച്ചു വെക്കും, അവിശ്വാസി ഒരു ആനയെ വരച്ചു വെക്കും. പക്ഷെ വിശ്വാസി ആനയെ നന്നായിട്ട് വരച്ചു വെച്ചിട്ട് അതിന്റെ അവസാനം ഒരു കൂനയും കൂടെ വരച്ചു വെക്കും. എന്നിട്ട് പറയും ഈ കൂനയെ വരച്ചു വെച്ചതുകൊണ്ടാണ് എനിക്ക് ആനയ്ക്ക് മാർക്ക് കിട്ടിയത്. പക്ഷെ ആനയെ വരച്ചില്ലേ മാർക്ക് കിട്ടില്ല, കൂനയെ വരയ്ക്കാതാണ് മറ്റേ മാർക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു അമിത അധ്വാനം കൂടിയാണ്. അമിത അധ്വാനം എപ്പോഴും നമ്മളുടെ ആശ്വാസത്തെയും നമ്മളുടെ ബാലൻസിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന കൊണ്ടുവരുന്ന ആശ്വാസം എന്ന് പറയുന്നത് ഒരു അമിത അധ്വാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ല. സ്വയം വിശ്വാസം ഇല്ലാത്ത ആൾ എന്ത് ചെയ്യും? ഇപ്പോൾ ജ്യോതിഷം തന്നെ അനുബന്ധ വിശ്വാസമാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ ജ്യോതിഷിയുടെ തിണ്ണയിലേക്ക് നിറങ്ങുന്ന അല്ലെങ്കിൽ രാവിലെ ഓടിക്കേറുന്ന ഒരാൾ അവൻ അതിൻ്റെ അടിമയായി മാറുകയാണ്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവൻ മെല്ലെ മെല്ലെ വാസ്തുവിലേക്കും വാസ്തുവിൽ നിന്ന് മറ്റനുബന്ധ വിശ്വാസങ്ങളിലേക്കും വീഴുകയാണ് ചെയ്യുന്നത്. അതിലെ മദ്യപാനി കണക്കാണ്. ഒരു ഐറ്റം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഐറ്റം അടിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും. പലപ്പോഴും വിശ്വാസികളുടെ ചില ആൾക്കാർ ഒരു ദൈവത്തെ പ്രാർത്ഥിച്ച് പല പല ദൈവങ്ങളിലേക്ക് പരന്നൊഴുകാറുണ്ട്. ബഹുദൈവ വിശ്വാസികൾ. എനിക്കറിയില്ല രാഹുലിന്റെ കാര്യം. നമ്മുടെ ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ബോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ബോൾ എടുത്തിട്ട് അദ്ദേഹം കുരിശ് വരയ്ക്കുകയും ഓടാൻ നേരം അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു എന്താണ് പറയുന്ന ഒരു സൂഫി വര്യനെ മനസ്സിൽ കരുതുകയും അവസാനം എറിയാൻ പോകുമ്പോൾ ശിവനെ എന്ന് പറഞ്ഞ ഒറ്റ എറിയുകയും ചെയ്യും. അവസാനം പന്ത് ഗാലറി കിടക്കുകയും ചെയ്യുന്നത് കാണാം. ഇത് നമ്മുടെ ആസക്തിയുടെ, ഞാൻ ഇന്നലെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭൗതികമായ ആസക്തിയാണ് ഭക്തി. അവിടെ ഭൗതികത മാത്രമേ ഉള്ളൂ. ഒരു ഭക്തനും അല്ലെങ്കിൽ ഒരു വിശ്വാസിയും അടിസ്ഥാനപരമായിട്ട് ഭൗതികതയ്ക്കപ്പുറം പോകുന്നില്ല. അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ കൃഷ്ണൻ പോലും ഗീതയിൽ പറയുന്നുണ്ട്, അർജുനൻ്റെയൊക്കെ പറഞ്ഞു, നീ രാജ്യം ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് രാജാവാകാം, മണ്ണ് ആസ്വദിക്കാം, അല്ലെ രാജ്യം ആസ്വദിക്കാം, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാം എന്നാണ് പറയുന്നത്. അതായത് മരിച്ചാൽ കൊന്നാൽ മണ്ണ്, കൊല്ലപ്പെട്ടാൽ സ്വർഗം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗം എന്നുള്ള കൺസെപ്റ്റ് ഹിന്ദു മതത്തിനും അന്യമല്ല. ഇനി ഇസ്ലാം മതത്തിന് അറിയാം, നമ്മൾ ഹൂറിമാരുടെയും മറ്റു കാര്യങ്ങളും ക്രിസ്ത്യാനിറ്റിക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്വർഗ്ഗജീവിതം എന്ന് പറഞ്ഞാൽ അനശ്വരമായ ജീവിതമാണ്, അത് വലിയ മഹത്തായ ജീവിതമാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാണ് പുണ്യം പിടിക്കാൻ നടക്കുന്നത്. പലരും ഇങ്ങനെ മഹാഭാരതവും രാമായണവും വായനയൊക്കെ കേൾക്കുന്ന എന്താണ്, ചെവിയിലൊരു എരപ്പായിരിക്കും. എന്തിനാ കേൾക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ പുണ്യമാണ്. ഈ പുണ്യം വെച്ചുകൊണ്ട് നമ്മൾ പോയിന്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്ത് പോകാമെന്നുള്ളതാണ് സാധാരണ മനുഷ്യന്റെ വിശ്വാസം. അത് തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം? ഇങ്ങനെ കഴിയുന്ന ആൾക്കാർ, അതായത് വിശ്വാസം എന്ന് പറയുന്നത് തങ്ങൾക്ക് വലിയധികം മുൻതൂക്കം നൽകുന്ന കാര്യമാണെന്നും ഈ ജീവിതം നശ്വരമാണെന്നും ഈ ജീവിതം കഴിഞ്ഞ് വലിയൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെ മരിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും, അവർ പറയും, നീ മരിക്കാൻ പോവില്ലേ, നീ സ്വർഗത്ത് പോകാൻ പോവാണ്, നീ അനശ്വരനാവാൻ പോവാണ്, നിന്നെ ആ പ്രഭു വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, അല്ല എനിക്ക് ആശുപത്രി പോകണം, എനിക്ക് ഈ സാധനം മതി, ഈ ചവറ സാധനം മതി. വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കാര്യത്തിൽ പോലും അവൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. ശബരിമലയിൽ സുധാകരൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഈ പണം എണ്ണുന്നവർ അടിവസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണം കടത്തും എന്നുള്ള ഇതായിരുന്നു. അത് സുധാകരൻ അത് നിർത്തി എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതൊരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയിലുള്ള വിശ്വാസമാണിത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഉദ്ദേശിച്ചത് വിശ്വാസം ആശ്വാസം കൊണ്ടുവരികയല്ല, മറിച്ച് അതൊരു കപടമായിട്ടുള്ള ന്യായം. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ വിശ്വസിക്കുകയും അനശ്വരതയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രഭുവിന്റെ പാദങ്ങളിലേക്ക് ഞാനിതാ വരുന്നു എന്ന് ഞാൻ 3ാം ക്ലാസ്സിലായിരുന്നപ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു, മോനെ ചോറ് കളഞ്ഞ ദൈവം ശിക്ഷിക്കും. വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനൊരു ദൈവമേ ഇല്ല. പിന്നെ 3ാം ക്ലാസ്സിലെ കുട്ടിയെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവം ഇരിക്കുകയല്ലേ. ആ അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ സമ്മാദമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടൊരു നിരീശ്വരവാദിയാണ്. 3ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏകദേശം 8 വയസ്സുള്ളൊരു പയ്യനെ ശിക്ഷിക്കുന്ന ഒരു ദൈവവും ഈ ലോകത്തില്ല.
പക്ഷേ അത് ഒരമ്മ കുട്ടിയോട് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. ആ പ്രായത്തിലെ കുട്ടിയോട് ചോറ് കളയരുതെന്നും, അല്ലെങ്കിൽ ചോറ് കളഞ്ഞാൽ നീ നരകത്തിൽ പോകുന്നു പറയുന്നത് അമ്മ നരകം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അമ്മ ദൈവം കണ്ടുകൊണ്ടോ ഒന്നുമല്ല. അതിനൊരു സിംബോളിക് എത്തിക്കൽ കോഡ് മാത്രമാണ്. അപ്പോൾ അത്തരം ലെവലിൽ നിന്ന് ദൈവത്തെ വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം അത്തരം ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിലെ ആർഗ്യുമെന്റ്, രാവണന് 10 തലയുണ്ടോ? 10 തലയുള്ള ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല, അതുകൊണ്ട് രാമായണം ഇല്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു നിരീശ്വരവാദി, അങ്ങനെ പലപ്പോഴും നമ്മുടെ ലൈഫിലെ സ്റ്റേസ് നോക്കിയാൽ മതി. ആദ്യം നമ്മൾ പഠിച്ചു വെച്ച വിശ്വാസം, ചിലപ്പോൾ നിരീശ്വരവാദമായിരിക്കും, വിശ്വാസമായിരിക്കും, അത് ഒരുപാട് കാലം നമ്മൾ കൊണ്ടു കിടക്കും. പിന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങും. ഈശ്വര വിശ്വാസം ഞാൻ ഒരു കാലത്ത് മോർ ടു നിരീശ്വരവാദി സൈഡായിരുന്നു. നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങും, നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, ഉറക്കെ സംസാരിച്ചു തുടങ്ങും, എവിടെ ദൈവം ഉണ്ടെങ്കിൽ വരട്ടെ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് നമുക്കൊരു എത്തീസ്റ്റ് ഫേസ് ഉണ്ടാവും. അല്ലെങ്കിൽ എത്തീസ്റ്റ് ആണ് മുമ്പെങ്കിൽ വീണ്ടും ഒരു വിശ്വാസിയുടെ ഫേസ് ഉണ്ടാവും, പിന്നീട് ഒരു അന്വേഷകൻ്റെ ഫേസ് ഉണ്ടാവും. അങ്ങനെ ഒരിക്കൽ നിരീശ്വരവാദിയായിരുന്ന ഒരാൾ പെട്ടെന്ന് വിശ്വാസിയായി, പണ്ടത്തെ പ്രത്യയശാസ്ത്രമൊക്കെ ഉപയോഗിച്ച് വിശ്വാസിയായി. അപ്പം അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അയ്യപ്പനാണ്. ശബരിമലയ്ക്ക് മാലയിട്ടാൽ പിന്നെ എല്ലാം അയ്യപ്പനാണ്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പ് അയ്യപ്പനാണ്. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ എല്ലാം നത്തിങ് ബട്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സൂര്യ ചുറ്റുമാണ്. അപ്പോൾ ഒരു ഗുരുസ്വാമി മാലയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പം ഗുരുസ്വാമി മാല ഇട്ട് പുള്ളി എല്ലാം അയ്യപ്പനാണ്, എല്ലാത്തിലും ദൈവമാണ്. അതാണല്ലോ ഈ മതങ്ങളെല്ലാം പറയുന്നത്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ വഴിയിലൊരു ആന, ഭ്രാന്തെടുത്തൊരു ആന മതം പൊട്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരിക. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പേടിക്കുന്നത് എന്തിനാ? ആനയും അയ്യപ്പനാണ്, ഞാനും അയ്യപ്പനാണ്, ആനയും ദൈവമാണ്, ഞാനും ദൈവമാണ്, നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അതാണല്ലോ പരബ്രഹ്മവും ഞാനും ഒന്നാണ് എന്ന് പറയുന്നു. പുള്ളി യാതൊരു പേടിയില്ല, കൂടെ പോയി. അപ്പോൾ സൈഡിൽ വരുന്ന പാപ്പാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, മാറ് ആനയ്ക്ക് ഭ്രാന്തെടുത്ത് വരികയാണ്, മതം എടുത്ത് വരികയാണ്, പലരെയും ആക്രമിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് ഫിലോസഫി അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഈ ബ്രഹ്മജ്ഞാനം കുറവായതുകൊണ്ടാണ്. കാര്യം ആനയിലും അയ്യപ്പനാണ്, എന്നിലും അയ്യപ്പനാണ്. അപ്പോൾ ഇയാൾ വിചാരിച്ച് ഇയാളുടെ പേര് അയ്യപ്പനാണ്. അപ്പോൾ സ്വാമി അയ്യപ്പനായിരിക്കും മാറും, പക്ഷേ ആനയ്ക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ മാറെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇല്ലല്ല, അത് ഞാനൊരു ആത്മീയതയുടെ ഔന്നത്യമായ തലത്തിൽ എത്തിയ വ്യക്തിയാണ്, പണ്ട് യുക്തിവാദിയായിരുന്നു, ഇപ്പോൾ ആത്മീയവാദിയായി, അതുകൊണ്ട് രണ്ടും എനിക്കറിയാം, നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുള്ളി ഫ്രണ്ടിലോട്ട് പോയി. പക്ഷേ ആനയ്ക്ക് പുള്ളി അയ്യപ്പനാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ആന ഇദ്ദേഹത്തെ തുമ്പിക്കയിൽ ചുഴറ്റിയെടുത്ത് താഴെ അടിച്ചിട്ട് ആന വീണ്ടും ഓടിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ 2 കൈയും 2 കാലും ഒടിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം കൈയും കാലും ഒടിഞ്ഞാലല്ല, മുമ്പൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു, അത് പറ്റിച്ചു, ഇപ്പം ദൈവവിശ്വാസിയായി, അതും പറ്റിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് മാല ഇട്ട് കൊടുത്ത സ്വാമി ആ വഴി വന്നു. അപ്പം സ്വാമിയോട് ചോദിച്ചു, സ്വാമി എന്താ സ്വാമി ഇങ്ങനെ, ഈ ആന അയ്യപ്പൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? നിങ്ങളല്ലേ പറയുന്നത് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട്, നീ ആന ദൈവം അല്ലെങ്കിൽ ആന അയ്യപ്പൻ, ആന ബ്രഹ്മം, എന്താ ഈ അയ്യപ്പനോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ മാലയിട്ട സ്വാമി പറഞ്ഞു, അത് ഈ ആന അയ്യപ്പൻ്റെ പുറകിലൊരു പാപ്പാൻ അയ്യപ്പൻ ഓടി വരുന്നുണ്ടായിരുന്നല്ലോ, ഈ പാപ്പാൻ അയ്യപ്പൻ പലവട്ടം മാറാൻ പറഞ്ഞതല്ലേ, ആ പാപ്പാൻ അയ്യപ്പൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് നമ്മുടെ അയ്യപ്പന് ഇത് പറ്റിയത്. അപ്പോൾ വ്യാവഹാരിക തലത്തിലെ സത്യങ്ങളും വേൾഡ്ലി തലത്തിലെ സത്യങ്ങളും പാരമാർത്ഥിക തലത്തിലെ സത്യങ്ങളും, അത് ശങ്കരാചാര്യർ എടുത്തു പറയുന്നുണ്ട്. എത്ര കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നതെന്നറിയോ? പാരമാർത്ഥിക ലെവൽ വേറെ, വ്യാവഹാരിക ലെവൽ വേറെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എന്നല്ല വ്യാവഹാരിക ലെവലിൻ്റെ അർത്ഥം, റിയലിസ്റ്റിക് വേൾഡ്ലി ലെവൽ എന്നുള്ളതാണ്. ഇപ്പോൾ യേശുദേവൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മഹാവീരൻ പറയുന്നത് അഹിംസോ പരമോ ധർമ്മ എന്നാണ്. അഹിംസയാണ് ഏറ്റവും വലിയ ധർമ്മം. ഗാന്ധിജിയും പറയുന്നത് അതാണ്. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണമെന്നാണ് യേശുദേവന്റെ സന്ദേശത്തിൽ ഗാന്ധിജി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്മൽ അമീർ കസബ് തോക്കും ബോംബുമായി നിൽക്കുമ്പോൾ നിന്നെ ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തും, നിന്നെ ഞാൻ അഹിംസ വെച്ച് കീഴ്പ്പെടുത്തുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? താത്വികമായി പറഞ്ഞാൽ അതെ, അജ്മൽ അമീർ കസബിനെ അവിടെ ആയുധം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തണം, അവരെ വിടുന്ന ആൾക്കാരെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഴിയുന്നത്ര സമാധാനത്തിലൂടെ പോകണമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്ന അത്തരം കാര്യങ്ങൾ എടുത്ത് ഏറ്റവും ഹയർ ലെവലിൽ കൊണ്ടുപോയി ഫിലോസോഫിക്കൽ ഡിബേറ്റിലേക്ക് കൊണ്ടുവരുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടിയെ ദൈവം ശിക്ഷിക്കുമെന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒരു കുട്ടിയെ ദൈവം ശിക്ഷിക്കില്ല, അങ്ങനെ ഒരു ദൈവവും ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നിരീശ്വരവാദിയാണ്. പക്ഷേ അതല്ല അവിടുത്തെ ദൈവത്തിൻ്റെ സങ്കല്പം. കൃത്യമായി അത് പോയിന്റ് ഔട്ട് ചെയ്താൽ 4 ലെവൽസ് ഉണ്ട് എന്ന് പറയാം. ദൈവവിശ്വാസത്തെ നമുക്ക് 4 തിരിക്കാം. ഇനി സീരിയസ് ഒരു ചർച്ചയിലേക്ക് വരാം. ആധുനിക മനഃശാസ്ത്രജ്ഞനായ കാൾ ഗുസ്താവ് യുങ്, ഫ്രോയിഡിൻ്റെ ഒക്കെ പിന്തുടർന്നു വരുന്ന അദ്ദേഹം പേഴ്സണാലിറ്റി ടൈപ്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനെ വിളിക്കുന്ന പേര് FACE, ഫാക്ട്, ആക്ഷൻ, കോൺസെപ്റ്റ്, ഇമോഷൻ. 4 തരത്തിൽ ആൾക്കാരെ വിഭജിക്കാമെന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ബേസിസ് ഒരുപാടുണ്ട്, സമയക്കുറവ് കാരണം ഞാൻ പോകുന്നില്ല. ചില ആൾക്കാർ ഫാക്ട് ഓറിയൻറ്റഡ് ആയിരിക്കും, വസ്തുതകളെ ഇഷ്ടപ്പെടുന്ന, സ്റ്റാറ്റിസ്റ്റിക്സിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഫാക്ട് ഓഫ് ദി മാറ്റർ ആൾക്കാരായിരിക്കും ചില ആൾക്കാർ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഞങ്ങളൊക്കെ ഇത് കോർപ്പറേറ്റിലും കമ്പനികളിലും കേരള സ്റ്റേറ്റിന് വേണ്ടി പ്രോഗ്രാം എടുക്കുന്നതിലൊക്കെ ഞങ്ങൾ കോളേജ് ടീച്ചർമാർക്കൊക്കെ എടുക്കാറുള്ളത്. സാറിന് അറിയാം, അസാപ്പ് പോലത്തുള്ള പരിപാടികൾ ഞങ്ങൾ എടുക്കാറുള്ളതാണ്. ചില ആൾക്കാർ ഫാക്ട് ഓറിയൻറ്റഡ് ആയിരിക്കും, ചില ആൾക്കാർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, ചില ആൾക്കാർ കോൺസെപ്റ്റ്, സങ്കല്പം ഓറിയൻറ്റഡ് ആയിരിക്കും, ചില ആൾക്കാർ ഇമോഷൻ ഓറിയൻറ്റഡ്
ഓറിയന്റഡ് ആയിരിക്കും. ഇതാ വിവേകാനന്ദൻ ഇന്ത്യൻ ഫിലോസഫിയെ 4 ഡിവൈഡ് ചെയ്തിട്ട് പറയുന്നത്. ചില 4 പാതകൾ എല്ലാ മതങ്ങളിലും കാണാം. ചിലത് കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ആക്ഷൻ, ചാരിറ്റി, മാനവസേവ, മാധവസേവ, മദർ തെരേസയുടെ പാത, അല്ലെങ്കിൽ ബാലഗംഗാധരന്റെ പാത, ഗാന്ധിജിയുടെ പാത. ചില ആൾക്കാർ കർമ്മത്തിന് ഓറിയന്റേഷൻ കൂടുതലായിരിക്കും. ചില ആൾക്കാർ, അതായത് ആക്ഷൻ, കർമ്മം ആക്ഷൻ ഓറിയന്റഡ്. ചില ആൾക്കാർ ഫാക്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ ജ്ഞാനയോഗമായിരിക്കും. അതാണ് ശങ്കരാചാര്യരെ പോലുള്ളവർ, വിവേകാനന്ദനെ പോലുള്ളവർ. ചില ആൾക്കാർ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ കുറച്ച് ഇൻട്രോവേർട്ടിഷ് ആയുള്ള രാജയോഗ, ധ്യാനയോഗത്തിലായിരിക്കും ഇവർക്ക് കൂടുതൽ ഓറിയന്റേഷൻ ഉള്ളത്. ചില ആൾക്കാർ ഇമോഷൻ ഓറിയന്റഡ് ആയിരിക്കും. അവരാണ് ഈ ഭക്തിയോഗം വരുന്നത്, ഭജനകൾ വരുന്നത്. ഈ ഭക്തിയോഗത്തിന്റെ പാതയിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് കാണുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിവേകാനന്ദന്റെ ലെവലിൽ നല്ല പലപ്പോഴും നോക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം, നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കൂ. ഏറ്റവും വലിയ ഭക്തിയോഗയുടെ പാതയിലൂടെ പോയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാണ് ഏറ്റവും വലിയ ജ്ഞാനയോഗത്തിന്റെ പാതയിലൂടെ പോയ വിവേകാനന്ദൻ. രാമകൃഷ്ണ പരമഹംസർ ഒരു പ്രസംഗത്തിന് വന്നാലോ ഡിബേറ്റിന് വന്നാലോ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ വിവേകാനന്ദനെ പോലും അദ്ദേഹത്തിന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ജ്ഞാനയോഗത്തിന്റെ പാതയിൽ, എസ്പെഷ്യലി സാറൊക്കെ നമ്മുടെ ഡിവിഷൻ അനുസരിച്ച് അദ്ദേഹം അംഗീകരിക്കില്ലായിരിക്കാം, പക്ഷേ ഈ ഫിലോസഫിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് അവരെല്ലാം ഫാക്ട് ഓറിയന്റഡ് ആണ്. അത് ഹാർഡ് ഫാക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്കുകൾ, ഫാക്ട്, ഈ രീതിയിൽ വേണം എന്ന് പഠിക്കുന്നവരാണ്. അതൊരു നല്ല പാതയാണ്. ഇന്ത്യയിൽ അത്ര ആൾക്കാർ കുറവാണ്. അത്ര ആൾക്കാർ വളർന്നു വരണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് വിവേകാനന്ദൻ ധാർഷ്ട്യത്തോടെ, നമ്മളെല്ലാം കാവിയിട്ട സന്യാസി ഒരാളെ കണ്ടാൽ ആദ്യം ആദരിക്കുകയും മാറി ഇന്ന് തലകുത്തി വീഴുകയും ചെയ്യുന്നതിന് പകരം വിവേകാനന്ദൻ ആദ്യം ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ച അഹങ്കാരത്തോടുള്ള ചോദ്യം, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം കണ്ടിട്ടുണ്ടെന്നാണ്. വിവേകാനന്ദൻ പിന്നീട് പറയുന്നുണ്ട്, അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഇനി യാതൊരു റീസൺസും എനിക്ക് തന്നില്ല, പക്ഷേ ഹിസ് കൺവിക്ഷൻ ടച്ച്ഡ് മീ. ഒരിക്കലും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പുസ്തകം വായിച്ചറിയാൻ എനിക്ക് വലിയ ആദരവാണ്, അതൊന്നും ഇല്ലെന്നല്ല, പക്ഷേ അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു ഭക്തിയോഗയുടെ പാത സഞ്ചരിച്ച വ്യക്തിയാണ്. വിവേകാനന്ദനെ ഒരിക്കലും ഇന്റലക്ച്വലി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പോയ പാത വേറെയാണ്. വിവേകാനന്ദൻ അതിനെ കൃത്യമായി ക്രോഡീകരിച്ചിട്ടുണ്ട്. ജ്ഞാനയോഗത്തിന്റെ പാതയിൽ പോകുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലത്ത് നിരീശ്വരവാദി ആയിരിക്കും, ആവാതെ പോകാൻ കഴിയില്ല. കാര്യം അതൊരു ഗിവൺ കൺക്ലൂഷനാണ്. ഇപ്പോൾ സാഖ്യയോഗ, ഇന്ത്യൻ ഫിലോസഫിയിലെ സാഖ്യ, കൃഷ്ണൻ പറയുന്നത് യോഗിമാരിൽ ഞാൻ കപിലനാണ്, അല്ലെങ്കിൽ സാഖ്യ ഫിലോസഫി ഉള്ള സാഖ്യ ഫിലോസഫി ഈസ് നിയർലി എത്തിയിസ്റ്റിക്. ബൗദ്ധധർമ്മം ഈസ് നിയർലി എത്തിയിസ്റ്റിക്. അഗ്നോസ്റ്റിക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എത്തിയിസ്റ്റ് എന്ന് വിളിക്കാം. അതിനെക്കുറിച്ച് നിലപാട് വേണ്ട എന്ന് കരുതുന്നവരാണ്. അല്ലെങ്കിൽ ശങ്കരാചാര്യർ പോലും, ഏറ്റവും വലിയ ഫിലോസഫർ എന്ന് വിശ്വാസികൾ പറയുന്ന ശങ്കരാചാര്യർ പോലും ഫൈനൽ സ്റ്റേജ് പറയുന്നത് ബ്രഹ്മൻ പ്ലസ് മായ ഈസ് ഈക്വൽ ടു ഗോഡ് എന്നാണ്. ഈ ദൈവം എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന കാര്യം മായയുടെ ഭാഗം മാത്രമാണ്. അത് ഒരു ലെവൽ കഴിഞ്ഞാൽ അതൊരു ബിയോണ്ട് ആവും, അല്ലെങ്കിൽ ട്രാൻസെൻഡന്റ് ആവും. ഗോഡ് എന്ന പേര് പോലും അദ്ദേഹം വിളിക്കുന്നില്ല. ഈശ്വര എന്നാണ് ഈ പേഴ്സണൽ ഗോഡിന് ഇന്ത്യൻ ഫിലോസഫി വിളിക്കുന്നത്. ബ്രഹ്മൻ എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലാഹു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറയുന്നത് പോലെ നോൺ പേഴ്സണലായ ഒരു തോഹീദെന്നോ തത്വമസി എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലുള്ളതാണ്. എല്ലാ മതങ്ങളിലും ഈ വ്യത്യസ്ത സ്ട്രാൻഡ് കാണാം. ഇതിലൊരു ഫാനറ്റിക് ഡിവിഷൻ ഉണ്ടായേക്കാം. ഹൈന്ദവ സമൂഹത്തിൽ തീവ്രസുരക്കാരില്ലേ? ഒരു ഒസാമ ബിൻ ലാദൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈശ്വരവിശ്വാസം വെച്ച് നമുക്ക് മൗലാന അബ്ദുൽ കലാം ആസാദിനെ അളക്കാൻ കഴിയുമോ? ഒരു തടിയേണ്ടവിടെ നസീർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അബ്ദുൽ കലാം ജനിച്ച മതത്തിലെ എല്ലാവരും മോശക്കാരാന്ന് പറയാൻ കഴിയുമോ? ഭാരതത്തിന് ഒരുപാട് സംഭാവന ചെയ്ത ഒരുപാട് പേര് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടില്ലേ? ആരെങ്കിലും 1-2 പേര് തീവ്രവാദികളോ വർഗീയവാദികളോ ആയി എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസം മുഴുവൻ മോശമാണെന്ന് പറയുന്നത് എന്താ അർത്ഥം? നമ്മുടെ IB-യുടെ ചീഫായ അൻസിഫ് ഇബ്രാഹിം അടക്കമുള്ള ആൾക്കാർ ഈ രാജ്യത്തിന് വേണ്ടി തികച്ചും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ? നമ്മുടെ സ്വാതന്ത്ര്യ സമരം എടുത്തു നോക്കൂ. കുഞ്ഞാലി മരക്കാരുടെയൊക്കെ ചരിത്രമുള്ള നമ്മുടെ ഈ നാട് 1-2 പേർക്ക്, അല്ലെങ്കിൽ അജ്മൽ അറബി ക്ലാസബിൻ്റെ ഒരു നാർക്കോ അനാലിസിസ് കണ്ടു. അവന് 19 വയസ്സുള്ള പയ്യനാണ്. അവന് സ്വർഗത്തിൽ ചെന്നാൽ കന്യാകുമാരിയെ കിട്ടുമെന്ന്. അല്ലെങ്കിൽ 9 വയസ്സുള്ള ഒരു അഫ്ഗാനിസ്ഥാനിലെ ഒരു പയ്യനെ ഇൻ്റർവ്യൂ ചെയ്തപ്പം പറഞ്ഞു, അവനോട് ചോദിച്ചു എന്തിനാണ് നീ ബോംബിട്ട് നടക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ജന്നത്തിൽ ചെന്നാൽ ബിരിയാണി കിട്ടും. ആ വിഷമമാണ് അതിൽ തോന്നുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ സമാനമായ എല്ലാ മതങ്ങളിലും ഫാനറ്റിക്സ് ഉണ്ടായേക്കാം. അവരുടെ 1-2 ചിതറിയ തെറ്റായ ചിന്ത കൊണ്ട് ഒരു വിശ്വാസ സമൂഹത്തിലെ ആൾക്കാർ മുഴുവൻ മോശമാണെന്ന് പറയുന്നതിൽ എന്താ ന്യായം? അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രത്യയശാസ്ത്രത്തിലും എല്ലാ ഐഡിയോളജിയിലും ഇതുപോലെ തലതെറിച്ച അല്ലെങ്കിൽ എക്സ്പ്ലോഷനിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം മതങ്ങൾ ഒരുപാട് ആൾക്കാരെ കൊന്നുവെന്ന് പറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മതങ്ങളാണോ കൂടുതൽ കൊന്നത്, പ്രത്യയശാസ്ത്രമാണോ കൂടുതൽ കൊന്നത്? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗ്രേറ്റ് ലീഫ് അവാർഡ് നടത്തിയതാരാ? സ്റ്റാലിൻ കൂട്ടക്കൊല ചെയ്തോ? ഹിറ്റ്ലർ മതത്തിൻ്റെ പേരിലാണോ, വംശത്തിൻ്റെ പേരിലായിരുന്നു കൊന്നത്? പ്രത്യയശാസ്ത്രത്തിൻ്റെ പേര് മരിച്ചിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം നല്ലതാണ്, ഇത് ചീത്തയായ വളരെ മോശമാണ്. അതാണ് ഈ പ്രത്യയശാസ്ത്രം, മതം പോലുള്ള കാര്യങ്ങളുടെ പ്രധാന പ്രശ്നം. അപ്പോൾ പിന്നെ 2 വളരെ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിനൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കഥ എടുക്കാം. പരശുരാമൻ സ്വന്തം അമ്മയെ കൊന്നില്ലേ? ഇതല്ലേ ഒരു കറക്റ്റ് പ്രൊപ്പഗാൻഡയുടെ സ്വഭാവം? ഹാഫ് ട്രൂത്ത് മാത്രം പറയുക. ആ കഥ പൂർണ്ണമായിട്ട് എങ്ങനെയാ? പരശുരാമന്റെ അജ്ഞനായ ജമദഗ്നി മഹർഷി പറഞ്ഞു, രേണുകെ തല വെട്ടണമെന്ന്. വെട്ടുവാൻ ആയുധം ഓങ്ങി നിൽക്കുന്ന പുത്രന്റെ മുമ്പിൽ കുനിഞ്ഞ ശിരസുമായ നമ്മുടെ കവിതയൊക്കെയുണ്ട്. അതിനുശേഷം പരശുരാമൻ പറയുന്നത് എന്താ? അപ്പം മോനെ, ഞാൻ നിന്നിൽ സംപ്രീതനായി പറഞ്ഞപ്പോൾ അവരുടെ ജീവൻ തിരിച്ചു വേണമെന്ന്. അപ്പം ആ ഭാഗം അങ്ങ് കട്ടിയിട്ട് സ്വന്തം അമ്മയെ കൊന്നില്ലേ എന്ന് പറയുന്നതിൽ എന്താ? അതൊരു സിംബോളിക് കഥയല്ലേ? അല്ലാതെ ഒരാൾ വെട്ടിക്കഴിഞ്ഞാൽ ജീവൻ തിരിച്ചു വരുമെന്നാണോ അർത്ഥം?
അപ്പോൾ ഇതാണ് പ്രശ്നം. ഞാൻ ചെറിയ പ്രായത്തിൽ ഒരുപാട് ചോദിക്കുക, ഈ ഹനുമാൻ കുരങ്ങനല്ലേ, ഹനുമാൻ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? ഞാൻ അറിയുന്ന കുരങ്ങന്മാരൊന്നും സൂല് സംസാരിക്കാറില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ ആരും എനിക്ക് മറുപടി തന്നിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഈ മതവിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ പലപ്പോഴും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവർ വളരെ വീക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജ്ഞാനയോഗത്തിൻ്റെ പാതയിൽ, യുക്തിവാദത്തിൻ്റെ പാതയിൽ പോകുന്നവർ കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. മാർക്കണ്ഡേയ കഡ്ജു, പ്രത്യേകിച്ച് ഇടത് ചാഞ്ഞ് നിൽക്കുന്ന ഒരു ജഡ്ജാണ്, വളരെ സെക്കുലർ നമ്മൾ വിശ്വസിക്കുന്ന സുപ്രീം കോടതി ജഡ്ജാണ്. അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വാനരന്മാർ എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരല്ല. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ് ഒരു ഷെഡ്യൂൾ ട്രൈബ് കാസ്റ്റ് കേസിലെ. വാനരന്മാർ എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരെന്നല്ല, വാനരൻ അഥവാ വനനരൻ, ഫോറസ്റ്റ് മാൻ. ഇന്ത്യയിലെ പഴയ ഫോറസ്റ്റ് ട്രൈബ്സ് ആണത്. അന്നത്തെ കാലത്തെ പിക്ചറൈസേഷൻ വെച്ച് അവരെ കുരങ്ങന്മാരും ചെയ്തതാണ്. അത് അവരോട് ചെയ്ത തെറ്റാണ്, ഒരു കാരണവശാലും ചെയ്യരുത്. അത് ഈ കാലാന്തരത്തിലുള്ള പിക്ചറൈസേഷൻ അങ്ങനെയാണ്. ഇപ്പോൾ രാമായണൻ സാറിൻ്റെ രാമായണം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. യുദ്ധമൊക്കെ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി രാവണൻ്റെ കൂടെയുള്ള എല്ലാവരും കപ്പടാമീശക്കാർ, രാമൻ്റെ കൂടെ വരുന്നവരെല്ലാം ക്ലീൻ ഷേവ്ഡ് നമ്മൾ കണ്ടു കാണും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർപ്പിക് അയ്യപ്പൻ, മറ്റേ ചാനലിൽ വരുന്ന ഹാർപ്പിക്ക് സ്പോൺസർ ചെയ്യുന്ന അയ്യപ്പൻ്റെ പരിപാടിയുണ്ട്. അതിലെ തമാശ എന്ന് പറഞ്ഞാൽ, ഇത് ഈ റാണിയായിട്ട് അഭിനയിക്കുന്ന വളരെ പ്രസിദ്ധയായ ഒരു നടിയാണ്. അപ്പോൾ അവരെ മോശക്കാരിയായി കാണിക്കാൻ കഴിയില്ല. ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ കേട്ടത് രാജ്ഞി അയ്യപ്പനെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ്. പക്ഷേ ഇപ്പോൾ ആ സീരിയൽ കാണിക്കുന്ന എന്താ അറിയോ, മന്ത്രി മാത്രം ഗൂഢാലോചന നടത്തിയെന്നായി. കാര്യം രാജ്ഞിയെ മോശമായി കാണിക്കാൻ പറ്റില്ല. നാളെ മന്ത്രിയായിട്ട് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ വല്ലതും മന്ത്രിന്നെങ്കിൽ വേറൊരു കഥയാവും. മന്ത്രിയല്ല, സ്വന്തമായിട്ട് അയ്യപ്പൻ ഗൂഢാലോചന നടത്തി വെളിയിലായെന്നാവും. അതൊക്കെ കാലാന്തരത്തിലെ പിക്ചറൈസേഷൻ മാത്രമാണ്. അതിൻ്റെ ഫിക്ഷൻ, എല്ലാ മതത്തിനും ഒരു ഫിക്ഷണൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഫിലോസോഫിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഫാക്ച്വൽ ആസ്പെക്റ്റ് ഉണ്ട്. അതിലെ ഫാക്റ്റ് എടുത്തിട്ട്, ഫിലോസഫി എടുത്ത് അതിൻ്റെ ഫിക്ഷനെ കഴിയുന്നത്ര പ്യൂരിഫൈ ചെയ്യുകയും അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. അതിൽ പലതും അതിശയോക്തിയാണ്, അത് പലതും വാമൊഴിയായിട്ട് വന്നതാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് നടന്നത്? എത്രയോ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് നടക്കുമ്പോൾ, ഇപ്പം നമ്മുടെ ഇന്നത്തെ കാലം, നമ്മുടെ നാട്ടിൽ നമ്മുടെ പിണറായി വിജയൻ്റെയോ നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ വേറെ കോൺഗ്രസിലെ വലിയ നേതാക്കളുടെയൊക്കെ സൈഡിൽ ഈ സിംഹത്തിൻ്റെയും പുലിയുടെയൊക്കെ ഷേപ്പൊക്കെ വെച്ചിരിക്കും. നരേന്ദ്രമോദി ഗർജിക്കുന്നു, പിണറായി വിജയൻ്റെ സിംഹഗർജനം, സുകുമാർ റീകോഡിൻ്റെ സാഗര ഗർജനവും എന്നൊക്കെ. ഒരു 100 വർഷം കഴിഞ്ഞിരുന്ന പിള്ളേരോട് നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ സിംഹത്തെ പോലെ ഇരുന്നു എന്നൊക്കെ ചോദിച്ചാൽ, അതൊരു യൂസേജ് മാത്രമാണ്, ഒരു മെറ്റഫർ മാത്രമാണ്, ഒരു ഭാഷയുടെ പ്രയോഗം മാത്രമാണ്. അതുകൊണ്ടാണ് ഹനുമാൻ ചാടിക്കടന്ന് പോയി എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇന്ന് മുഹമ്മദ്ജിയോട് പറഞ്ഞു, മുഹമ്മദ്ജി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പറന്നാണ് വന്നത്. കാര്യം രാത്രി 10:30 11 മണിക്കാണ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ശിവരാത്രി പരിപാടി കഴിഞ്ഞ് ശ്രീ രവിശങ്കറോടൊപ്പം. ഇവിടെ 16 മണിക്കൂർ എടുക്കേണ്ടത് ഞാൻ തന്നെ ഓടിച്ച് നമ്മുടെ ഡ്രൈവറിനെ സൈഡിൽ കിടത്തി ഞാൻ പറന്നാണ് എത്തിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആകാശത്തൂടെ പറന്നു എന്നൊന്നുമല്ല, പകരം വളരെ വേഗത്തിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ യൂസേജിൻ്റെ പേരിൽ മാത്രം മതചിഹ്നങ്ങളെയും മതത്തിൻ്റെ കഥകളെയും അതിൻ്റെ ഫിലോസഫി മനസ്സിലാക്കാതെ വിമർശിച്ചാൽ ഒരുപാട് സ്പേസ് വിമർശിക്കാൻ കിട്ടുമെന്നല്ലാതെ അതിന് അർത്ഥമില്ല. ഇപ്പോൾ ഏറ്റവും വലിയ പണ്ഡിതൻ നമ്മുടെ ഹോമോസെക്ഷുവാലിറ്റി ഡിബേറ്റ് പറയുകയുണ്ടായി. ഇന്ത്യ ഭയങ്കര ഈ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം അതാണ്, ഈ ഒരുപാട് ബ്രോഡായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഭയങ്കര ഫോർവേഡായിരുന്നു ഇവർ പണ്ടേ. അതുകൊണ്ടല്ലേ ശിവനും വിഷ്ണു കല്യാണം കഴിച്ച് അയ്യപ്പനുണ്ടായത്. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് ഹരി ഹരസുധൻ. അപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ചാനൽ ചർച്ചയൊക്കെ ഇരുന്നു NDTVയിലും CNIBയിലും ഒക്കെ. ഈ പറഞ്ഞത് വലിയൊരാളാണ്, പുള്ളിയെ തള്ളി പറയാനും പറ്റില്ല, ഇത് ശരിയാണെന്ന് പറയാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ്, പക്ഷേ അതൊരു ബയോളജിക്കൽ ട്രൂത്ത് അല്ല, ഒരു ഫിലോസോഫിക്കൽ ട്രൂത്താണ്. ഒരു കാലത്ത് ശൈവരെന്നും വൈഷ്ണവരും എന്ന പേരിൽ ഈ നാട്ടിലെ ജനവിഭാഗം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു 950 AD 1050 കാലഘട്ടങ്ങളിൽ മണികണ്ഠൻ എന്ന് പറയുന്നൊരു വ്യക്തി, ദൈവമൊന്നുമല്ല, ഒരു വ്യക്തി, മനുഷ്യനായ അവതാരമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന മണികണ്ഠൻ ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചു. അയ്യനെയും അപ്പനെയും ഒന്നിപ്പിച്ചു. അയ്യ എന്ന് പറഞ്ഞാൽ പഴയ ഭാഷയിലെ വിഷ്ണു സൂചകം, അപ്പ എന്ന് പറഞ്ഞാൽ ശിവസൂചകം. അങ്ങനെ ഇവരെ യോജിപ്പിച്ചുകൊണ്ടാണ് ഹരി ഹരസുധൻ, അയ്യപ്പൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ 2 ആണുങ്ങൾ കല്യാണം കഴിച്ചാൽ, പോട്ടെ ഹോമോസെക്ഷുവാലിറ്റി അംഗീകരിച്ചു എന്ന് ഇരിക്കട്ടെ, 2 ആണുങ്ങൾ കല്യാണം കഴിച്ചാൽ കുട്ടി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ കാടടച്ചുള്ളൊരു വ്യാഖ്യാനവും വെടിവെപ്പ് മാത്രമാണ്. അപ്പോൾ ഇതിനൊരു ഫിലോസോഫിക്കൽ ട്രൂത്ത് ഉണ്ട്. ആ ഫിലോസോഫിക്കൽ ട്രൂത്തിനെ കാണാതെ 2 ആണുങ്ങൾ കല്യാണം കഴിച്ചാൽ കുട്ടിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇതെല്ലാം വെറുതെയാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിന് ഈ 3ാം ക്ലാസ്സിലെ കുട്ടിയെ തള്ളി പറയുന്ന കാര്യം മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് ഇപ്പം 2 മതപരമായ വിഷയമാണ് കാശ്മീർ എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്. കാശ്മീരിലെ 3.5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളാണ് കാശ്മീരിൽ നിന്ന് വെളിയായത്. ഒരു മതത്തിൻ്റെയും ഭാഗമായിട്ടല്ല, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ തീവ്രവാദ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ മതത്തെ ദുരുപയോഗം ചെയ്തതാണ്. അതിനെ കാശ്മീരിലെ മുസ്ലിങ്ങളുടെ തലയിൽ അവിടുത്തെ പണ്ഡിറ്റുകളുടെ പലായനം കെട്ടിവെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിന് മതപരമായ ചിഹ്നങ്ങൾ, ചായ്വുകൾ കാണാം, പക്ഷേ വ്യക്തമായൊരു തീവ്രവാദ അജണ്ടയുടെ ഭാഗമായിട്ട് ഇന്ത്യ കണ്ട, കഴിഞ്ഞ 50 വർഷത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടപ്പലായനം, എക്സോഡസ് എന്നൊന്ന് BBC പോലും വിശേഷിപ്പിക്കുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ, 3.5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് പുറത്താക്കി. അതൊക്കെ ഒരു മതത്തിന്റെ പ്രശ്നം മാത്രമെന്ന് പറഞ്ഞു, അതൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ പട്ടാളം അവിടെ ഇറങ്ങിയത്, ഇന്നും 10,000 ജവാന്മാരെ അവിടെ ബലിയഴിച്ചത് ഒരു മതത്തിനും വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തെ ഏത് സമൂഹമാണെങ്കിലും അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള
ബാധ്യത നമുക്കുണ്ടെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എല്ലാ മതത്തിൻ്റെ തലയിൽ എങ്ങനെ കെട്ടിയേപ്പിച്ച് അദ്ദേഹം ഇന്ത്യയിൽ നടന്ന നല്ല കാര്യങ്ങളെല്ലാം പറയുന്നത് ശ്രദ്ധിച്ചോന്നറിയാം. നല്ല കാര്യങ്ങളെല്ലാം എടുത്ത് പറയുമ്പോൾ അതൊന്നും മതമില്ലായിരുന്നു, ഇതൊരു പ്രത്യേക സ്ട്രക്ചർ മാത്രമായിരുന്നു എന്ന് പറയും. പക്ഷേ ചീത്ത കാര്യങ്ങളെല്ലാം വരുമ്പോൾ പറയും ആര്യഭട്ടനെ മതം ദ്രോഹിച്ചു, രാമീറിനെ മതം ദ്രോഹിച്ചു. അപ്പോൾ ഈ എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, മതത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതിലെ നല്ല കാര്യങ്ങളെല്ലാം അതിൻ്റെ ക്രെഡിറ്റ് അല്ല എന്നും ചീത്ത കാര്യങ്ങളെല്ലാം അതിൻ്റെ മാത്രം ദോഷമാണെന്നും പറയാതെ ഇതിന് നന്മയുണ്ട്, ഇതിന് തിന്മയുണ്ട്, ഇതിന് പരിഹരിക്കേണ്ട കാര്യമുണ്ട്, ഇതിനില്ലാത്ത കാര്യമുണ്ട് എന്ന് കരുതുന്നൊരു ചിന്താ സരണിയല്ലേ നമുക്ക് വേണ്ടത്. രണ്ട്, ഈ എല്ലാ വിഭാഗത്തിലും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, രാഷ്ട്രീയ എല്ലാ വിഭാഗത്തിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷയ്ക്കൊന്നും ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ആളല്ല. എന്നിരുന്നാൽ പോലും എല്ലാ വിശ്വാസികൾക്കും അവരുടേതായൊരു വിശ്വാസം. നമ്മൾ ഹിന്ദി പറയും ദവാ ഹോ ഗയി അബ് ദുവാ കി സറൂരത്ത് ഹൈ. ദവ അതായത് മെഡിസിൻ ആയി കഴിഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ദുവായുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതീതമായൊരു ശക്തിയെ അല്ലെങ്കിൽ അതീതമെന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കല്പത്തെ പ്രാർത്ഥിക്കുകയും അതിലൂടെ വരികയും ചെയ്യണമെന്നുള്ളതാണ്. ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ധർമ്മം ഉണ്ടായിരുന്നു, മതമുണ്ടായിരുന്നു. ആ മതത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. അത് തന്ന പോസിറ്റീവ്സിൻ്റെ പല കാര്യങ്ങളുമാണ് ഇന്നത്തെ യോഗ, ഇന്നത്തെ ധ്യാനം, ഇന്ന് നമ്മൾ കാണുന്ന ആയുർവേദം അടക്കമുള്ള കാര്യങ്ങൾ. അത് നമുക്ക് തന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് സതി, നമ്മുടെ ജാതീയത. അപ്പം ഇതിനെ സമഗ്രമായി കാണാതെ ഇല്ല എന്ന് പറഞ്ഞ് ഒരു മനഃപൂർവ്വം ഒന്നോ രണ്ടോ വാക്കിലേക്കെല്ലാം ചുരുക്കി ഇത് മുഴുവൻ തെറ്റാണെന്ന് പറയുന്നതിന് ബൗദ്ധികമായൊരു സത്യസന്ധതയുണ്ടോ? കഴിഞ്ഞ നൂറ്റാണ്ടിലെ നമ്മുടെ റിഫോമേഴ്സ്, കേരളീയ നവോത്ഥാനം നമ്മൾ അഭിമാനത്തോടെ പറയുന്ന എല്ലാവരെയും എടുത്തു നോക്കുക. സ്വാമി വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവനെയൊക്കെയാണ് നിങ്ങൾ അതിൽ ഏറ്റവും മനോഹരമായി കാണേണ്ടത്. അദ്ദേഹം എത്ര രസകരമാണ്. അദ്ദേഹം ആത്മീയവാദിയാണ്, വിശ്വാസിയാണ്, അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇനി നീ നിന്നെ തന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും നോക്കിയാൽ ഏറ്റവും എനിക്ക് അഭിമാനം, ഏറ്റവും വലിയ ആത്മീയവാദി കഴിഞ്ഞ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ. അവിടെയാണ് നമ്മൾ അതിൻ്റെ സമന്വയം കാണേണ്ടത്. അവിടെയാണ് ഇത് രണ്ടും ഒരുമിച്ച് പോയില്ല എന്ന് പറയുന്നത് വെറുതെയാണെന്ന് ഞാൻ പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശ്വാസിയായ, പ്രതിഷ്ഠകൾ നടത്തിയ, കുരിശടക്കം അല്ലെങ്കിൽ ഇസ്ലാമിക ചിഹ്നങ്ങളടക്കം അംഗീകരിച്ച, മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തണമെന്ന് പറഞ്ഞ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുകയും സംഘടന കൊണ്ട് ശക്തരാകുകയും ചെയ്യണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനാണ് ഏറ്റവും വലിയ യുക്തിവാദികളിലൊന്നായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ വിശ്വാസത്തിൽ ചൂഷണത്തിൻ്റെ എലിമെൻറ്റ്സ് വരുന്നൊരു കാലമാണ്. അതിനെ തടയിടാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു അനുഭവം കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ 20 മിനിറ്റ് 3 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. അതായത് ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം അവകാശപ്പെടുന്നത് 4 വർഷം മുമ്പ് അദ്ദേഹം മഹാവീരൻ, അതായത് നമ്മുടെ ജൈന തീർത്ഥങ്കരനായ മഹാവീരൻ്റെ അവതാരമാണെന്നാണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു ഡൗട്ടായി. ഇതേ നന്നായി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു ചിലപ്പോൾ ഇനി ആണെങ്കിലോ ബിരിയാണി കിട്ടുമെങ്കിലോ എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ഇനി ആണെങ്കിലോ ലോകത്ത് അങ്ങനെ മഹാവീരൻ വീണ്ടും വന്നപ്പോൾ എൻ്റെ അടുത്തൂടെ പോയൊരു ഭാഗ്യം എനിക്കുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രസിദ്ധ സൈക്കോളജിസ്റ്റായ 4-5 വർഷം മുമ്പ് മാത്യു വല്ലൂർ സാറിൻ്റെ അടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. മാത്യു വല്ലൂർ സാർ ഫുള്ളിരുന്ന് കേട്ടു, നന്നായി സംസാരിക്കുന്നു, ജൈന തത്വങ്ങളൊക്കെ പറയുന്നു. ഫുള്ള് കഴിഞ്ഞ് മാത്യു വല്ലൂർ സാർ ഒരു പേപ്പറിൽ ഒരു കുറിപ്പ് എഴുതി എൻ്റെ തന്നു. എന്നിട്ട് പറഞ്ഞ് കൊടുത്താൽ മതി. ഞാൻ എന്താ ഇത് കഴിച്ചാൽ മതി, അങ്ങ് മാറിക്കോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ അന്നൊന്ന് സംശയിച്ചാൽ ഇത്ര ബഹുമാനമില്ലാന്ന് കാണുന്നത്. ഈ വ്യക്തിയെ തന്നെ 2 വർഷത്തിന് ശേഷം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മഹാവീരൻ അല്ല, അത് എനിക്ക് താൽക്കാലികം 1-2 വർഷത്തേക്ക് തോന്നി, അതങ്ങ് മാറി കേട്ടോ എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ പേരെടുത്ത് പറയുന്നില്ല. ഇപ്പം നിങ്ങൾ ഇൻ്റർനെറ്റ് നോക്കിയാൽ ഞാൻ കൽക്കിയാണെന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഈ വ്യക്തിയോട് ഞാൻ ഒരിക്കൽ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയണത് അദ്ദേഹം ഒരു താമ്പൂല പ്രശ്നം, അതായത് ജ്യോതിഷ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കൽക്കിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, അല്ല അങ്ങ് ശരിക്കും ദൈവമാണെങ്കിൽ ഈ ജ്യോതിഷ പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ അറിയാമല്ലോ. അപ്പം ഇതിൽ ശരിയല്ലാത്ത ആൾക്കാരുണ്ട്, മനഃപൂർവ്വം ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങുന്നതുകൊണ്ട് സെൽഫ് ഡില്യൂഡഡ് ആയ ഒരു സെൽഫ് ചീറ്റിംഗ് അല്ലെങ്കിൽ സ്വയം ഡില്യൂഡഡ് ആയപ്പെട്ട ആൾക്കാരുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരുപാട് നല്ല ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇവരെ വേർതിരിച്ചറിയുകയും ഇവരുടെ നന്മ ഏത്, ചീത്ത ഏത്, ശരിയേത്, തെറ്റേത് എന്ന് പറയുകയും ഗാന്ധിജിയെയും വിവേകാനന്ദനെയും വീണ്ടും ഉയർത്തി കാണിക്കുക. ഞാൻ 3 ഐക്കൺസിനെ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്: ഗാന്ധിജി, വിവേകാനന്ദൻ, ഐൻസ്റ്റീൻ. ഗാന്ധിജി ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡൈനാമിക്സിൽ നിന്ന്, വിവേകാനന്ദൻ ഒരു സ്പിരിച്വൽ ഫിലോസഫിക്കൽ റിലത്തിൽ നിന്ന്, ഐൻസ്റ്റീൻ ഒരു സയൻറ്റിഫിക്, സ്പിരിച്വൽ എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ഒരു സയൻറ്റിഫിക് പാരഡൈമിൽ നിന്ന്. ഇവരെല്ലാം പറയുന്നത് അത്തരത്തിൽ ഇവരാരും നിരീശ്വരവാദികളായിരുന്നില്ല, എല്ലാവരും നിരീശ്വരവാദം തള്ളിപ്പറയുന്നതാണ്. ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നത് ഐൻസ്റ്റീൻ്റെ വാൾട്ടർ ഐസാക്സണിൻ്റെ രസകരമായ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ്. അത് അദ്ദേഹം പറയുന്നു, ഐൻസ്റ്റീൻ വാസ് ആസ് മച്ച് as against the fanatical atheist as he was against the fanatical believer. എത്രമാത്രം അന്ധനായൊരു വിശ്വാസിയെ ഐൻസ്റ്റീൻ എതിർത്തിരുന്നു, അത്രമാത്രം ഐൻസ്റ്റീൻ അന്ധനായൊരു അവിശ്വാസിയെ എതിർത്തിരുന്നു. കാര്യം ഇവിടെ പലപ്പോഴും 2 തരത്തിലുള്ള ആൾക്കാർ, അത് എൻ്റെയും കൂടെ വ്യാഖ്യാനമാണ്. ഒന്നെങ്കിൽ ആൾക്കാർ അന്ധവിശ്വാസികളാണ്, അല്ലെങ്കിൽ അന്ധ അവിശ്വാസികളാണ്.
നമ്മുടെ പ്രശ്നം വിശ്വാസവും അവിശ്വാസവും അല്ല, അന്ധതയാണ്. അന്ധവിശ്വാസവും നോക്ക് വേണ്ട, അന്ധ അവിശ്വാസവും വേണ്ട. ഓപ്പൺ ഐഡായ എൻക്വയറിയിൽ ബേസ് ചെയ്ത് മനുഷ്യൻ്റെ നന്മയ്ക്കുതകുന്ന, മനുഷ്യൻ്റെ ഫിലോസോഫിക്കൽ ക്വസ്റ്റിന് ഉതകുന്ന രീതിയിൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന, റീഇൻകാർണേഷനെ കുറിച്ചടക്കം റിസർച്ച് നടത്തുന്ന ഇയാൻ സ്റ്റീവൻസിനെയും ബ്രെയിൻ ബേസിനെയും പോലുള്ള ആൾക്കാരെ നിങ്ങൾ കൂടുതൽ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഇതിനൊരു ഫിലോസോഫിക്കൽ സയന്റിഫിക് റിലം ഉണ്ടെന്ന് മനസ്സിലാകും. ആ റിലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയട്ടെ. 3ാം ക്ലാസ്സിലെ ദൈവത്തെ ശിക്ഷിക്കുന്ന, അല്ല കുട്ടിയെ ശിക്ഷിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. ഐൻസ്റ്റീൻ്റെ, വിവേകാനന്ദന്റെ, ഗാന്ധിയുടെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയട്ടെ. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യത്തെ തിന്മയെന്നും ഒരു കാര്യത്തെ നന്മയെന്നും പറയാൻ കാര്യം തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നന്മയുടെ അംശം കുറവും തിന്മയുടെ അംശം കൂടുതലും ആകുമ്പോഴാണ് നമ്മൾ അതിനെ തള്ളുകയും എതിർക്കുകയും ചെയ്യുന്നത്. അയിത്തത്തിന് നന്മകളുണ്ട്, പല പല സൗകര്യങ്ങളുണ്ടായിരുന്നു അയിത്തം കൊണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷെ നമ്മൾ തള്ളുന്ന കാര്യം അതിൽ നന്മയുടെ അംശം വളരെ കുറവും തിന്മയുടെ അംശം വളരെ കൂടുതലുമാണ്. അഴിമതിക്ക് നന്മകളുണ്ട്, അഴിമതിയുണ്ട്, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും. ഇന്ന് നടക്കേണ്ട കാര്യം ഒരു മാസം കഴിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പ്രയോജനമില്ല. അഴിമതി പൈസ കൊടുക്കാൻ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രത്യേകതയും സൗകര്യവും ഗുണവുമാണ്. പക്ഷേ അഴിമതി മൊത്തത്തിൽ അതിൽ തിന്മ കൂടുതലും നന്മ കുറവുമാണ്. ശൈശവ വിഭാഗത്തിന് നന്മകളുണ്ട്. സതി പോലും ഫിലോസഫിക്കലായിട്ട് അത് ചെയ്യുന്നു. എന്താണ്? അച്ചടക്കം ഉണ്ടാക്കുക. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള നന്മകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളാണ്. അപ്പം നന്മകളില്ലാത്തത് കൊണ്ടല്ല നമ്മൾ മതത്തെയോ മതവിശ്വാസത്തെയോ എതിർക്കുന്നത്. നന്മകളില്ലാത്ത ഒന്നും ഇല്ല. കാരണം ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യത്തിൽ പൂർണ്ണമായും നന്മരഹിതമാകുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. മതത്തെ നമ്മളോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ നമ്മൾ എതിർക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് അതിൽ തിന്മയുടെ അളവ് കൂടിയതുകൊണ്ടാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ മിതവാദി, തീവ്രവാദി, അന്ധമായ അവിശ്വാസി, ഇത് കുറേ ജാർഗൺസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ ഈ ഇദ്ദേഹം പറയുന്ന 4 തരം ഫിലോസഫിക് ഭക്തി, ഇതൊന്നും അല്ലല്ലോ ഇവിടെ. നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ പൊങ്കാല, ഇതൊരു 99% ആൾക്കാരും പിന്തുടരുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ ചർച്ച കൊണ്ടുവരേണ്ടത്. അതാണ് ആശ്വാസമാണോ എന്ന് ചോദിച്ചത്. അതായത് പോട്ടയിൽ പോകുന്ന ആശ്വാസമാണോ, പൊങ്കാല ഇടുന്ന ആശ്വാസമാണോ, പ്രാർത്ഥിക്കുന്ന ആശ്വാസമാണോ, മെഡിറ്റേഷൻ നടത്തുന്ന ആശ്വാസമാണോ? ഇതാണ് സംഗതി. അല്ലാതെ ഐൻസ്റ്റീൻ, മറ്റേ ഹൈസൻബർഗ്, പിന്നെ ഇവാൻ ലണ്ടൽ, സ്റ്റെഫാൻ എഡ്ബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. ഇത് സംതിങ് നമ്മൾ കാര്യത്തിലേക്ക് വരിക. പർദ്ദ ധരിക്കുന്നു. അപ്പോൾ അത് വളരെയധികം കൂടുതലായിട്ട് ധരിച്ചു വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫനാറ്റിക് ആയിട്ടുള്ള, തീവ്രമായിട്ടുള്ള മതവികാരം വെക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് ഊരണം എന്ന് പറയുന്നു. ഇത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിനെ നിർബന്ധിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഫനാറ്റിക് ആയിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മതത്തിൻ്റെ വിഭാഗം പറയുന്നത് എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് അത് പാലിക്കുന്നതായിട്ടാണ് കാണുന്നത്. മിക്കവാറുള്ള എല്ലാ ഫത്വകളും വളരെ കുറച്ച് ആൾക്കാരാണ് ശരിക്കും അത് സപ്പോർട്ട് ചെയ്യുന്നത്. മിതവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ അവരും അത് അനുകൂലിക്കുകയാണ്, അവരും അത് ജീവിതത്തിൽ പടർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പൗരോഹിത്യം എന്ന് പറയുന്ന അതിൻ്റെ തലയും തീവ്രവാദികൾ എന്ന് പറയുന്നതിൻ്റെ കുന്തമുനയുമാണ്. അല്ലാതെ ഈ ബാക്കിയുള്ളവർക്കും അതിനകത്ത് യാതൊരു അഭിപ്രായവും ഇല്ല, യാതൊരു സ്ഥാനവും ഇല്ല. ബാക്കിയുള്ളവരെ വെച്ചല്ല മതം. അങ്ങനെയല്ല. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും അത് നോക്കുന്ന കണ്ടക്ടറും ഇവർ രണ്ടുപേരുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ മിതവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഈ മിതവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഭീകരവാദികൾക്കും എക്സ്ട്രീമിസ്റ്റിനും വേണ്ട ഫണ്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഭീകരവാദത്തിന് പൈസ വരുന്ന എവിടെ നിന്നാണ്? എണ്ണപ്പണം വരുന്ന എവിടെ നിന്നാണ്? ഇത് മിതവാദികൾ. ദേ ആർ ഇൻ ലവ് വിത്ത് ദ ഫനാറ്റിക്സ്. ആക്ച്വലി ഈ ഭീകരവാദികൾ ഇപ്പോൾ വിമാനം കൊണ്ട് ഇടിച്ചു, അവർ പാറ ഇടിച്ചു കൊണ്ടുവന്ന് പൈസ സുരുക്കൂട്ടി വിമാനം വാങ്ങിച്ചാണോ കൊണ്ടുപോയി ഇടിച്ചത്? അല്ല. ഇതിന് പണം വരുന്നത് തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഇവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിർലോഭമായി അതിന് സഹകരണവും സഹായവും കൊടുക്കുന്ന മിതവാദി വിഭാഗമാണ്. മിതവാദികൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും കുട്ടിയും പോലെയാണ്. അമ്മ ആഹാരം കഴിച്ചില്ലെങ്കിൽ കുട്ടിക്ക് ആഹാരം ഇല്ല. ഈ ഭീകരവാദികളെന്നും ഫനാറ്റിക്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും പോഷകവും ഓക്സിജനും സഹായവും കിട്ടുന്നത് ഈ മിതവാദി വിഭാഗത്തിൽ. അവർ ഗൂഢമായ ആഹ്ലാദത്തിലാണ്. ഞാൻ PSCയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു 2001 ഇവൻ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഈ വിമാനങ്ങളെല്ലാം ഇടിച്ചിറക്കിയ കാര്യം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ഗൂഢമായ ആഹ്ലാദമാണ്. ഞാൻ അമ്പരന്നു, എങ്ങനെയാണ് ഇത്രയും പേര് കത്തിക്കരിഞ്ഞ് ചാമ്പലായ ഒരു ഇൻസിഡൻറ്റിൽ നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നത്? ആ വന്യത നിങ്ങൾക്ക് എവിടുന്ന് വന്നു? ഇത് മിതമായിട്ടുള്ള മതവികാരവും തീവ്രമായിട്ടുള്ള മതവികാരവും ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. എന്താണ്? തൻ്റെ കഥ, തൻ്റെ ആൾക്കാർ. അതാണ് ഞാൻ വിഭജനം എന്നുള്ള 2ാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞത്. ഇനി ഞാനും പണ്ട് നിരീശ്വരവാദിയായിരുന്നു. ഇത് സാധാരണ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. താൻ വെറും ഒരു എന്താണ് കുറിയും ചാമ്പലും
പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ടീം, പൊങ്കാലയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ടീമല്ല. വെറും ഒരു ഈ മതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇറ്റ്സ് എ ക്യാപ്സൂൾ. അത് ചവയ്ക്കാൻ പാടില്ല, വിഴുങ്ങുകയാണ് വേണ്ടത്. അങ്ങനെ വെട്ടി വിഴുങ്ങുന്ന ഒരാളായിരുന്നില്ല താൻ വളരെ ബൗദ്ധികമായിട്ടുള്ള അന്വേഷണങ്ങളും സബരികളും നടത്തി ഒരുപാട് മാർഗങ്ങൾ ഘാതങ്ങൾ താണ്ടി വന്ന ഒരാളാണെന്നും പിന്നെ ഒരു ഘട്ടത്തിൽ തിരിച്ചറിവുണ്ടായി എന്നുള്ള രീതിയിൽ സ്വന്തം ചക്ര മതവിശ്വാസത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ശരാശരി ബുദ്ധിയുള്ള എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ പണ്ട് വലിയ നിരീശ്വരവാദിയായിരുന്നു. ആരാണ് ഇതിനകത്ത് നിരീശ്വരവാദി? പലരും പറയുന്ന ഈ ചില പാർട്ടികളിലൊക്കെ, ചില രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പറയുന്നവർ, അവർ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ മതപരമായിട്ട് അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. പിന്നെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്ത് കളയോ പാർട്ടിയിലൊക്കെ അവർ ഡൗൺ ആവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഉടനെ ഇതിൻ്റെ പുറകെ അങ്ങ് പോകും. കാര്യം അവരെന്നും വിശ്വാസികളായിരുന്നു, അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും ഞാൻ പണ്ട് നിരീശ്വരവാദിയായിരുന്നു, ഞാൻ ഇങ്ങോട്ട്. അങ്ങനെ യഥാർത്ഥ ഈ നാസ്തികതനെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് മാറുകയാണ്. ദൈവം പറയുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ വിധിയിലൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മളാണെന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഈ പറയുന്നുള്ള പോട്ടയും പൊങ്കാലയും ചാരനും കുറിയും ചാമ്പലും ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താണ്? നിങ്ങളൊരു ശക്തിയിൽ, ഈ പറയുന്ന എന്ത് ശക്തി ആയിക്കോട്ടെ, ഡിങ്കനായിക്കോട്ടെ, കാക്രിപുക്രി ആയിക്കോട്ടെ, ദൈവമായിക്കോട്ടെ, പ്രേതമായിക്കോട്ടെ, ഇതിൽ വിശ്വസിക്കുന്നെങ്കിൽ അവൻ്റെ നീതിക്കനുസരിച്ചാണ് ഈ ലോകം പോകുന്നത്. അത് വിടുക. ഇനി മതം പ്രകാശം പരത്തുന്നു. എൻ്റെ അറിവിൽ പ്രകാശം പരത്തുന്ന ഒരു ഒറ്റ പള്ളിയേ ഉള്ളൂ, അതായത് അഗ്നിബാധയിൽ കത്തിയമരുന്ന പള്ളി. ബാക്കി പള്ളികളെല്ലാം ഇരുട്ടാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചാൽ ഒരു അധ്യാപകന് നികുതി ചുമത്തി ആ നികുതി പണം കൊണ്ട് പുരോഹിതന് ശമ്പളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, ശമ്പളം അല്ല, അവൻ്റെ വരുമാനം എവിടെയാണ്? എപ്പോഴും പുരോഹിത വർഗം അല്ലെങ്കിൽ മതവർഗം അല്ലെങ്കിൽ വിശ്വാസി വർഗം പറയാറുണ്ട് ദാനം ചെയ്യണം, ദാനം ചെയ്യണം. എന്താണ് ഈ ദാനം? പണം കൊണ്ടാണ് അവൻ സർവൈവ് ചെയ്യുന്നത്. യാചകൻ എപ്പോഴും ദാനത്തെ പിന്തുണയ്ക്കും. ഈ ചില അമ്പലങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, യാചന നിരോധിച്ചിരിക്കുന്നു, യാചക നിരോധിത മേഖല. എവിടെ ആഡംബരക്കാരിൽ വന്നിറങ്ങിയിട്ട് എന്നിട്ട് ഇവൻ ചെയ്യുന്ന എന്താണ്? ഇവന് യാചിക്കുകയാണ്. നിതാന്തമായൊരു യാചന, അതായത് ഓർമ്മയാടം തൊട്ടൊരു തോർത്ത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് വരട്ടെ എന്ന് ഈ തോർത്തിനകത്ത് വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ യാചക നിരോധിത മേഖലയായിട്ടുള്ള ആരാധനാലയങ്ങളിൽ പോയി നിർലജ്ജമായി യാചിക്കുന്നവനാണ് വിശ്വാസി. അവൻ്റെ ശരിക്കും ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ അവൻ്റെ വളർച്ച തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇതൊരു ആശ്വാസമല്ല, ഇതൊരു വിനാശമാണ്. ഒരു വ്യക്തിയെ അവനെ സ്വയം തിരിച്ചറിയുന്നതിൽ നിന്ന് തടയുകയാണ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സമൂഹത്തിൽ കൊണ്ടുവന്നുള്ള നേട്ടങ്ങൾ നോക്കുക. കഴിഞ്ഞ 3500 വർഷം കൊണ്ട് മതം കൊണ്ടുവന്നിരിക്കുന്ന നേട്ടങ്ങളെക്കാൾ 100 ഇരട്ടി നേട്ടങ്ങൾ കഴിഞ്ഞ 350 വർഷം കൊണ്ട് ശാസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ശാസ്ത്രത്തെ എല്ലാവർക്കും പുച്ഛമാണല്ലോ. ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് സയൻസ് ആൻഡ് കട്ടിംഗ് ദ റൂട്ട്സ് ഓഫ് സയൻസ്. എല്ലാം വേണം. ഇപ്പോൾ ഈ പറയുന്ന ആധ്യാത്മികരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. യോഗ എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം വലിയ സാധനമാണ് എന്ന് പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് പോകാൻ ഈ സമയം എന്നെ അനുവദിക്കുന്നില്ല. എന്നാലും ഞാൻ പറയട്ടെ, യോഗ ചെയ്തിട്ട് വന്നിട്ടുള്ള എത്ര പേർക്ക് മാനസികമായ സംയമനമാണോ ഉദ്ദേശിക്കുന്നത് ബാബ രാംദേവിൻ്റെ കണക്ക്? അതോ നിരാഹാരം കിടക്കാനുള്ള എബിലിറ്റിയാണോ? 1.5 ദിവസം ആയപ്പോഴത്തേക്ക് വാടിത്തളർന്ന് പെൺവേഷം കെട്ടി ഓടിപ്പോയതുപോലെ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ യോഗ ചെയ്തവരെയൊക്കെ നോക്കുക, സന്യാസി വര്യന്മാരെ പൊതുവിൽ നോക്കുക, അല്ലെങ്കിൽ അവരൊക്കെ ഒരു പരിധി വരെ ഇതൊരു പുറം മൂടിയായിട്ട് നമ്മളൊരു മാലിന്യങ്ങൾ ഒരു കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് തൂത്തുകൂട്ടിയാൻ ചൊല്ലി മാലിന്യങ്ങളുടെ ദുർഗന്ധം പോകുമോ? മാലിന്യങ്ങൾ പോകുമോ? പോകില്ല. ഇത്തരത്തിലുള്ള ഒരു ഫോക്കസിങ് ടെക്നിക്ക് ഉണ്ടെന്ന് യാതൊരു പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു, പുരാണങ്ങൾ നോക്കുക, ദുർവാസാവ്, വിഭാണ്ഡകൻ, അല്ലെങ്കിൽ വിശ്വാമിത്രൻ, അസൂയയുടെ കിഴങ്ങായിരുന്നു എന്ന് പറയുന്ന വസിഷ്ഠൻ. ഇനി ഇവിടെ വന്ന ശിവഗിരിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്വാമിമാർ അധികാരത്തിന് വേണ്ടി പരസ്പരം വിറക് കൊള്ളി വെച്ചായിരുന്നു തലമണ്ട അടിച്ച് കീറിക്കൊണ്ടിരുന്നത്. ഇവരൊക്കെ മാനസിക സന്തുലനം എന്താണ്? ഞാൻ വിശ്വാസ പ്രസ്ഥാനങ്ങൾ വിശ്വാസികൾക്ക് ആശ്വാസം ഉണ്ടാവുന്നുണ്ടോ, അവർക്ക് മാനസികമായ സന്തുലിതം ഉണ്ടാവുന്നുണ്ടോ, ആത്മനിയന്ത്രണം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇനി ഗീതയൊക്കെ ഭയങ്കര മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഗീതാ യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലേ. ഈ ഗീത യജ്ഞം നടത്തുന്നവർ എന്നാലോചിച്ച് നോക്കുക, ഇവർ പരസ്പരം നടത്തുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. ഗീത നടത്തുന്നവർ അവർ ശരിക്കും സ്ഥിതപ്രജ്ഞരാണോ? ഈ പുസ്തകം വെച്ച് ഞങ്ങൾ മനുഷ്യന് മാൻ മേക്കിംഗ് എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ് സാർ, യെസ്. അപ്പോൾ ആണോ എന്നുകൂടി ആലോചിക്കണം. ഇനി വിവേകാനന്ദൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് 1 മിനിറ്റ് നിർത്താം. വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം അന്ധവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭക്തി എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞ വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു ആരാധനാക്രമത്തിൽ. ഇപ്പോൾ കാളി ടെമ്പിളിൽ 3 പ്രാവശ്യമാണ് പണത്തിനായിട്ട്, സാമ്പത്തിക ലാഭത്തിനായിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. പറഞ്ഞു വിടുന്ന ആരാ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. കാളി പൂജ എന്ന് പറയുന്ന കാളിയോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ടായിരുന്നു. അദ്ദേഹം സിസ്റ്റർ നിവേദിതയ്ക്ക് എഴുതിയിട്ടുണ്ടത്. ഇത് ഞാൻ പരത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞാൻ കാളിയിൽ അഗാധമായി വിശ്വസിക്കുന്നു. അത് തന്നെയാണ് പൊങ്കാല വിശ്വാസവും, അത് തന്നെയാണ് അത് ശരാശരി വിശ്വാസി ചെയ്യുന്നത്. പിന്നെ അതിന്റെ മേളിൽ കുറച്ച് ഉടായ്പ ന്യായങ്ങളും കുറെ ഉപനിഷത്തുകളും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ട് ഈ ഭക്തിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അതാണ് വിശ്വാസം. അത് ആശ്വാസം നൽകുകയല്ല, മനുഷ്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. അദ്ദേഹം എൻ്റെ ഓർമ്മയെ അഭിനന്ദിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു.
അത് ഓർമ്മയുടെ അല്ല, 2-2-4 അതിനിയും 10 വർഷം കഴിഞ്ഞാൽ 20 വർഷം കഴിഞ്ഞാൽ മാറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അത് എൻ്റെ ഓർമ്മയുടെ മെച്ചമല്ല, പറയുന്ന പോയിന്റുകളുടെ സത്യമാണ്. 2 മിതവാദികൾ ഇൻ ലവ് വിത്ത് ഫനാറ്റിക്സ് എന്നും ആ പ്ലെയിൻ ഇടിച്ചിറക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചിലരെ സന്തോഷിക്കുകയും ചെയ്യും. എത്രമാത്രം മുസ്ലിം വിരുദ്ധമായൊരു പ്രസ്താവനയാണ്. നമ്മുടെ നാട്ടിൽ എന്തിൻ്റെ പേരിലും ഇത്തരത്തിലുള്ള പ്രൊഡ്യൂസർ ഒരു കാരണവശാലും സെല്ലിയെ അനുവദിക്കരുത്. എത്രയോ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട തീവ്ര സ്വരക്കാരും തീവ്രവാദികളും ഉണ്ട്. ഞാൻ ഒരുപാട് ഹിന്ദു തീവ്രവാദികളെ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാൻ യാതൊരു മടിയില്ല, തീവ്രവാദികളെ തന്നെ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളിൽ തീവ്ര മതപരിവർത്തനവാദികളെ കണ്ടിട്ടുണ്ട്. ഇസ്ലാം മതത്തിലും അതേപോലെ ഉണ്ട്. 1-2 പേര് ചെയ്യുന്ന തെറ്റുകൾക്ക് എല്ലാവരും മോശക്കാരാണെന്നും അവരെല്ലാം ഫെനറ്റിക്സിനോട് ലവ് ആണില്ലെന്നും പറയുന്നതിനൊക്കെ ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ഇതൊരു കാടടച്ച് വെടിവെക്കുകയാണ്. എല്ലാവരെയും ഒരേ ബ്രാക്കറ്റിൽ ചേർക്കുന്ന തീർച്ചയായും പ്രജുഡിസ്റ്റുകളും സ്റ്റീരിയോ ടൈപ്പുകളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആളാണ്. എനിക്ക് ഈ ചർച്ചകളിൽ നിന്നല്ല, എനിക്കും അദ്ദേഹത്തിൻ്റെ കാര്യം ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ ദൈവൻ ഡിങ്കനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും എളുപ്പം ഈ ഡിങ്കനെ തന്നെ എപ്പോഴും കൊണ്ടുവരുന്നത്. കാര്യം ഡിങ്കനെ എതിർക്കാൻ എളുപ്പമാണ്. ബാലമംഗലത്തിൽ പണ്ട് നമ്മൾ വായിച്ച ആ പാൻറ്റിൻ്റെ മേളിൽ ഇന്നവേറെ ഇടുന്ന ഈ പറക്കുന്ന ഇതുള്ള ഡിങ്കനെ എതിർക്കാൻ ഏറ്റവും എളുപ്പമാണ്. കാര്യം ഡിങ്കൻ ഇല്ലയെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. പക്ഷേ ഐൻസ്റ്റീൻ്റെ ദൈവസങ്കല്പത്തെ തർക്കിച്ച അത്ര എളുപ്പമല്ല പുള്ളിക്കാൻ. അപ്പം ഡിങ്കനെ എതിർക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. അത് ഡിങ്കൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഡിങ്കൻ്റെ വിശ്വാസങ്ങളല്ല, നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീനിലേക്ക് ചർച്ച ഉയർത്താൻ ശ്രമിക്കണം. ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ എല്ലാം ശ്രമിക്കുന്നതാണ്. ഞാനൊക്കെ അമ്പലങ്ങളിൽ ഒരുപാട് പ്രഭാഷണങ്ങൾക്ക് പോകാറുണ്ട്. ഞാൻ പോകുമ്പോൾ അവരോട് ഭക്തി ആയിക്കോളൂ. കാര്യം ഭക്തിയാണ് പെട്ടെന്നുള്ളൊരു പുള്ളർ. ഈ 4 ഡിവിഷൻസ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് സൈക്കോമെട്രി എന്നാണ് എൻ്റെ പേര്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ഭക്തിയിലൂടെ വരുന്ന ദൈവങ്ങളെ വിവേകാനന്ദൻ കൃത്യമായി പറയുന്നത് എന്താ, നിങ്ങൾ അമ്പലത്തിൽ വരുമ്പോൾ ആ ഭക്തിയിലൂടെ നിങ്ങളെ അടുത്ത സ്റ്റേജസിലേക്ക് ഉയർത്താം. നിങ്ങൾക്കൊരു പ്രിലിമിനറി അല്ലെങ്കിൽ LKG പഠിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നത്. പക്ഷേ LKG പഠിച്ചാലേ നിങ്ങൾക്ക് ഉയരത്തിലേക്ക് ഉയരാൻ കഴിയും. ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസമാകാം, ഊന്നുവടികൾ വേണ്ടിവരും. പക്ഷേ ക്രമേണ നിങ്ങൾ ഉയർന്ന് മറ്റൊരു ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ കാളി ഉപാസകനായിരുന്നു. അത് ഈ 2 കാളിയെ അന്ധവിശ്വാസിയല്ല, ഇത് ഉപാസന എന്നാണ് പറയുന്നത്. അതൊക്കെ എന്താണെന്ന് ഒരുപാട് ഡീറ്റെയിൽ പോകണം. നമുക്ക് എല്ലാവർക്കും ഒരു ഉപാസനാ മൂർത്തിയും ഉപാസനാ മന്ത്രവും ഉണ്ടാവും. അത് എന്ത് വേണമെങ്കിലും ആകാം. അതിനിപ്പം കാളി തന്നെ വേണമെന്നില്ല, ഡിങ്കനെ ഉപാസിച്ചാലും മതി. ഏതെങ്കിലും ഒരു കോയിന്റിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഡിങ്കായ നമാന്ന് ജപിച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷേ ഒരു അറ്റൻഷൻ കൊണ്ടുവരികയും അത് മൈൻഡ് കൺട്രോളിൻ്റെ ഒരു സ്റ്റേജിൽ യോഗയിലെ നിയമ ആസനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം മാത്രമാണ്. 2 സയൻസിനെ നാം പറയണ, ഞാൻ ഹാർഡ് സയൻസിലേക്ക് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഈ ഡിങ്കനിൽ നിന്ന് മാറി ദൈവവിശ്വാസത്തെ നമുക്ക് ഉയർത്തി ഒരു തലത്തിൽ ചർച്ച. ഇപ്പോൾ യോഗയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇലക്ട്രോ എൻസിഫാലോഗ്രാഫ്, ഫാക്ട് ഓഫ് ദി മാറ്റർ ആ പറയുന്നത്. EEG നമ്മുടെ ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദി ബ്രെയിനെ മെഷർ ചെയ്യും. അതിൽ ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ 4 സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളിലൂടെയാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന സ്റ്റേറ്റുകൾ. അതിലൂടെ പോയി ഒരു ഗാമ സ്റ്റേറ്റിലേക്ക് എത്തുന്നു, തുര്യാവസ്ഥയിലേക്ക് എത്തുന്നു. മാണ്ഡൂക്യ ഒരു ക്ലെയിം വെക്കുന്നുണ്ട്. ശരിയാണെന്ന് ഞാൻ പറയുന്നത്, ഒരു ക്ലെയിം വെക്കുന്നുണ്ട്. അതും മോഡേൺ സൈക്കോളജി തമ്മിലുള്ള പാരലൽ. അത്തരം കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. മാണ്ഡൂക്യോപനിഷത്ത് നിങ്ങൾ വായിച്ചു നോക്കണം, 12 വരികയേ ഉള്ളൂ. അതിൽ ദൈവമൊന്നും ഒരു വാക്കുപോലും ഇല്ല. ആത്മീയ അന്വേഷണം മാത്രമാണ്. ആ ലെവലിലേക്ക് നമുക്ക് താല്പര്യമില്ല. കാര്യം ഉപനിഷത്തുകളല്ല താല്പര്യം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ഏറ്റവും കുറവ്, ഇതിപ്പോൾ ഒരു ചിത്ര ചേച്ചിയുടെ അല്ലെങ്കിൽ മാഡം ചിത്രയുടെ മകൾ മരിച്ചു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ മകൾ മരിച്ചു, നമ്മൾ പറയുകയാണ്, അയ്യോ പോട്ടെ കാലമായി, ദൈവം വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ ദൈവം ക്രൂരായ നിങ്ങളുടെ മോളെ ബക്കറ്റ് തള്ളിയിട്ട് കൊന്നു എന്നാണോ? താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു സ്ത്രീയോട് തങ്ങളുടെ മകൾ മരിച്ചതിന് കാലമായി ദൈവം വിളിച്ചതെന്ന് പറയുന്നത് ഒരു മനുഷ്യത്വമാണ്. അതിൽ ഒരു ദൈവികതയും കാണേണ്ട കാര്യമില്ല. കാലം ഒരു ആശ്വാസമാണ്. അല്ലാതെ ചിത്ര ചേച്ചിയുടെ മോളെ ദൈവം കൊന്നതെന്നാണോ അവൻ്റെ അഭിപ്രായം? എന്തൊരു ദുഷ്ടനാണ്, ഈ ബക്കറ്റ് തള്ളിയിട്ട് തന്നെ ശ്വാസം മുട്ടിച്ച ആ കുട്ടിയെ കൊന്നല്ലോ. എത്ര ബാലിശമായ തലത്തിലായിരിക്കും നമ്മൾ ചർച്ച ഉണ്ടാകുക. അപ്പം നമുക്ക് ഡിങ്കനിൽ നിന്നും ആൾക്കാരെ കൊല്ലുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ജനിക്കുന്ന ലെവലിൽ നിന്ന് മാറ്റണം. റോഡ് ആക്സിഡൻറ്റിൽ ഒരുപാട് പേര് മരിക്കുന്നു, മതപരമായ ചടങ്ങുകൾക്ക് പോകുമ്പോൾ മരിക്കുന്നു, പാർട്ടി ഫോറത്തിൽ പോകുമ്പോൾ മരിക്കുന്നു, ബെൽജിയത്തിൽ 78 പേരെ തീവ്രവാദി വെടിവെച്ചു കൊല്ലുന്നു. ഇതെല്ലാം ഉണ്ട്. ഇതൊന്നുമല്ല ദൈവസങ്കല്പം, ഇതെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് ജനങ്ങളെ ആ ലെവലിൽ നിന്ന് ഉയർത്താൻ അവർക്ക് അവരുടേതായ സിമ്പിൾസ് വേണം, അവർക്ക് അവരുടേതായ ഐക്കൺസ് പൂജിക്കാൻ വേണം, അവർക്ക് അവരുടേതായ സാധനകൾ വേണം. അതിൽ നിന്നൊരു കുട്ടിയെ കിൻഡർ ഗാർഡനിൽ നിന്ന് 1-ാം ക്ലാസ്സിലേക്കും 5-ാം ക്ലാസ്സിലേക്കും 10-ാം ക്ലാസ്സിലേക്കും ഉയർത്തുന്ന പോലെ വ്യത്യസ്ത ലെവൽസിലൂടെ നമ്മളൊരു വ്യക്തിയെ ഉയർത്തുകയാണ്. ഞാൻ ഒരു വിശ്വാസി എന്ന ഭാഗത്ത് നിൽക്കുന്ന ഞാനിതെല്ലാം ശക്തമായി സതിയും അയിത്തവും അഴിമതിയും ഒക്കെ തെള്ളി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സട്ടിലായി അതിനെ ന്യായീകരിച്ച് ഇതിനോട് ഇക്വേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അഴിമതിക്ക് ചില നന്മകളുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അയിത്തത്തിന് ചില നന്മകളില്ലായിരുന്നോ, എന്നിട്ട് സതിക്ക് പോലും എന്ന് പറഞ്ഞ് നിർത്തി. ഇതെല്ലാം തെറ്റുകളായിരുന്നു. അതിനെ തെള്ളിപ്പറയാൻ ഇവിടുത്തെ ഒരു വിശ്വാസി മടി കാണിച്ചിട്ടില്ല. നൂറ്റാണ്ട് കണക്കിന് ഇവിടെ നിൽക്കുന്ന അനാചാരങ്ങളെ തെള്ളിപ്പറയാൻ മുമ്പോട്ട് വന്നത് നിരീശ്വരവാദികളല്ല. നമ്മുടെ ചരിത്രം നോക്കണം. യുക്തിവാദികളല്ല. ഈ നാട്ടിലെ റിഫർമേഷൻ കൊണ്ടുവന്നത് മുഴുവൻ ആരാണ്? വിശ്വാസികളാണ് കൊണ്ടുവന്നത്.
ഈ നാട്ടിലെ റിഫോർമേഷൻ കൊണ്ടുവന്നത്, പരിവർത്തനം കൊണ്ടുവന്നത് വിശ്വാസികളാണ്. അമ്പലത്തെ ആണെങ്കിലും പള്ളിയാണെങ്കിലും സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ ഇടങ്ങളായി കണ്ടുകൊണ്ട് ഏറ്റവും വലിയ നിരീശ്വരവാദിയായിരുന്ന വിഗ്രഹങ്ങൾ കണ്ടാൽ പൊളിക്കണമെന്ന് പറഞ്ഞ, ബ്രാഹ്മണരെ കണ്ടാൽ അടിക്കണമെന്ന് പറഞ്ഞ പെരിയാർ രാമസ്വാമി നായ്ക്കർ പോലും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ഇവിടെ സത്യാഗ്രഹം ചെയ്തതിൻ്റെ അർത്ഥം എന്താ? ക്ഷേത്രം ഒരു സ്പിരിച്വൽ മാത്രമല്ല, ഒരു സോഷ്യൽ പ്ലേസ്. ക്ഷേത്രമല്ല, പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും അതിനൊരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ വ്യക്തമായ കാഴ്ചപ്പാട്. ഇതൊരു സ്പിരിച്വൽ ലേണിങ്ങിൻ്റെ പ്ലേസാണ്, ഇതൊരു സോഷ്യൽ ബീയിങ്ങിൻ്റെ പ്ലേസുമാണ്. അതിനൊരു സ്പിരിച്വൽ, ആത്മീയ, ഫിലോസോഫിക്കൽ, പൂജ, കർമ്മം, മാനവസേവ, മാധവസേവ, അന്നദാനം, വസ്ത്രദാനം, പുസ്തകദാനം, കുറച്ചുകൂടെ കൃത്യമായ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഇക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ്റെ സെൻറ്ററും കൂടെയാണ് നമ്മുടെ അമ്പലങ്ങൾ. സ്പിരിച്വൽ ഫിലോസോഫിക്കൽ ലേണിങ്ങിൻ്റെ സെൻറ്റേഴ്സ് കൂടെയാണ്, അതോടൊപ്പം സോഷ്യൽ സെൻറ്റേഴ്സും കൂടെയാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ ന്യായീകരിക്കാതെ എതിർക്കാനും ഇത്തരം ആധുനിക പഠനങ്ങൾ, ഞങ്ങളെല്ലാം ഒരുപാട് പേര് അന്ധവിശ്വാസം പ്രസംഗിക്കുന്നവരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, അമ്പലത്തിലും പള്ളിയിലും എല്ലാം പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ അത്തരത്തുകാരെ പറഞ്ഞു മാറ്റി ഒരു ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കാൻ പലപ്പോഴും നമ്മുടെ പല ആചാരങ്ങളും കടുപ്പിടുത്തം കാരണമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ 2ാം നവോത്ഥാനം തുടങ്ങുന്നത് എന്ന് യേശുദാസിനെ ഗുരുവായൂർ കയറ്റും അന്നായിരിക്കും. അതിനർത്ഥം യേശുദാസ് ഗുരുവായൂർ കയറണമെന്നോ ഗുരുവായൂർ കൂടുതൽ ആളോ വരണമെന്നല്ല. എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്നതല്ല, എല്ലാ മതത്തിൻ്റെയും നന്മയിൽ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ സെക്കുലർ ഐക്കണായ യേശുദാസിന് ഗുരുവായൂർ കയറാൻ കഴിയില്ല. പക്ഷേ നിരീശ്വരവാദിയായി ഇതിനെ എല്ലാം തള്ളിപ്പറയുന്ന ശ്രീ ജി സുധാകരൻ അവിടെ കയറാം എന്ന് പറഞ്ഞാൽ, ഇന്ന് വിവേകാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞതിന് നിനക്കൊക്കെ വീണ്ടും വട്ടാണ്, നിന്റെ ഒന്നും വട്ട് ഒരിക്കലും മാറാൻ പോണില്ല. കലാമണ്ഡലം ഹൈദരലിയെ മാറ്റി നിർത്തുന്നത് 3 വയസ്സായ അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം കൊച്ചുകുട്ടിയെ പൂന്താനമില്ലത്ത് എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നപ്പോൾ വിപ്ലവ പാർട്ടികളടക്കം അത് വേണ്ടാന്ന് പറയുന്നത് ഒരുതരം അന്ധതയാണ്, ജീർണതയാണ്. അപ്പോൾ അതിനെ ഒന്നും ന്യായീകരിക്കരുത്. നമ്മുടെ ചരിത്രത്തിൽ നടന്ന തെറ്റുകളെ അക്നോളജ് ചെയ്യാനും ന്യായീകരിക്കാതെ തള്ളിക്കളയാനുമുള്ള ആർജവം നമുക്കുണ്ടാകണം. ആ ആർജവത്തിലൂടെ മാറുന്ന കാലഘട്ടങ്ങളുടെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി, വിശ്വാസവും ഒരു ഇവോൾവിംഗ് ടേമാണ്. പലർക്കും സയൻസിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ബോഡി ഓഫ് നോളജ് എന്നൊന്നും അല്ല. അതൊക്കെ പണ്ടത്തെ നിർവചനങ്ങളാണ്, അതൊക്കെ പോയി. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. ഞങ്ങൾ ശാസ്ത്ര പ്രചാരകരാണെന്ന് പറയുന്നതൊക്കെ പഴയ വ്യാഖ്യാനങ്ങളാണ്. ഇന്ന് തോമസ് കുഹൻ്റെ പാരഡൈമും സർ കാൾ പോപ്പറിൻ്റെ അടക്കമുള്ള ഞാൻ പഠിച്ച ഫിലോസഫി ഓഫ് സയൻസിൻ്റെ ഒക്കെ ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകളും നിർവചനങ്ങളും വന്നിട്ടുണ്ട്. സയൻസ് ഒരു ബോഡി ഓഫ് നോളജ് എന്നതുപോലെ, എന്നാൽ എന്നതിനേക്കാളും സയൻസ് ഈസ് എ മെത്തേഡ് ഓഫ് എൻക്വയറിംഗ് ഇൻ ടു ദ നേച്ചർ ഓഫ് ഫിസിക്കൽ വേൾഡ്. അല്ലെങ്കിൽ ശാസ്ത്രം ഒരു രീതിയാണ്, ഒരു അന്വേഷണ പാതയാണ് എന്ന കാഴ്ചപ്പാടിലേക്കൊക്കെ വരികയും പുതിയ പാരഡൈമുകളും വരുമ്പോൾ ഒരു സ്റ്റാറ്റിക്കായ ശാസ്ത്രം ഞങ്ങൾ അതിനെ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് ഈ വിശ്വാസികൾ പലപ്പോഴും ഒരു, ഇപ്പം അദ്ദേഹം നേരത്തെ ശരിയായിട്ട് പറഞ്ഞ പോലെ പല വിശ്വാസികളും ഒരു മൂടുപടം ഇടാൻ വേണ്ടി മതസൗഹാർദ്ദം പറയും. അതേപോലെ പല നിരീശ്വരവാദികളും കുറച്ചുകൂടെ അക്സെപ്റ്റബിലിറ്റി കിട്ടാൻ വേണ്ടി യുക്തിവാദികൾ എന്ന് പറയുന്നതാണ്, ശാസ്ത്രപ്രചാരകൻ എന്ന് പറയുന്നതാണ്. അപ്പം കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്, അത് വിശ്വാസികളും ചെയ്യും അവിശ്വാസികളും ചെയ്യും. ഇതിൻ്റെ പ്രശ്നം നമുക്ക് ബാലൻസ്ഡ് ആയ അപ്രോച്ചാണ് വേണ്ടത്. നമുക്ക് ഡിങ്കനെ അല്ല, നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീനാണ് വേണ്ടത്. നമുക്ക് ഈ ഡിങ്കനോടുള്ള ഫാസിനേഷൻ എന്ന് പോകുമോ അന്നേ നമ്മൾ നന്നാവും. അത് വിശ്വാസികൾക്ക് ഡിങ്കനോടുള്ള ഫാസിനേഷനും വിശ്വാസികൾക്ക് ഡിങ്കനോടുള്ള ഫാസിനേഷനും. കാര്യം ഈ നാട്ടിലെ ആൾക്കാരെ പ്രത്യേകിച്ച് വിശിഷ്യ ബാക്കി സമുദായങ്ങൾ കുറച്ചുകൊണ്ട്, ഹിന്ദു സമുദായത്തിൽ പറഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിൽ പോയി പറഞ്ഞാൽ മതി, യഥാർത്ഥത്തിൽ ഈ അയ്യപ്പൻ്റെ അളിയനാണ് മുരുകൻ എന്ന് പറഞ്ഞാൽ കുറേ പേര് ശരി ഞാനും കേട്ടിട്ടുണ്ടെന്ന് പറയും. അത് ഹിന്ദുക്കളുടെ ഒരു കുഴപ്പമാണ്. പ്രത്യേകിച്ച് ഒന്നും ഒരു സ്റ്റാറ്റിക്കായി പഠിക്കാത്തതുകൊണ്ട് കല്യാണം കഴിക്കാത്ത അയ്യപ്പൻ്റെ അളിയനാണ് മുരുകൻ എന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ്. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പുസ്തകത്തിൽ അയ്യപ്പ എന്ന പേരിനെ കുറിച്ച്, അയ്യോ അപ്പ എന്ന് രാജാവ് ഈ കുട്ടിയെ കണ്ടപ്പോൾ വിളിച്ചു. ഒരു കുട്ടി താഴെ കിടന്നപ്പോൾ അങ്ങനെയാണ് അയ്യപ്പ എന്നായത്. ഞാനപ്പം പറഞ്ഞു, ഭാഗ്യം രാജാവ് കണ്ടിട്ട് അയ്യോ കുട്ടാന്ന് വിളിച്ചില്ല, അങ്ങനെയാണെങ്കിൽ കുട്ടപ്പൻ എന്നാവുമായിരുന്നു പേര്. പിന്നെ ആ പേരിൻ്റെ ചാമി അങ്ങ് പോവായിരുന്നു. അപ്പോൾ ആ ലെവലല്ല, ഭക്തിയുടെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നിന്ന് ആൾക്കാരെ ഉയർത്താൻ ശ്രമിക്കുന്ന പിന്നെ ഇവർ പല ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് 1-2 ആൾക്കാർ മാറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ ധൈര്യശാലിയായ വിപ്ലവകാരിയായ സനൽ ഇടമറക് സാർ, എൻ്റെ അടുത്ത സുഹൃത്താണ്, എന്തേ ഓടിപ്പോയത്? പേടിച്ചെന്തേ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയി? എന്നിട്ട് ഞാൻ പ്രോസിക്യൂട്ടഡ് ആണെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ പോയി. ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് നമ്മുടെ യുക്തിവാദ സംഘങ്ങൾ ഏക വിശ്വാസമല്ലേ, നിങ്ങൾക്കൊരു ഏകധാരയല്ലേ, നിങ്ങളെന്താ 2-3 ഗ്രൂപ്പുകളായി സ്പ്ലിറ്റായി പോയത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ളത്? അപ്പോൾ ഇതൊക്കെ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത് പോലെ വിശ്വാസങ്ങളുടെ ഇടയിൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് വേണ്ടത് എല്ലാ മതങ്ങളുടെയും, അതൊക്കെയാണ് അക്ബർ ദ ഗ്രേറ്റിനെ ജലാലുദ്ദീൻ മുഹമ്മദിനെ നമ്മൾ അക്ബർ എന്ന് വിളിക്കുന്ന, ഗ്രേറ്റ് എന്ന് വിളിക്കുന്ന കാരണം എല്ലാ മതങ്ങളുടെയും നന്മയെടുത്ത് ഒരു സമന്വയത്തിൻ്റെ പാത, അതിൽ വിശ്വാസത്തിനും വിവേകത്തിനും സ്ഥാനമുണ്ട്.
ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസം ആശ്വാസമാണോ എന്ന് ചോദിച്ചു. വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അല്ല, എല്ലാ നിരീശ്വരവാദികളും ടാർഗറ്റ് മതമാണ്. മതം മോശം, മതം തൊലയണം എന്ന് പറയുന്നതാണ്. വിശ്വാസം ആശ്വാസം മാത്രമല്ല, വിശ്വാസം ആശ്വാസം തന്നെയാണ്. പക്ഷേ വിശ്വാസം വിവേകവും കൂടെയാണ്, വിശ്വാസം അന്വേഷണം കൂടെയാണ്. അങ്ങനെ വിശ്വാസം അന്വേഷണം കൂടി ആകുമ്പോഴേ അതിന് അർത്ഥപൂർത്തി ഉണ്ടാകും. നമുക്ക് ഹെഡും ഹാർട്ടും ഉണ്ട്. സിംബോളിക് ആയിട്ടാണ്, ഹാർട്ട് ഇവിടെ ഒന്നുമല്ല, അതെല്ലാം സിംബോളിക് ആയിട്ട് പറയുന്നത്. ഇനി വേണമെങ്കിൽ പറയാം എൻ്റെ ഹാർട്ടിൽ യാതൊരു വിശ്വാസവും ഇല്ലെന്ന്. അങ്ങനെയല്ല, നമുക്ക് ഹെഡും ഹാർട്ടും ഉണ്ട്, നമുക്ക് ഇന്റലിജൻസും ഇമോഷനും ഉണ്ട്, ഐക്യവും ഇക്യൂവും ഉണ്ട്. നമുക്ക് വേണ്ടത് അത് തമ്മിലൊരു ബാലൻസ് ആണ്, ഹെഡും ഹാർട്ടും തമ്മിൽ, വിശ്വാസവും വിവേകവും തമ്മിൽ. കാര്യം നമ്മുടെ ഏറ്റവും വലിയ തത്വജ്ഞാനിയുടെ പേര് വിശ്വാസാനന്ദൻ എന്നല്ല, വിവേകാനന്ദൻ എന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ സയന്റിസ്റ്റുകൾ ഒന്നിന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു എൻഡ് ബൈ കോട്ടിംഗ് ഐൻസ്റ്റീൻ നോട്ട് ഡിങ്കൻ, വേർ ഐൻസ്റ്റീൻ സേസ് ഈവൻ സയൻസ് എൻഡ്സ് ഇൻ എ കോസ്മിക് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിലീജിയസ്നെസ്. ബിക്കോസ് ആ പ്രകൃതിയുടെ അഭൗമമായ അനന്തമായ സീമകൾ മനസ്സിലാക്കുന്ന മനുഷ്യന്റെ ത്വര, അത് മനുഷ്യ നന്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും ഫിലോസോഫിക്കൽ എൻക്വയറിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഈശ്വരവിശ്വാസിക്കും ഒരുമിച്ച് നിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, വിശ്വാസത്തിന്റെ ചൂഷണങ്ങളെ എങ്ങനെ തടയാൻ കഴിയും, അതിലൂടെ നല്ലതിനെ സംരക്ഷിക്കുകയും ചീത്തതയെ ഇല്ലാതാക്കുകയും ശ്രമിക്കണം. 30 സെക്കൻഡ് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതിന് സമയം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ ഒരു വേദിയാകട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കും. മനുഷ്യന്റെ ഈ ബലഹീനത അവന്റെ കയ്യെത്താത്തതിനെ ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ പേടിപ്പിക്കുകയും അവനെ മുതലെടുക്കുകയും അവന്റെ പെട്ടെന്ന് ഷാർപ്പായിട്ടൊക്കെ ഒന്ന് ദൈവത്തിന്റെ അസ്തിത്വം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ദൈവം എന്താണെന്ന് അത് നിർവചിക്കേണ്ടി വരും. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ചില ഈ വളരെ ഇമ്മച്ചുറായ വിശ്വാസികൾ കരുതുന്ന പോലെ ആകാശത്ത് കോട്ടിട്ട് അല്ലെങ്കിൽ കിരീടത്തിന് മേളിൽ തലയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ പുറത്ത് കിടക്കുന്ന പാലാഴി കിടക്കുന്ന ആളാണെന്നാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ അങ്ങനെ ആരുമില്ല. അതൊക്കെ ഒരു സിംബോളിസം മാത്രമാണ്. അതായത് ഒരു കിരീടം വെച്ച് ദൈവം ഇന്നത്തെ ആണെങ്കിൽ കിരീടം മാറ്റി, ഇപ്പം പണ്ടാണെങ്കിൽ അമ്പും വില്ലുമായിരുന്നു, ഇനിയുള്ള ദൈവങ്ങൾക്ക് മെഷീൻ ഗണ്ണും ബോംബും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏത് ദൈവമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഫിലോസോഫിക്കൽ റിയാലിറ്റി, ഫിസിക്സിലെ തിയറി ഓഫ് എവറിത്തിങ് പറയുന്നത് പോലെ ഒരു തിയറി ഓഫ് എവറിത്തിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് ഒരുപാട് ഫിലോസോഫിക്കൽ എൻക്വയറി ഉണ്ട്, ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ദൈവത്തിനെ ഏറ്റവും അതിൻ്റെ ലോവർ കിൻഡർ ഗാർഡൻ ലെവലിൽ കാണാനാണ് നമുക്ക് എളുപ്പം. കാര്യം കിൻഡർ ഗാർഡൻ ലെവലിൽ കഴിഞ്ഞാലേ അതിനെ എതിർത്ത് തോപ്പിക്കാൻ പറ്റൂ. അത് വേണമെങ്കിൽ ചെയ്യാം, അതിപ്പം അങ്ങനെ ഒരു ദൈവം ഇല്ല. അല്ലാതെ ഈ നമ്മുടെ ദൈവമാരെല്ലാം ഇത് ചെയ്തുകൊണ്ട് ദൈവം മേളിൽ നിന്ന് ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തും എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. ഞാൻ ഇന്നേരെ കണ്ടിട്ടില്ല കേട്ടോ ആകാശത്ത് ഒരു ദൈവവും പുഷ്പവൃഷ്ടി നടത്തും. അപ്പോൾ അതൊക്കെ വെറുതെയാണ്. അന്വേഷണം ഉണ്ട്, അല്ല അവിടെയാണ് പ്രശ്നം. ആ അന്വേഷണം എന്താ? അന്വേഷണം ദൈവം ഞാൻ 20-ാം വയസ്സ് തൊട്ട് 80-ാം വയസ്സ് ആകാശത്തോട് നോക്കിയിരിക്കുകയാണ്. എവിടെ ദൈവം ഇങ്ങനെ ആകാശത്ത് നിന്ന് കൂടുന്നു നോക്കിയാൽ ഒരു ദൈവവും അവിടെ ആകാശത്ത് നിന്ന് വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്ദ്രൻ മേളിൽ നിന്ന് മഴ പെയ്യിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ദ്രന്റെ ലെവലിലേ അതിനെ കാണാൻ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ മഴ ദൈവം പെയ്യിക്കുമെന്ന് പറയാനേ താല്പര്യമുള്ളൂ. കാര്യം അതിനെ എതിർത്ത് തോപ്പിക്കാൻ എളുപ്പമാണ്. അതല്ല, അതൊരു ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഇത് വാദിക്കാനും ജയിക്കാനും എന്നതിനപ്പുറം അറിയാനും അറിയിക്കാനുമുള്ള ഈ ചർച്ചകൾ ഒരിക്കലും ചൂടിന് പകരം വെളിച്ചം നൽകുന്ന ചർച്ചകളാണെങ്കിൽ അതിൻ്റെ ഉയർന്ന ഫിലോസോഫിക്കൽ ലെവലിലേക്ക് വേണം. രണ്ട് മതങ്ങൾ തന്നെ വിശ്വാസികൾ തന്നെയല്ലേ റിഫോം കൊണ്ടുവന്ന് പറഞ്ഞു. വിശ്വാസികൾ റിഫോം കൊണ്ടുവന്നിട്ടുണ്ട്, വിശ്വാസികളുടെ ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട്. എല്ലാ ആചാരങ്ങളും അനാചാരങ്ങളും ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു വെസ്റ്റേൺ പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് എഴുതുന്നത്. അതായത് ഗലീലിയോയുടെ പീഡിപ്പിച്ചില്ലേ ചെയ്തു. ഇന്ത്യയിൽ അങ്ങനെ ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ പീഡിപ്പിച്ചായിട്ട് പറയാമോ? ഇല്ല. അപ്പോൾ ഇത് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി കാണും. അതൊരു വെസ്റ്റേൺ കോൺസെപ്റ്റിൽ നിന്ന് അവിടെ സയൻസ് വേഴ്സസ് റിലീജിയൻ ആയിരുന്നു. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഓൾവേസ് സയൻസ് പ്ലസ് സ്പിരിച്വാലിറ്റി എന്ന കാഴ്ചപ്പാടായിരുന്നു കൂടുതൽ. പിന്നെ അത് മൂന്നാമതൊരു കാര്യം കൂടെ ചോദിച്ചു, പെട്ടെന്ന് ഉത്തരം പറയുകയാണെങ്കിൽ എന്തോ ഒരു എല്ലാ ആചാരങ്ങളും ഉണ്ട്, അനാചാരങ്ങളും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യേശുദാസിനെ ഗുരുവായൂർ കയറ്റാത്ത ഒരു അനാചാരമാണ്. വേറെ ചില ആൾക്കാർക്ക് അങ്ങനെ അത് ആചാരമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാം. വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പം ഒരു കാലത്തിൻ്റെ ഉപോൽപ്പന്നം കൂടിയാണ് വിശ്വാസവും അന്ധവിശ്വാസവും. അതിനെ കാലത്തിൽ കണ്ട് ആചാരവുമുണ്ട് അനാചാരവുമുണ്ട്, വിശ്വാസവുമുണ്ട് അന്ധവിശ്വാസവുമുണ്ട്. അന്നദാനം പോലെ, വസ്ത്രദാനം പോലെ, പുസ്തകം ദാനം പോലെയുള്ള നല്ല ആചാരങ്ങളുമുണ്ട്. അതേപോലെ ഇന്നും ഒരു പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലെ പിന്തുടർന്നു പോകുന്ന ഇവോൾവ് ചെയ്യാത്ത കാലഘട്ടത്തിനനുസരിക്കാത്ത ആചാരങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടും കാണണ്ടേ? നെഗറ്റീവിൻ്റെ പേരിൽ പോസിറ്റീവിനെ കാണാതിരിക്കുകയും പോസിറ്റീവിൻ്റെ പേരിൽ നെഗറ്റീവിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു കാരണവശാലും ശരിയല്ല. ഒറ്റ വരി കൂടെ പറഞ്ഞു നിർത്താം. വിശ്വാസികളുടെ പ്രശ്നം, ഹാർഡ് കോർ വിശ്വാസികളുടെ പ്രശ്നം പോസിറ്റീവിൻ്റെ പേരിൽ അവർ നെഗറ്റീവിനെ കാണാതിരിക്കും. ഹാർഡ് കോർ അവിശ്വാസികളുടെ പ്രശ്നം നെഗറ്റീവിൻ്റെ പേരിൽ ഒരു പോസിറ്റീവിനെ കാണാതിരിക്കും. ഞാൻ നടുക്ക് നിൽക്കുന്ന എൻ്റെ വിശ്വാസത്തിൽ നിഷ്പക്ഷനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൽ ശരിയും കാണാം തെറ്റും കാണാം, വിശ്വാസം കാണാം അവിശ്വാസം കാണാം, മാറ്റേണ്ട വിശ്വാസങ്ങളെയും കാണാം. മതത്തിൻ്റെ പേരിൽ നമ്മൾ ആളുകളെ വേർതിരിച്ച് കാണുന്നതിൽ ഒരു ന്യായവുമില്ല എന്നുള്ളതാണ് കാരണം. എൻ്റെ ചോദ്യം, ഇപ്പോൾ ജനിച്ച ഒരു 5-10 ദിവസമായ കുറേ കുട്ടികളെ നമ്മളിവിടെ കൊണ്ട് കിടത്തുകയാണെങ്കിൽ അവരെ
നോക്കിയിട്ട് ഏത് ജാതിയിലുള്ളതെന്നോ ഏത് മതത്തിലുള്ളതാണെന്നോ നമുക്ക് പറയാൻ സാധിക്കുമോ? അതെ, പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അതാണ്. വേറെ ഒന്ന്, നമ്മൾ ബലിയുടെ കാര്യം പറഞ്ഞു. ബലി എന്നുള്ള നമ്മുടെ അഹങ്കാരവും അല്ലെങ്കിൽ അസൂയയും പകയുമാണ് നമ്മൾ തീർക്കേണ്ടത്. പിന്നെ സയൻസിൻ്റെ കാര്യം പറഞ്ഞു. മതം സയൻസിനെ ഇല്ലാതാക്കുന്നുള്ളത് ഇല്ല. നമ്മുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ നമ്മളെ സയൻസിനെ ഇല്ലാതാക്കിയിട്ടില്ലേ? കമ്പ്യൂട്ടറൈസേഷനും മെക്കാനിസൈസേഷനും ഇല്ലാതാക്കിയിട്ടില്ലേ? ടെക്നോളജിക്കെതിരെയാണ് അദ്ദേഹം പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ. ഇനി നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താ? ഇപ്പം ഞാൻ വേറൊരു ജാതിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ മിസ്റ്റർ വിവാഹം പറഞ്ഞതുപോലെ അപ്പം ഞങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി ഏത് ജാതിയിലാവും? അതേപോലെ നാളെ എൻ്റെ അടുത്ത സുഹൃത്ത് സലീം ഹുസൈൻ എന്നാ പേര്, അദ്ദേഹം നെയ്യാറ്റിങ്കരയുള്ളതാണ്, നെടുമങ്ങാടുള്ള, അദ്ദേഹം നീലിമ നമ്പൂതിരി എന്ന കുട്ടിയാണ് കല്യാണം കഴിക്കുന്നത്, ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. അവർക്ക് ജനിക്കുന്ന കുട്ടിക്ക് ഏത് മതത്തിൽ പേരിടും? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇത് തത്വത്തിൽ ഡയലോഗ് അടിച്ചാൽ പോരാ. അതാണ് എനിക്ക് പല ഈ വിപ്ലവ പാർട്ടികളെ ആൾക്കാരോട് ദേഷ്യം. അന്താരാഷ്ട്ര ജാതി ഇല്ലായ്മ പറയും, മതമില്ലായ്മ പറയും, പക്ഷേ സ്വന്തം മകളെ കെട്ടുന്നത് സ്വന്തം നമ്പൂരിയെ കെട്ടണമെന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം പല പാർട്ടിക്കാർക്കും ഉണ്ട്. ബിനോഷ് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സജഷൻ ഇതാണ്, നമ്മുടെ കോളങ്ങളിൽ നിന്ന് ആ ജാതിയും മതവും അങ്ങ് മാറ്റണം. ഇന്ത്യയിലെ നമ്മുടെ സ്കൂളിൽ ചേർക്കാനുള്ള, കോളേജിൽ ചേർക്കാനുള്ള കോളത്തിൽ നിന്ന് ജാതി മതം മാറ്റണം. നിങ്ങൾക്ക് ജാതി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വ്യക്തിപരമായി പ്രാക്ടീസ് ചെയ്തോ, മതം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്വന്തം വീട്ടിനകത്ത് പ്രാക്ടീസ് ചെയ്തോ. അത് പൊതുവേദിയിലേക്ക് കൊണ്ടുവരേണ്ട. അല്ലല്ല, സംവരണം ഒഴിവാക്കാൻ വേണ്ടിയൊന്നുമല്ല. അത് എന്തിലും വർഗീയതയാണ് ഒരു പ്രശ്നമാണ്. കാര്യം പാവപ്പെട്ടവർ എല്ലാത്തിലും ഉണ്ട്. മുസ്ലിം, ഹിന്ദു വിഭാഗങ്ങൾ എല്ലാ പാവപ്പെട്ടവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംവരണം പോലെ ആനുകൂല്യം വേണം. അതൊന്നും വേണ്ടെന്നാരും പറയുന്നില്ല. പക്ഷേ ജാതിയും മതവും ആ കോളത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഒരു വലിയ പരിധി വരെ വർഗീയത മാറും. പ്ലസ് അവർക്ക് ഇഷ്ടമുള്ള ജാതി അല്ലെങ്കിൽ മതമോ വിശ്വാസമോ തിരഞ്ഞെടുത്തോട്ടെ, ആ കോളത്തിൽ നിന്ന് മാറ്റാനുള്ള ആർജവം നമ്മൾ കാണിച്ചാൽ ഒരു 10 വർഷത്തിന് ശേഷമെങ്കിലും വരുന്ന തലമുറയ്ക്ക് കുറച്ചുകൂടെ വർഗീയതയും ജാത്യാന്തതയും ഒക്കെ കുറഞ്ഞു കിട്ടും. രാഹുൽ ഈശ്വർ ഐൻസ്റ്റൈൻ്റെ ദൈവത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്ന്. എൻ്റെ ഈ ചോദ്യം രവിചന്ദ്രൻ മാഷിനോടാണ്. ഐൻസ്റ്റൈൻ്റെ ദൈവം അതേക്കുറിച്ച് പറഞ്ഞില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതൊന്ന് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് വ്യക്തമാക്കാം. ഒരു സംവാദം നടത്തുമ്പോൾ ഒരു വിഷയം ഉണ്ടാവും. ഇവിടെ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയോ സംവാദമോ ആയിരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് അനുസൃതമായിട്ടും അതിനെ അധികരിച്ച് സംസാരിക്കാതെ വേറെ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി വെറുതെ സമയം തീർക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കണ്ടത്. ഐൻസ്റ്റീൻ്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ നാസ്തികനായ ദൈവത്തിൽ തന്നെ 4-5 പേജ് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ദൈവം എന്ന് പറയുന്നത് മതം മുന്നോട്ട് വെക്കുന്ന ദൈവമാണ്. അതാണ് ഒരു 99%. ബാക്കി ഫിലോസഫിക്കൽ തലത്തിലോ, ഞാനിപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ടൈം ലൈനിൽ അദ്വൈതമാണ് ചർച്ച ചെയ്യുന്നത്. അദ്വൈതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് അറിയുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് ശരിക്കും ആചാരങ്ങളോ അനാചാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല വരുന്നത്. ശങ്കരാചാര്യരെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ ഓരോത്തിനും ഓരോരോ കോഴ്സുകളും ഉണ്ട്, ഡിസ്കോഴ്സുകളും ഉണ്ട്. ഇവിടെ നമ്മുടെ വിഷയം ആ വിശ്വാസം എങ്ങനെ ഒരു വ്യക്തിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ആദ്യത്തെ 8 പോയിന്റും പിന്നീട് വന്ന കാര്യങ്ങൾ. ഐൻസ്റ്റീൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പം ഒരു ലോജിക്കൽ ഫാലസിയാണ് ഐൻസ്റ്റീൻ്റെ ദൈവം. ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയും. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ കാരണം ഇന്നതാണ് എന്ന് പറയുമ്പോൾ ആ വസ്തുവിനും ഒരു കാരണം നമ്മൾ കണ്ടെത്താൻ ബാധ്യസ്ഥരാണ്. കാര്യം കാര്യകാരണ ബന്ധമനുസരിച്ച് ഈ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത ഒരാൾ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? അയാൾ തനിയെ ഉണ്ടാകണം. അതാണ്. അപ്പോൾ തനിയെ ഉണ്ടായില്ലെങ്കിൽ അയാൾക്കൊരു കാരണം ഉണ്ടാവണം. അതൊരു ശക്തിയോ ഒരു താളമോ വൈബ്രേഷനോ കമ്പനമോ എരപ്പോ സംഗീതമോ സത്യമോ എന്തോ ആയിക്കോട്ടെ, ഈ സാധനം തനിയെ ഉണ്ടതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ഇപ്പം നമ്മൾ നാസ്തിക ചിന്ത, ഇദ്ദേഹം പറഞ്ഞു നാസ്തികർ എന്ന് പറയാൻ ധൈര്യം ഉണ്ടെന്ന്. ഐ ആം പ്രൗഡ് ടു ബി ആൻ എത്തീസ്റ്റ്. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ യുക്തിവാദി എന്നുള്ള പദവി ഉപയോഗിക്കാറില്ല. ഞാൻ നിരീശ്വരവാദിയെന്നോ നാസ്തികനെന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ പച്ചയായിട്ട് തന്നെ പറയുന്ന ആളാണ്. അത് തന്നെ ഞാൻ പറയുള്ളൂ. ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ്. ഞാനൊരു മതവിശ്വാസിയായിരുന്നു ചെറിയ കാലഘട്ടത്തിൽ, എല്ലാവരെയും പോലെ. സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് പുറത്തു വന്നു. വർഷങ്ങളോളം ഒന്നും ഇല്ലാതെ നിന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ ചില അവസ്ഥകൾ കാരണം വന്നു. ലേറ്റ് കമറാണ്. ഓക്കെ, റൈറ്റ്. അപ്പം ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്ഗമനം, അനന്തമായ പശ്ചാത്ഗമനം. അനന്തമായ പശ്ചാത്ഗമനം വരുമ്പോൾ നമ്മൾ ആ വാദം ഫിലോസഫിക്കലായിട്ട് ഇൻവാലിഡ് ആണ്. നിങ്ങൾ എന്താണോ ശരിക്കും ഒരു ഫോഴ്സ് ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് എടുക്കുന്നത്, അതൊരു കാരണമാണെങ്കിൽ ആ കാരണത്തിന് കാരണം ഉണ്ടാണ്. പക്ഷെ ഇന്നെന്താ നമ്മൾ പറയുന്നത്? ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾ അവിടെ തകിടം മറിയാണ്. ഈ പ്രപഞ്ചത്തിന് കാരണം ആവശ്യമില്ല. അതിന്റെ കാരണം അത് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ കാരണം അല്ലാതെ പ്രപഞ്ചത്തിനൊരു കാരണം വേണമെങ്കിൽ ആ കാരണത്തിന് വീണ്ടും ഒരു കാരണം വേണം. അതാണ് ദൈവം ആണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ ദൈവത്തെ ആരുണ്ടാക്കിയെന്ന് LKG ചോദിക്കുന്നത്. ആ ചോദ്യം കൊണ്ട് അത് ദൈവം തന്നെ ഉണ്ടാക്കി, പിന്നെ ഇതിനങ്ങ് തന്നെ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ ഐൻസ്റ്റീൻ്റെ ദൈവത്തിന് ഒരു ലോജിക്കൽ ഫാലസി ഉണ്ട്. പിന്നെ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം ഒരു ക്രമമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നെങ്കിൽ ക്രമമില്ലായ്മ പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രപഞ്ചത്തിലൊരു താളമാണ് കാണുന്നുണ്ടെങ്കിൽ താളമില്ലായ്മയുണ്ട്. അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയും. ഒരു പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് ഒരു പാറ്റേൺ സീക്കിംഗ് എന്നാണ് നമ്മൾ പറയുക. കോഗ്നിറ്റീവ് സയൻസിൽ അതൊരു പാറ്റേൺ സീക്കിംഗ് ആണ്. അദ്ദേഹം അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ല. അതൊക്കെ ഒരു ഭൗതികമായ തലത്തിൽ നിലനിൽക്കുന്ന കാര്യം. വിശ്വാസം അന്വേഷണമാണ്. വിശ്വാസമുണ്ട്, പക്ഷെ അന്ധവിശ്വാസം പാടില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസമാണ്. കാരണം വിശ്വാസത്തിന് മുന്നിൽ ചോദ്യങ്ങളൊന്നുമില്ല. വിശ്വാസത്തിന്റെ മുന്നിൽ ചോദ്യങ്ങളില്ല. അതുപോലെ ഭക്തി ഉയരത്തിലേക്കുള്ള വഴിയാണെന്നാണ്. നമ്മൾ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം പോയി വലിയ വേറെ തലത്തിലേക്ക് മാറും. അപ്പൊ അതിന്റെ ആ ചുവടുപടി ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലുമല്ല. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ആദ്യം പഠിക്കുന്നത് എന്താണ്? ABC ആണ്, അല്ലാണ്ട് ആ ഈ അല്ല പഠിക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പൊ ഭക്തി നമ്മൾ ഉയർന്ന ജ്ഞാന മാർഗത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ന്യായീകരിച്ച് ഉള്ള ഭാഷ എന്താണെന്ന് കിട്ടണം. അതുകൊണ്ട് ഉത്തരം സ്പെസിഫിക് ആയിരിക്കണം താല്പര്യമുണ്ട്. കാരണം ഈ വാചാടാപം ഒഴിവാക്കിയിട്ട് നമ്മുടെ വിഷയം പോലെ തന്നെ മറുപടി വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. റാഷണലിസം എന്ന റീസൺ ആണ് നോളജിന്റെ അടിസ്ഥാനം എന്ന ഇന്നത്തെ ഫിലോസഫിയുടെ കഴിഞ്ഞ 300-350 വർഷങ്ങളായുള്ള ചിന്തയുടെ എംപിരിസിസ്റ്റ് തോട്ടിന്റെ തുടക്കക്കാരായ ഡേകാർട്ടും ലേബിനോസും സ്പിനോസയും പറയുന്നത് ഇവര് ഏറ്റവും വലിയ ദൈവവിശ്വാസികളാണ്. അപ്പൊ ഇവരുടെ ദൈവം എന്താ? ഉറപ്പായിട്ട് ഇവർ ഡിങ്കനെ ആരാധിച്ചിരുന്നില്ല. പക്ഷേ ഇവരുടെ ദൈവം നേരത്തെ പറയുന്നത് പോലെ ഉയർന്ന ഫിലോസോഫിക്കൽ ഹൈറ്റ്സ് ഉള്ളൊരു ദൈവമാണ്. ആ ദൈവത്തിലേക്ക് ഇവരെ നമ്മുടെ ജനങ്ങളെ ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഡിങ്കനിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുതെന്നും ഐൻസ്റ്റീൻ, അതുകൊണ്ട് ഐൻസ്റ്റീൻ നിരീശ്വരവാദത്തെ കാറ്റഗറിക്കലി തള്ളിപ്പറയുക. ഐ ആം എഗെയിൻസ്റ്റ് ഫാനറ്റിക്കൽ എത്തീസം. കൃത്യം വാക്ക്, എൻ്റെ വാക്കുകളല്ല. ഞാൻ ഈ തീവ്രവാദപരമായ ഫാനറ്റിക്കലായ നിരീശ്വരവാദത്തിന് എത്രമാത്രം അന്ധവിശ്വാസിയെ എതിർക്കുന്നോ അത്രമാത്രം ഞാൻ അന്ധനായ നിരീശ്വരവാദിയെ എതിർക്കുന്നു എന്ന് ആ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഈ ലോഫ്റ്റി ഹൈറ്റ്സിലേക്ക് ജനങ്ങളെ കൈപിടിച്ചുയർത്തണം. പിന്നെ അദ്ദേഹം അതിവിദഗ്ധമായി പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ നിരീശ്വരവാദി എന്ന് പറയുന്നൊക്കെ ഒരു തന്ത്രമായിരുന്നു. അത് തന്നെയല്ലേ അദ്ദേഹം ഇപ്പം പറഞ്ഞത്. ഞാൻ ഈശ്വരവിശ്വാസിയായിരുന്നു, ഇപ്പം അതൊക്കെ മാറി വന്നതാണ്. അപ്പം നമ്മുടെ എല്ലാ ലൈഫിൽ ഈ സ്റ്റേജസ് വരും. ആദ്യം പഠിച്ചു വെച്ച വിശ്വാസമാണെങ്കിൽ വിശ്വാസിയായിരിക്കും, പിന്നീട് അത് ചോദ്യം ചെയ്ത് നിരീശ്വരവാദിയാവും, പിന്നീട് വീണ്ടും വിശ്വാസിയാവും, പിന്നീട് ഇതെല്ലാം അർത്ഥശൂന്യമാണെന്ന് തോന്നും, ഒരു അന്വേഷകനാകും, സാധകനാകും. അങ്ങനെ പല സ്റ്റേജിലൂടെയാണ്, ഈ ക്രമത്തിലല്ല, പല ആൾക്കാരുടെ ലൈഫ് കടന്നു പോകുന്നു. പക്ഷേ എൻ്റെ ഏക റിക്വസ്റ്റ്, ലെറ്റ് us ബി ഓപ്പൺ ഐഡ്. ഇതൊന്നും തെള്ളിക്കളയരുത്. സയൻസിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യം ലെറ്റ് us ബി ഓപ്പൺ മൈൻഡഡ്. അത് എന്തിനെ കുറിച്ചാണെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ രസകരമായ ഏഷ്യാനെറ്റിൽ ചർച്ച ചെയ്തിരുന്ന റീഇൻകാർണേഷനെ കുറിച്ചും ബ്രെയിൻ വേവ്സിനെ കുറിച്ചും ഇയാൻ സ്റ്റീവൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇന്ന് ശാസ്ത്രലോകം, ഇവർ പറയുന്ന സയൻസ് ശാസ്ത്ര പ്രചാരകർ എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും പ്രമുഖരായ 2 ശാസ്ത്രജ്ഞരായ, ഇവർ വിശ്വാസികളൊന്നുമല്ല, ഏറ്റവും കൂടുതൽ റീഇൻകാർണേഷനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ 20 കേസ് ഓഫ് സജസ്റ്റീവ് റീഇൻകാർണേഷൻ ഒക്കെ ഉണ്ട്. ഇത് ആണെന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ പഠിക്കേണ്ട പുസ്തകങ്ങളാണ്. ഒരു പക്ഷേ വരുന്ന നൂറ്റാണ്ടിൽ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആകാൻ ഒറ്റ വരി നിർത്താം. വിശ്വാസി പലപ്പോഴും ഡോഗ്മാറ്റിക്കും അന്ധനും കണ്ണടച്ചിരിക്കുന്നവരുമാണ്. അതുപോലെ ആവരുത് യുക്തിവാദികൾ എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അവരും കണ്ണടച്ച് ഞങ്ങൾ പഠിച്ചു വെച്ച ശാസ്ത്രത്തിനപ്പുറം ഒന്നുമില്ല എന്നുള്ള അന്ധമായ ഡോഗ്മാറ്റിക് മനസ്ഥിതി ആവരുത്. ലെറ്റ് us ബി ഓപ്പൺ മൈൻഡഡ് ആൻഡ് ലെറ്റ് us ബി ഓപ്പൺ ടുവേർഡ്സ് ട്രൂത്ത്. സർ, എനിക്ക് പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്കൊരു യുക്തിവാദിയാകാനോ ദൈവത്തെ വിശ്വസിക്കാതിരിക്കാനോ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഉദാഹരണത്തിന് ഒരു അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിക്ക് ശരിക്കും ഒരു ആത്മീയതയല്ലേ അതിന് രക്ഷപ്പെടാനുള്ള, അതിൻ്റെ മനസ്സിന് സാന്ത്വനം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. രണ്ടാമത്, രാഹുൽ ഈശ്വർ നേരത്തെ പറയുകയുണ്ടായി വിശ്വാസവും വിവേകവും ഉണ്ടാവണമെന്ന് പറയുകയുണ്ടായി. ഇന്നത്തെ വിശ്വാസികളിൽ 99.9% ആൾക്കാർക്കും വിശ്വാസം മാത്രമേ ഉള്ളൂ, വിവേകമില്ല. അപ്പോൾ അതാണ് അന്ധവിശ്വാസം ഇത്രയും കൂടാനുള്ള ഒരു കാരണം. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് എനിക്കറിയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യം മതവിശ്വാസിയാണെന്ന് പറയാൻ കാര്യം, ഒരു മതാധിഷ്ഠിത സമൂഹത്തിലെ ഡിഫോൾട്ട് സെറ്റിംഗ് മതവിശ്വാസമാണ്. നാസ്തികത എന്നൊക്കെ പറയുന്ന ഒരു ലിബറേഷനാണ്, ഒരു മോചനമാണ്, ഒരു തിരിച്ചറിവാണ്. അതില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മതവിശ്വാസികളായിട്ട് തുടരും. മറ്റേതൊരു ഇൻ്റലക്ച്വൽ ഹൈ ഗ്രൗണ്ട് സാധാരണ ഇതിൽ ആൾക്കാർ ക്ലെയിം ചെയ്യാനായിട്ട് ഇങ്ങനെ ഞാൻ പണ്ട് നിരീശ്വരവാദി ആയിരുന്നു എന്ന് പറയാറുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ബാക്കി ഓക്കെ റൈറ്റ്. ഈ ചോദ്യം, ഇപ്പോൾ നിങ്ങളൊരു കോടാലി എടുത്ത് നിങ്ങളുടെ കാലിലിടുക, എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ചികിത്സിച്ച് ഭേദമാക്കിയെടുക്കുക. ഇവിടെ നിങ്ങൾ ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു മുറിവുണ്ടാക്കിയിട്ട് നിങ്ങളത് ചികിത്സിച്ച് ഭേദമാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മതവിശ്വാസം അല്ലെങ്കിൽ ഇല്ലത്ര ഏതെങ്കിലും രീതിയിലുള്ള വിശ്വാസം, ജ്യോതിഷ വിശ്വാസം, എന്തോ ആയിക്കോട്ടെ, ഈ വിശ്വാസമുള്ള ഒരാൾക്ക് ആണ് വിശ്വാസപരമായ ഒരു ആശ്വാസം കിട്ടുന്നത്. ഇപ്പോൾ ബാധ, ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ബാധയുള്ള സ്ത്രീകൾക്ക്
തിരുമേനിമാരും മറ്റേ മന്ത്രവാദികരും വന്ന് കളം വരച്ചിട്ട് ചൂരലിനടിക്കുക, കൈവെള്ള പൊള്ളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ അടിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പറയും എൻ്റെ ബാധ പോയി. സ്ത്രീകൾക്കാണ് പൊതുവിൽ ബാധ വരുന്നത്, പുരുഷന്മാർക്ക് എന്തുകൊണ്ടോ വരാറില്ല. ടെക്നിക്കൽ റീസൺസ് ഐ ഡോണ്ട് നോ ആക്ച്വലി. അപ്പോൾ ഈ ബാധ രാവിലെ ആകുമ്പോൾ പോകുന്നു ഈ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ പറയുന്ന കറക്റ്റാണ്. കാര്യം അവൾ വിശ്വസിക്കുന്നു, അവളുടെ ചുറ്റുമുള്ളവർ വിശ്വസിക്കുന്നു, ബാധ പോകുന്നു, തിരുമേനിക്ക് പൈസ കൊടുക്കുന്നു. ഈ ബാധയിൽ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ഒഴിപ്പിക്കാൻ സാധിക്കില്ല. ഒരു എത്തീസ്റ്റിനെ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് ബാധ ഒഴിപ്പിക്കാനായിട്ട് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പൂജാരിയുടെ അടപ്പ് ഇളകുന്ന അടി തിരിച്ചങ്ങോട്ട് കിട്ടും. പക്ഷെ ഒരു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് കറക്റ്റാണ്. അപ്പം നമ്മളൊരു സാധനം ചുമക്കുകയും ആ ചുമട് അതായത് ആ ഭാരം അത് നമ്മൾ മതപരമായിട്ടുള്ള കർമ്മത്തിലൂടെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു മോതിരം നിങ്ങളൊരു പൊട്ടക്കിണറിൽ എറിയുന്നു. നിങ്ങളുടെ സ്വാശ്രയബോധവും യുക്തിബോധവും സാമാന്യ ബുദ്ധിയും എല്ലാം നിങ്ങൾ മതത്തിന് പണയപ്പെടുത്തുന്നു. അന്വേഷണമല്ല മതം, അന്വേഷണം ഇല്ലായ്മയാണ്. അന്വേഷണത്തിന്റെ അവസാനമാണ് മതം തുടങ്ങുന്നത്. എവിടെ അന്വേഷണം അവസാനിക്കുന്നു അവിടെ മതം തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളത് പൊട്ടക്കിണറ്റിൽ നിങ്ങളുടെ അമൂല്യമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിഗുണങ്ങളും നിങ്ങളുടെ ആശയബോധവും നിങ്ങളുടെ അന്വേഷണത്വരയും എല്ലാം നിങ്ങൾ ഈ പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് പിന്നെ മതപരമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസങ്ങളിലൂടെ, വഴിപാടുകളിലൂടെ അത് തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ മോതിരം മാത്രമാണ്. നിങ്ങൾക്കൊരു ഇഞ്ച് പോലും അധികം സാധനം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കുട്ടി മരിക്കുന്നു, എന്താ നിങ്ങൾ പറഞ്ഞൊരു കേസ്, ഇതെങ്ങനെയാണ് നേരിടേണ്ടത്? ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ടോപ്പിക്കിലൂടെ സംസാരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു ചാക്കാല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ആൾക്കാർ വലിയ രീതിയിൽ കരയും. വലിയ രീതിയിൽ കരഞ്ഞിട്ട് 2-ാം ദിവസം ആകുമ്പോൾ കരച്ചിലിന് അളവ് കുറയും, 3-ാം ദിവസം ആകുമ്പോൾ വീണ്ടും കുറയും, 4-ാം ദിവസം ആകുമ്പോൾ ചെറിയൊരു ഈർപ്പം മാത്രം, 5-ആകുമ്പോൾ കുറയും, 6-ാം ദിവസം നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഇപ്പം എന്താ കരയാത്തെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും കരഞ്ഞിട്ട് എന്താ കാര്യം, പോകാനുള്ളത് പോയി. ഇതൊരു റിയലൈസേഷനാണ്, ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിന് അവർ 7 ദിവസം എടുത്തു. കരയരുതെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഉടനെ കരയരുതെന്ന് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞു. ഇതിപ്പം നമ്മൾ അങ്ങനെ അതൊരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. കരച്ചിലും ഇത് ജൈവികമാണ്, മറ്റേ മതവിശ്വാസം മറ്റൊന്നാണ്. അപ്പോൾ ഇതേ കണക്ക് നമുക്ക് വരുന്നത് ഇത് ജൈവികമായിട്ട് കരഞ്ഞ് തന്നെ തീർക്കാവുന്ന കാര്യമാണ്. പക്ഷേ എന്നാലോചിച്ച് നോക്ക്, മതവിശ്വാസപരമായിട്ട് ഉള്ള കുറേ ചിന്തകൾ നമ്മൾ പേറുകയാണെങ്കിൽ, നമ്മളൊരു കല്യാണം കഴിക്കണമെങ്കിൽ, ജാതകം നോക്കണമെങ്കിൽ, ബാക്കി എല്ലാ കാര്യം നമ്മളിപ്പോൾ യഥാർത്ഥ വിശ്വാസിയാണോ? ജാതക വിശ്വാസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസിയാണോ? അല്ല. ഇപ്പോൾ നിങ്ങളുടെ മകള് നിങ്ങൾക്ക് ഒരാളെ വിവാഹം കഴിക്കണം, അന്നേരം എന്താണ് എല്ലാം പൊരുത്തം, കറക്റ്റായിട്ട് പൊരുത്തവും എല്ലാ യോഗങ്ങളും ശരിയായിട്ടിരിക്കുന്നത് ആ നാട്ടിലെ ഒരു ഭിക്ഷക്കാരനാണെന്നിരിക്കട്ടെ, അയക്കുമോ? ഇല്ല. എന്താണ് കാര്യം? ജാതകപരമായിട്ട് നോക്കുകയാണെങ്കിൽ വിശ്വാസം എന്താണ്? നല്ല ഇതാണെങ്കിൽ എത്ര മോശമാണെങ്കിലും നല്ല ജീവിതം ഉണ്ടാവും, മോശമാണെങ്കിൽ എത്ര നന്നായിട്ടിരുന്നാലും പിന്നെ അടി കിട്ടും. ഇതാണല്ലോ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഈ ഭിക്ഷക്കാരൻ്റെ കൂടെ അയക്കണം. നിങ്ങൾക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട്, മകൾക്കുണ്ട്, എല്ലാ പൊരുത്തമുണ്ട്, കറക്റ്റ്. അയക്കില്ല. അവന് പകരം എന്ത് ചോദിക്കും? ചെറുക്കൻ വേറെ വേണം. ചെറുക്കൻ്റെ ജോലി, അവൻ്റെ ഇൻക്രിമെൻറ്റ്, അവൻ്റെ ഓഫീസ് എവിടെയാണ്, അവൻ്റെ പ്രൊമോഷൻ സാധ്യത, അവൻ്റെ അമ്മ, അവൻ്റെ അച്ഛൻ, അവരുടെ വീട്ടുകാർക്കിനും വട്ടുണ്ടോ, അവർക്ക് രോഗങ്ങളുണ്ടോ, പിന്നെ അയൽവക്കം എങ്ങനെയുണ്ട്, ഇങ്ങനെ തൊട്ട് അവസാനം അവൻ്റെ ജീൻ വരെ പരിശോധിച്ചിട്ടാണ് ഈ സാധനമായിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എവിടെയാണ് വിശ്വസിക്കുന്നത്? യഥാർത്ഥത്തിൽ അവൻ പയറ്റുന്നത് യുക്തിബോധവും യുക്തിവാദവുമാണ് പയറ്റുന്നത്. ഇപ്പോൾ ഇതെല്ലാം പയറ്റി ഇത്ര ഉറപ്പ് വരുത്തിയിട്ടാണ് ഇയാൾ ജാതകം നോക്കുന്നത്. എങ്കിൽ പിന്നെ ജാതകം നോക്കി, അതായത് ഈ പൊരുത്തം നോക്കി നടത്തുന്ന കല്യാണങ്ങളിൽ പലതും വിജയിക്കാനുള്ള കാരണം പൊരുത്തമില്ലാതെ തന്നെ വിജയിക്കാനായിട്ടുള്ള റിസോഴ്സസും സാധ്യതകളും അതിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊരു അധിക വ്യായാമമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അധികപ്പറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു. നിങ്ങളൊരു കുട്ടി മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പോയി പൂജയും വഴിപാടും നടത്തിയാലും ഏതെങ്കിലും ഒരു ദൈവത്തിൽ വന്നാലും നിങ്ങളൊരു സമയം എടുക്കും. അത് നിങ്ങൾ കുറച്ചുകൂടെ തിരിച്ചറിവ്, അതായത് യാഥാർത്ഥ്യത്തെ എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹാൻഡ് ഷേക്ക് വിത്ത് റിയാലിറ്റി. യാഥാർത്ഥ്യത്തോട് നടത്തുന്ന ഒരു ഹസ്തദാനമാണ് നാസ്തികത എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വിഹുലതകൾ വിട്ടൊഴിഞ്ഞിട്ട് എന്താണ് മതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിപ്പോർട്ട് വിത്തൗട്ട് സപ്പോർട്ട്, ആൻ ഇല്യൂഷൻ, ഇറ്റ്സ് വിത്തൗട്ട് എനി സൊല്യൂഷൻ ആക്ച്വലി, ആൻ ഇൻഫർമേഷൻ വിത്തൗട്ട് കൺഫർമേഷൻ. ആദ്യ രാഹുലിനൊരു അഡ്ഹോമിനുണ്ട്. ഐൻസ്റ്റീൻ്റെ ദൈവത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്ന ഒരാൾ ഒരിക്കലും ആ ദൈവത്തിന് തെളിവായിട്ട് ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നൊരു ആർഗ്യുമെൻറ്റ് കൊണ്ടുവരില്ല. കാരണം രണ്ടും ഘടകവിരുദ്ധമാണ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഐൻസ്റ്റീൻ, ഇപ്പം ഇന്നത്തെ നമ്മുടെ സംവാദത്തിൻ്റെ വിഷയം വിശ്വാസം ആശ്വാസമോ എന്നുള്ളതാണ്. ഈ ഐൻസ്റ്റീൻ്റെ ദൈവം എന്ന് പറയുന്നത് സ്പിനോസയുടെ ദൈവം. കാരണം ഐൻസ്റ്റീൻ പല രീതിയിലെ ദൈവം എന്നുള്ള കൺസെപ്റ്റ് യൂസ് ഉണ്ട്. ഒന്നാമത് പുള്ളി അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസം വരില്ല. പിന്നെ സ്പിനോസയുടെ ദൈവം, ഈ സ്പിനോസയുടെ ദൈവം എന്ന് പറയുന്നത് ഗോഡ് ഇൻടോക്സിക്കേറ്റഡ് ജൂ എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് സ്പിനോസ പറഞ്ഞത് ഒരു മോണിസ്റ്റ് ആയിട്ടുള്ള, ഡ്യുവലിസ്റ്റിക് അല്ല, മോണിസ്റ്റ് ആയിട്ടുള്ള ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പുള്ളി ദൈവം എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തോടും വിശ്വാസം വരുന്നില്ല. കാരണം ഡിറ്റർമിനിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ഒരു ദൈവം എന്നൊരു കൺസെപ്റ്റ് വരുള്ളൂ, വിശ്വാസം എന്നൊരു കൺസെപ്റ്റ് വരുള്ളൂ. അപ്പം
രാഹുൽ ഇന്ന് ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ആർഗ്യുമെൻറ്റുകളും നമ്മൾ ഐൻസ്റ്റീൻ്റെ ലെവലിലേക്ക് ഉയരണം, ഐൻസ്റ്റീൻ്റെ ദൈവത്തിൽ വിശ്വസിക്കണം എന്നാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ദൈവത്തിൽ തന്നെ വിശ്വാസം ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ വിശ്വാസം ആശ്വാസമോ എന്നുള്ള ഡിബേറ്റ് സബ്ജക്റ്റിന് വെളിയിലായിട്ടുള്ള കുറച്ച് ഓഫ് ടോപ്പിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് രാഹുൽ അവിടെ പറഞ്ഞത്. അപ്പം ഈ ടോപ്പിക്കിൽ അതും തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തിനുള്ള വിശ്വാസം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മതവിശ്വാസം തന്നെയല്ലേ, ദൈവവിശ്വാസം തന്നെയല്ലേ? ആ പേര് വെക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ, അതിനെ തന്നെയല്ലേ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും മനസ്സിലാവത്തൊന്നുമല്ലോ. അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇതാണ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത വാദഗതിയുള്ള ഒരാൾ പറഞ്ഞാൽ അല്ലെങ്കിൽ സമർത്ഥിക്കുകയാണെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ഇതെല്ലാം ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ? ഇതിൽ ദൈവം ബന്ധപ്പെട്ട വിഷയമല്ലേ? ഈ ദൈവം എന്താ? ഇപ്പം നേരത്തെ ഒരാൾ ചോദിക്കുക ഈശ്വരന്റെ അസ്തിത്വം കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോൾ ഈശ്വരന്റെ നിർവചനം വേണ്ടേ? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തിലുള്ള വിശ്വാസം? തേങ്ങാക്കൊലയുള്ള വിശ്വാസമാണോ? അല്ല. മതവിശ്വാസം ഈശ്വര വിശ്വാസം അല്ല, മതവിശ്വാസം ഈശ്വര വിശ്വാസം തന്നെയാണ് വരുന്നത്. രണ്ട് സ്ട്രോമാനും ആഡ്ഹോമിനും അടക്കമുള്ള തർക്കങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഈ സുഹൃത്ത് ചോദിച്ചു, ആ കുട്ടിക്ക് അച്ഛനും അമ്മയും മരിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞു. സാർ ഒരു വരി അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ, ബാക്കി വരികളെല്ലാം വേറെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്? കാര്യം ഇതെല്ലാം റിലേറ്റഡാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ എതിർക്കില്ല, കാരണം അദ്ദേഹം പറഞ്ഞതേ അങ്ങനെ പറയാൻ പറ്റൂ. കാര്യം ഇത് റിലേറ്റഡ് ആണ്. ഇതൊന്നും ഈ ഏറ്റവും മനുഷ്യൻ്റെ ബുദ്ധിയെ ആദ്യകാലം തൊട്ട് മതിച്ച ഏറ്റവും ഡെപ്തുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിലെ ഏത് പോയിന്റ് തൊടണമെങ്കിലും സർവ്വതലസ്പർശിയായി പല പോയിന്റ്സ് തൊട്ടാലേ ഇതിൻ്റെ ക്രക്സിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധനെ രസകരം അതൊക്കെ അറിഞ്ഞിരിക്കുക. ബുദ്ധനോട് കൃത്യ ഉത്തരവാണിത്. ബുദ്ധനോട് ചോദിക്കുന്നുണ്ട് ഈശ്വരനുണ്ടോ എന്ന്. ബുദ്ധൻ കണ്ണടച്ചിരിക്കുക. അപ്പം ബുദ്ധൻ ശിഷ്യൻ പോയി കഴിഞ്ഞ് ആനന്ദം വന്ന് ചോദിക്കും, നിങ്ങൾ എന്താ കണ്ണടച്ചിരുന്നത്? ഒരാൾ വന്ന് ചോദിക്കുകയല്ലേ ദൈവം ഉണ്ടോ? ഇതിന് ഉത്തരം പറഞ്ഞൂടെ? ഒന്നെങ്കിൽ ഉണ്ട്. നമ്മുടെ ലോജിക്ക് അതാണ്. ഇപ്പോൾ ആ ചോദിച്ച ലോജിക്ക് അതാ, ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഡയറക്റ്റായിട്ട് മറുപടി പറഞ്ഞൂടെ? ബുദ്ധൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ കണ്ണടച്ചിരുന്നത് ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ആ സ്പിനോസയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു. ആ സ്പിനോസയുടെ മോണിസവും അദ്വൈതവും എല്ലാം സ്പിനോസയുടെ ഫിലോസോഫിക്കൽ റിയാലിറ്റി തന്നെയാണ്. അതിനെ പ്രാസം ചേർത്ത് ഇല്യൂഷനും കൊല്യൂഷനും ഇൻഫർമേഷനും കൺഫർമേഷനും എന്ന് പറഞ്ഞാൽ സത്യം മാറാൻ പോകുന്നില്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, 99% വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 99 കടുപ്പം കൂടുതലാണ്. 50% വിശ്വാസികളിൽ ബേസ് ഇല്ലാതെ വിശ്വസിക്കുന്നവരുണ്ട്, 50% ബേസോടെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ബേസ് ഏതാണ് എന്ന് നോക്കി ഐൻസ്റ്റീൻ്റെ അടക്കമുള്ള വിശ്വാസങ്ങൾ പരിശോധിച്ച് വ്യത്യസ്ത ജനങ്ങളിൽ നിൽക്കുന്ന ദൈവത്തെ ആ ലെവലിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു പരിപ്രേക്ഷ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന വാക്കുപോലും ഇവിടെ ഉപയോഗിച്ചില്ല. ഞാൻ പറഞ്ഞ മുമ്പത്തെ ചർച്ചകളാണ്. അതെ, ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന വാക്കുപോലും ഉപയോഗിച്ചില്ല. അത് മറ്റൊരു ഡിബേറ്റാണ്. ഞാൻ ഈ ഡിബേറ്റിലേക്ക് തന്നെ ചർച്ച ചുരുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന വളരെ സ്ട്രോങ് ആയ ആർഗ്യുമെൻറ്റ് റേസ് പോലും ചെയ്യാത്തത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതൽ ഈ വ്യത്യസ്ത സങ്കല്പങ്ങൾ പഠിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോട്ടെ, അവർക്ക് കണ്ടെത്താനുള്ള സ്പേസ് ഉണ്ടാകട്ടെ. ഇത് ഒരു കാര്യം കൂടി, പിന്നെ ഒറ്റ വരി കൂടി, അച്ഛനും അമ്മയും മരിച്ചുപോയ കുട്ടിയോട് മോളെ വി ഹാവ് എ ഹാൻഡ് ഷേക്ക് വിത്ത് റിയാലിറ്റി, ചത്തുപോയി പോട്ടെ കള എന്ന് പറയാൻ മനുഷ്യത്തുള്ള ഒരാൾക്ക് പറ്റില്ല. അപ്പോൾ അവിടെ ദൈവത്തെ കൊണ്ടുവരുന്നത് ഞാൻ ഈശ്വരവിശ്വാസി ആയതൊന്നും അല്ല, പോട്ടെ എന്തെങ്കിലും പറഞ്ഞവരെന്ന് സമാധാനിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ദൈവം എടുത്തു, ദൈവത്തിന് ഭഗവാൻ കെ പ്യാരേ ഹോ ഗയാ എന്ന് ഹിന്ദി പറയും, അതായത് ദൈവത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ പിന്നെ ഇത്രയും കാലം വിട്ടെന്തിനാ, നേരത്തെ കൊന്നാൽ പോരെ. അപ്പോൾ എന്ന് പറയുന്നതിൻ്റെ അന്തരാർത്ഥം ഓൾവേസ് റിമെമ്പർ, ഒരു സ്പിരിച്വാലിറ്റി, വിശ്വാസം, മതമെല്ലാം ഒരുപാട് ഇന്നർ മീനിങ്സിൽ കളിക്കുന്നവരാണ്, അന്തരാർത്ഥത്തിലുള്ളവരാണ്. റോബർട്ട് ഫ്രോസ്റ്റ്, ഐ ഹാവ് ട്രാവൽഡ് ഇൻ എ വേ ലെസ് ട്രാവൽഡ് ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് മീ ഗ്രേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം റോഡിലൂടെ പോയി എന്നല്ല. ഇന്നർ മീനിങ് മനസ്സിലാക്കാതെ സർഫസിലുള്ള മീനിങ് എടുത്ത് അതിനെ വിമർശിക്കാനാണെങ്കിൽ സ്കോപ്പ് ഒരുപാട് കൂടുതലാണ്, രാവണന്റെ 10 തല പോലെ. പക്ഷേ ഇന്നർ മീനിങ് കണ്ടെത്തി അതിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. ചന്ദ്രൻ സാറോട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, വ്യക്തിവിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ജ്യോതിഷത്തിൻ്റെ പിന്നിലേക്ക് പോകുന്നത്, ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, പരശുരാമൻ മാതാവിനെ തലകണ്ടിക്കുന്ന ഒരു സംഗതി സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മളെ ത്രിമൂർത്തികൾ ശിവനും ബ്രഹ്മാവും വിഷ്ണു, അവർ തമ്മിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഐക്യം കാണിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഏതൊരു സംഘടനയ്ക്കും ആവശ്യമുള്ളതാണ് സെക്രട്ടറി, ട്രഷറർ, പ്രസിഡന്റ് സ്ഥാനങ്ങൾ. അവരെന്തുകൊണ്ട് ഇവരെ അനുകരിക്കുന്നില്ല? അങ്ങനെ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളുടെ നാട് ഒരുവിധം നന്നാവില്ലേ? ഇപ്പോൾ ദൈവം വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ സത്യം പറയുന്നതിൽ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് ചെയ്യാവുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംബോധനയാണ്. കാര്യം ഇപ്പോൾ സോമാലിയയിലെ ജനങ്ങൾക്ക് 90% പട്ടിണി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ
വരദാനമാണെന്നും അന്തരെയെല്ലാം അന്തരാക്കിയത് ദൈവമാണെന്നും ആക്സിഡന്റ് ഉണ്ടാകുമ്പം അതെല്ലാം ദൈവമാണെന്നും ഇങ്ങനെ മനുഷ്യനുണ്ടാകുന്ന പരിതാവസ്ഥകൾക്കെല്ലാം കാരണമായിട്ട് ദൈവത്തെ അവതരിപ്പിക്കേണ്ടി വരും. അപ്പം മാനഭംഗം ഇപ്പോൾ സൗമ്യയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ദൈവം അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറയേണ്ടി വരും അല്ലേ? ഇപ്പൊ ഇത്തരത്തിലുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം അങ്ങനെ ആഗ്രഹിച്ചു, ദൈവം വിളിച്ചു എന്നൊക്കെ പറയുന്നത് ചപലമായ, ബാലിശമായ, വികലമായ, വികൃതമായ ഒരു മതവാദം മാത്രമാണ്. അതൊരു യഥാർത്ഥ വാദമല്ല, മതവാദം മാത്രമാണ്. പിന്നെ ടീച്ചർ ചോദിച്ചൊരു ചോദ്യം പരശുരാമൻ്റെ കാര്യത്തിൽ, ഞാനത് വിട്ടുപോയി രാഹുൽ പറഞ്ഞത്. പരശുരാമൻ അമ്മയെ കൊന്നിട്ട് തിരിച്ച് എടുത്തല്ലോ എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് പേപ്പറിനകത്ത് എഴുതി തരുന്നു. പക്ഷേ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അടുത്ത മിനിറ്റിൽ അവസാന നിമിഷം ആകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ ഒരു മുന്നറിയിപ്പ് ഇവിടെ തരുന്നു. നിങ്ങൾ റെഡി ആവത്തില്ലേ തൂക്കി കൊല്ലപ്പെടാൻ? ഒരു പ്രശ്നമില്ലല്ലോ. ഇവിടെ ഇയാൾ അനുഭവിക്കുന്ന ഇപ്പോൾ ഇബ്രാഹാം എൻ്റെ മകനെ കൊല്ലാൻ പോകുമ്പോഴും പരശുരാമൻ എൻ്റെ അമ്മയെ കൊല്ലാൻ പോകുമ്പോഴും അനുഭവിക്കുന്ന വ്യഥ, സംഘർഷം, ദുഃഖം, അമ്മയെ കൊല്ലുകയാണ്. അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യം ഇയാൾക്ക് അറിയില്ലല്ലോ. അറിയുകയാണെങ്കിൽ അവിടെ കഥയില്ലല്ലോ. അപ്പം അങ്ങനെ ആ കഥയുടെ ബാക്കി ഭാഗം പറയേണ്ട കാര്യമില്ല. അങ്ങനെ ആവശ്യപ്പെട്ടു, ഒരു മകനോട് ആവശ്യപ്പെടുകയാണ് അച്ഛൻ ആവശ്യപ്പെടുകയാണ് അമ്മയെ കൊല്ലാൻ. അല്ല, നീ കൊല്ലടാ, എന്നിട്ട് നിന്നെ ഞാൻ അമ്മയെ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. അപ്പോൾ അതിനകത്തൊന്നും ഒരു കഥയില്ല. പിന്നെ പിന്നെ വേറെ ആരാണ്ട് ഒരു ചോദ്യം ചോദിച്ച ആരായിരുന്നു? 3 ചോദ്യം ഒരുമിച്ച് വന്നിരുന്നു ലാസ്റ്റ്. അല്ല, വേറെ ഒരു ചോദ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഏതാ? വ്യക്തിവിശ്വാസം. അതല്ലേ ജ്യോതിഷത്തിന്റെ പുറകെ പോകുന്ന ആരാണ്? വ്യക്തിവിശ്വാസം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ജ്യോതിഷം എന്ന് പറയുന്ന സാധനം, വിശ്വാസം എന്ന് പറഞ്ഞ അടിസ്ഥാനമായിട്ട് എല്ലാം ഒരു ഒറ്റ മസ്തിഷ്ക പ്രവർത്തനം തന്നെയാണ്. ഇപ്പൊ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ദോഷം, ഇപ്പൊ ജ്യോതിഷികളെല്ലാം കൂടെ നിരന്ന് നിന്ന് ഇങ്ങനെ കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ ചങ്ങല പിടിച്ച് ജ്യോതിഷികൾ പറയാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന സാധനം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വെറുതെ തട്ടിപ്പാണ്, ഞങ്ങൾ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസികൾ പറയും ഈ ജ്യോതിഷികൾക്ക് വട്ടുപിടിച്ചെന്ന് പറയും. കാര്യം ഇതിങ്ങനെ ഒരു പ്രോഗ്രാമാണിത്. ഇത് ഒറ്റ വിശ്വാസം തന്നെയാണ് പല കൈവഴികളിലായിട്ട് ഒഴുകുന്നത്. ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ സൂപ്പർ മാർക്കറ്റാണ് മതം. അത് ഇദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ്, ഗണേശൻ പറഞ്ഞാൽ ശരിയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവില്ല. അതതിന്റെ കളക്ഷൻ ഓഫ് സൂപ്പർസ്റ്റിഷൻസ് ആണ് മതം എന്ന് പറയുന്നത്. അതിനകത്ത് പല തലങ്ങൾ, അതിനെ പെയിന്റ് അടിക്കാനും അതിനെ ശരിയാക്കി എടുക്കാനും അഗാധ തലങ്ങളും അതീന്ദ്ര തലങ്ങളും മറ്റേ തലങ്ങളും മറിച്ച തലങ്ങളും, അതൊക്കെ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസിന്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് അതിനെതിരെയായിട്ടാണ് ഞാനിവിടെ സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം ഊന്നി പറയുകയാണ്, ഈ വിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ ധാർമ്മികമായിട്ടും വൈകാരികമായിട്ടും ബൗദ്ധികമായിട്ടും അധപ്പതിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ജയിലുകളിൽ 99% വിശ്വാസികൾ, നമ്മുടെ അഴിമതിക്കാരിൽ, ക്രിമിനലുകളിൽ ഗോവിന്ദചാമിയും വിശ്വാസിയാണ്, സൗമ്യയും വിശ്വാസിയാണ്. താങ്ക് യു. രാഹുൽ ഈശ്വർ ഇനി നമുക്ക് കൺക്ലൂഷനാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഷനാണ്. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന് വളരെ ആവേശകരമായിട്ട് പങ്കെടുത്ത എല്ലാവരോടും ഞാൻ ഒന്ന് നന്ദി പറയുന്നു. ഈ 2 മിനിറ്റിൽ രണ്ടുപേരും കൺക്ലൂഡ് ചെയ്യും. അതോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കും. രവിചന്ദ്രൻ സാറിന് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ആദ്യം 8 പോയിന്റ് പറഞ്ഞു. എങ്ങനെയാണ് മതം അത് നമ്മളെ വിഭജിക്കുന്നു, അത് നമ്മളുടെ മിക്കവാറും ഞാൻ പറഞ്ഞ മൊറാലിറ്റി അധപ്പതിപ്പിക്കുന്നു, നമ്മളെ യാചകരാക്കി മാറ്റുന്നു, നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്, സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന്, ശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ, എല്ലാ അന്വേഷണങ്ങളെയും തടയിടുന്നുണ്ട്, നമ്മൾ വികാരജീവികളാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം പലപ്പോഴും ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവം എന്ന് പറയുന്ന ഒരു തരത്തിൽ വിശ്വസിക്കുകയും അയാളോട് യാചിക്കുകയും അയാളോട് തീരുമാനം മാറ്റാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ദൈവം എന്നുള്ള കൺസെപ്റ്റിനെതിരായിട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജ്യോതിഷമായാലും മറ്റെന്ത് ബന്ധങ്ങളായാലും ഇത് അടിസ്ഥാനപരമായിട്ടൊരു മസ്തിഷ്ക പ്രോഗ്രാമാണ്. ഇത് നമ്മളെ കൂടുതൽ ചപലമാക്കി, നമ്മളെ പലപ്പോഴും ഈ കൗൺസിലിങ്ങും ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്ന ആർക്കാണ്? അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ശക്തം കോർപ്പറേറ്റ് തലത്തിൽ മതം ശക്തമായിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് സെന്റേഴ്സ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളുള്ളത് അവിടെയാണ്. അപ്പം ഈ വിശ്വാസം മനുഷ്യനെ രക്ഷിക്കുമായിരുന്നെങ്കിൽ, അവന് ആശ്വാസം കൊടുക്കുമായിരുന്നെങ്കിൽ ഇത്രയധികം ഈ പറയുന്ന ആധുനിക ലോകത്തെ ടെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെയധികം കുറയേണ്ടതാണ്. അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ടെൻഷനും സമ്മർദ്ദവും വൈകാരികത നിയന്ത്രണവും ഇല്ലാതെ നടക്കുന്നത് വിശ്വാസികളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്, പക്ഷേ വിശ്വാസം അവരെ രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു.
മതം വിഭജിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിശ്വാസം ആശ്വാസമാണെന്നുള്ള ചർച്ച തുടങ്ങിയത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാര്യം സർവ്വതല സ്പർശിയായി ഈ ചർച്ചയ്ക്ക് പോകാൻ കഴിഞ്ഞു. ചർച്ച സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അദ്ദേഹം വിശ്വാസം ഡീഫോൾട്ടായ ഒരു സമൂഹത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, 51 ഏറ്റവും സെക്കുലറായ, ഏറ്റവും ലോകത്തിലെ മതേതരത്വമുള്ള ശബരിമല തീ വെച്ചപ്പോൾ ചില ആൾക്കാർ ശബരിമല തീടുകയുണ്ടായി. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാരടക്കം അമ്പലങ്ങളിൽ കയറിയിടങ്ങുന്ന, ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ സമ്മേളിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയും ലോകത്തെ ഏറ്റവും വലിയ വാർഷിക തീർത്ഥാടനമായി മാറുന്ന ശബരിമലയും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പ്രവഹിക്കുമ്പോൾ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം വിശ്വാസത്തിന് വിശ്വാസ്യത ഉണ്ടാകില്ല. വിശ്വാസത്തിന് വിവേകത്തോടെ നമ്മൾ കാണണം, ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിൽ തെറിച്ചു പോകുന്ന മൂക്കുകളാണെങ്കിൽ ആ മൂക്കുകൾ അങ്ങ് പോട്ടെ. ചോദ്യം ചെയ്ത്, സ്ഫുടം ചെയ്ത്, ഫിൽറ്റർ ചെയ്ത് വിശ്വാസത്തെ വിവേകവുമായി ഇഴക്കി ചേർക്കാനും ആൾദൈവങ്ങളെയല്ല, ആളിലുള്ള ദൈവത്തെ, ദൈവീകതയെ കണ്ടെത്തുന്ന, ആത്മീയ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്ന, ആത്മീയത സൃഷ്ടിക്കുന്ന, ഫിലോസോഫിക്കൽ എൻക്വയറി സൃഷ്ടിക്കുന്ന ഒരു നാട്ടിലേക്ക് ഈ നാട്ടിലെ വിശ്വാസികളായ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അവരുടെ തീവ്ര സ്വരക്കാരെ മാറ്റി ദൈവവിശ്വാസത്തെ മുൻനിർത്തി ഡിങ്കനിൽ നിന്ന് ഐൻസ്റ്റീനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ആ ഡിങ്കനെ നമുക്ക് ഒരുമിച്ച് എതിർക്കാം. പക്ഷേ ഐൻസ്റ്റീനെ ജനമധ്യത്തേക്ക് എത്തിക്കാൻ, വിശ്വാസത്തോടൊപ്പം വിവേകാനന്ദനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുമിച്ച് പ്രയത്നിക്കാം. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ യുക്തിയും ഭക്തിയും ചേരുന്ന ഇത്തരം സംവാദങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.